ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ 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 ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരും ഒരാൾ സപ്ലൈ ചെയ്താൽ മതി. ആ പാത്രത്തിൽ എല്ലാവരും കൊടുത്താൽ മതി. ഗോവിന്ദാഭിഷേകത്തിൽ തീർക്കാം. പുറകിലിരിക്കുന്നവര് മുന്നിൽ സീറ്റ് ഉണ്ടെങ്കിൽ പ്ലീസ് കയറിയിരിക്കണം. ഒരു സീറ്റ് പോലും വേക്കൻ്റ് ആക്കിയിടരുത്. ഇടയ്ക്ക് ആളുകൾ കയറാതിരിക്കാനാണ് പറയുന്നത്. മുന്നോട്ട് കയറി പ്ലീസ്. എല്ലാവരും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സീറ്റ് കാണുന്നുണ്ട്, അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണം. എല്ലാവരും മുന്നോട്ട് കയറി. കാര്യം ഇനിയും ഒരുപാട് ആൾക്കാർ വരുമ്പം അവർക്കൊക്കെ ഒരു സൗകര്യപ്പെടുത്താൻ നിങ്ങളുടെയൊക്കെ ഒരു സഹകരണം പ്ലീസ്. എല്ലാവരും മുന്നിലുള്ള സീറ്റ് ഒഴിഞ്ഞു കിടക്കണ്ടേ, മുന്നോട്ട് കയറിയിരിക്കുക. എല്ലാവരും സൈഡിലൊക്കെ നടുക്ക സീറ്റ് ഒഴിവാക്കിയിടരുത്. എല്ലാവരും ഒന്ന് സഹകരിക്കണം. ഒരു സീറ്റ് പോലും കാലിയാക്കരുത്. നമ്മൾ മറ്റുള്ളവർക്കൊരു ഉപദ്രവം ഉണ്ടാക്കരുത്. തീർത്ഥം വരും. തീർത്ഥം ഒരാൾ അങ്ങോട്ട് സപ്ലൈ ചെയ്താൽ മതി. തീർത്ഥം ഒരാൾ കൊണ്ടുവരും, കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? എല്ലാം കൂടെ ഫ്രണ്ടിലേക്ക് വരണ്ടേ. ആരും ഫ്രണ്ടിലേക്ക് വരല്ലേ പ്ലീസ്. ഡിസ്റ്റർബ് ചെയ്യല്ലേ. ആരും ഫ്രണ്ടിലേക്ക് വരരുത്. ഒരു കീർത്തനൊക്കെ ചൊല്ലിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. രാധാ കൃഷ്ണ കുഞ്ച വിഹാരി മുരളീധര ഗോവർദ്ധനധാരി മുരളീധര ഗോവർദ്ധനധാരി ശംഖചക്രപീതാംബരധാരി ശംഖചക്രപീതാംബരധാരി. ആ തീർത്ഥമെടുത്ത് ആരെങ്കിലും കൊടുക്കൂ, ഒന്ന് കൊടുത്താൽ മതി. അത് പിന്നെ മാറ്റി വെക്കൂ. ഇപ്പം എല്ലാവരും കൂടി എടുത്തു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണത്. എല്ലാവരും എടുത്തു വെക്കൂ. അത് ഒരു ഉപദ്രവം ഉണ്ടാക്കല്ലേ. നിങ്ങൾ ഫ്രണ്ടിലേക്ക് വന്ന് രാധാ കൃഷ്ണ എല്ലാവരും ഇരിക്കൂ. അവിടെ സീറ്റിലിരിക്കൂ. പിന്നീട് എടുക്കാം. ആരും ഇപ്പം എടുക്കരുത്. തീർത്ഥം പിന്നീട് എടുക്കൂ പ്ലീസ്. നിങ്ങൾ ആരും ഡിസ്റ്റർബ് ചെയ്യല്ലേ. ആരും ഡിസ്റ്റർബ് ചെയ്യരുത്. ഫ്രണ്ടിലേക്ക് വന്ന് അവിടെ ഇരിക്കും എല്ലാവരും. രാധാ കൃഷ്ണ കുഞ്ച വിഹാരി രാധാ കൃഷ്ണ കുഞ്ച വിഹാരി മുരളീധര ഗോവർദ്ധനധാരി മുരളീധര ഗോവർദ്ധനധാരി ശംഖചക്രപീതാംബരധാരി ശംഖചക്രപീതാംബരധാരി കരുണാസാഗര കൃഷ്ണ മുരാരി കരുണാസാഗര കൃഷ്ണ മുരാരി കരുണാസാഗര കൃഷ്ണ മുരാരി കരുണാസാഗര കൃഷ്ണ മുരാരി രാധാ കൃഷ്ണ കുഞ്ച വിഹാരി രാധാ കൃഷ്ണ കുഞ്ച വിഹാരി മുരളീധര ഗോവർദ്ധനധാരി മുരളീധര ഗോവർദ്ധനധാരി ശംഖചക്രപീതാംബരധാരി ശംഖചക്രപീതാംബരധാരി
പീതാംബരധാരി ശംഖചക്രപീതാംബരധാരി ശംഖചക്രപീതാംബരധാരി കരുണാസാഗര കൃഷ്ണമുരാരി കരുണാസാഗര കൃഷ്ണ മുരാരി മധുര മുരളീധര കൃഷ്ണ മധുര മധുര മുരളീധര കൃഷ്ണ മധുരാധിപതേ രാധേ കൃഷ്ണ മധുരാധിപതേ രാധേ കൃഷ്ണ മധുര മധുര മുരളീധര കൃഷ്ണ മധുര മധുര മുരളീധര കൃഷ്ണ മധുരാധിപതേ രാധേ കൃഷ്ണ മധുരാധിപതേ രാധേ കൃഷ്ണ ഭക്തദാസ പ്രഭു ഹേ ഗിരിധാരി ഭക്തദാസ പ്രഭു ഹേ ഗിരിധാരി ഭക്തദാസ പ്രഭു ഹേ ഗിരിധാരി ഭക്തദാസ പ്രഭു ഹേ ഗിരിധാരി മായി മേരാ ഹൃദയ വിഹാരി മായി മേരാ ഹൃദയ വിഹാരി മായി മേരാ ഹൃദയ വിഹാരി മായി മേരാ ഹൃദയ വിഹാരി രാധാ കൃഷ്ണ കുഞ്ച വിഹാരി രാധാ കൃഷ്ണ കുഞ്ച വിഹാരി മുരളീധര ഗോവർദ്ധനധാരി മുരളീധര ഗോവർദ്ധനധാരി ശംഖ ചക്ര പീതാംബരധാരി ശംഖ ചക്ര പീതാംബരധാരി കരുണാ സാഗര കൃഷ്ണ മുരാരി കരുണാസാഗര കൃഷ്ണ മുരാരി കൃഷ്ണ മുരാരി ഹൃദയ വിഹാരി കൃഷ്ണ മുരാരി ഹൃദയ വിഹാരി കൃഷ്ണ മുരാരി ഹൃദയ വിഹാരി കൃഷ്ണ മുരാരി ഹൃദയ വിഹാരി ഹൃദയ വിഹാരി കുഞ്ച വിഹാരി ഹൃദയ വിഹാരി കുഞ്ച വിഹാരി ഹൃദയ വിഹാരി കുഞ്ച വിഹാരി ഹൃദയ വിഹാരി കുഞ്ച വിഹാരി കൃഷ്ണ മുരാരി ഹൃദയ വിഹാരി കൃഷ്ണ മുരാരി ഹൃദയ വിഹാരി കൃഷ്ണ മുരാരി ഹൃദയ വിഹാരി കൃഷ്ണ മുരാരി ഹൃദയ വിഹാരി ഹൃദയ വിഹാരി കുഞ്ച വിഹാരി ഹൃദയ വിഹാരി കുഞ്ച വിഹാരി ഹൃദയ വിഹാരി കുഞ്ച വിഹാരി ഹൃദയ വിഹാരി കുഞ്ച വിഹാരി കൃഷ്ണ മുരാരി ഹൃദയ വിഹാരി കൃഷ്ണ മുരാരി ഹൃദയ വിഹാരി കൃഷ്ണ മുരാരി ഹൃദയ വിഹാരി കൃഷ്ണ മുരാരി ഹൃദയ വിഹാരി ഹൃദയ വിഹാരി കുഞ്ച വിഹാരി ഹൃദയ വിഹാരി കുഞ്ച വിഹാരി കരുണാ സാഗര കൃഷ്ണ മുരാരി കരുണാസാഗര കൃഷ്ണ മുരാരി രാധാ കൃഷ്ണ കുഞ്ച വിഹാരി രാധാ കൃഷ്ണ കുഞ്ച വിഹാരി മുരളീധര ഗോവർദ്ധനധാരി മുരളീധര ഗോവർദ്ധനധാരി ശംഖ ചക്ര പീതാംബരധാരി ശംഖ ചക്ര പീതാംബരധാരി കരുണാ സാഗര കൃഷ്ണ മുരാരി
കരുണാസാഗര കൃഷ്ണ മുരാരി കരുണാസാഗര കൃഷ്ണ മുരാരി കരുണാസാഗര കൃഷ്ണ മുരാരി കരുണാസാഗര കൃഷ്ണ മുരാരി കരുണാസാഗര കൃഷ്ണ മുരാരി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരും ഒന്ന് തൊണ്ട തുറന്ന് പാടണേ. എല്ലാവരും പാടുമല്ലോ. എൻ്റെ തൊണ്ട വളരെ മോശമാണ്. ഞാൻ അത്രയും ത്രോട്ട് അടഞ്ഞു കിടക്കുന്ന ഒരാളാണ്. എന്നിട്ട് ഞാൻ പാടുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലേ, ത്രോട്ട് അത്ര ഫ്രീ അല്ല. എല്ലാവരും ഒന്ന് പാടണേ, ഉറക്കെ പാടണം. വാ 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 താമര കണ്ണാ വാ 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 താമര കണ്ണാവാ വാ 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 താമര കണ്ണാ വാ. ഉള്ളത് പറയാലോ. ഈ ഭാഗത്തുനിന്ന് ആ ശബ്ദം, ഇവിടെയാണ് കൂടുതൽ ആൾക്കാർ. ശബ്ദം അവിടെ നിന്നല്ലേ വരേണ്ടത്. നോക്കട്ടെ ആരാ. ഇന്നിപ്പം ഭക്ഷണത്തിന്റെ ക്രമം എങ്ങനെയായിരിക്കും? പാടുന്നവർക്ക് ആദ്യം ഭക്ഷണം ഉറപ്പാക്കട്ടെ. വാ 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 താമര കണ്ണാവാ. ആ അപ്പം അത് പറഞ്ഞപ്പം സൗണ്ട് വന്നു. അപ്പൊ സൗണ്ട് ഉള്ളിലുണ്ടെന്ന് ഉറപ്പല്ലേ? ഓക്കെ, എല്ലാവരും ഒന്ന് ഉഷാറായി പറഞ്ഞേ. വാ 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 താമര കണ്ണാവാ. വാ 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 താമര കണ്ണാവാ താമര കണ്ണ ആനന്ദ കണ്ണ ഓമന കണ്ണാവാ. താമര കണ്ണ ആനന്ദ കണ്ണ ഓമന കണ്ണാവാ താമര കണ്ണ ആനന്ദ കണ്ണ ഓമന കണ്ണാവാ. താമര കണ്ണ ആനന്ദ കണ്ണ ഓമന കണ്ണാവാ വാ 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 താമര കണ്ണാവാ. വാ 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 താമര കണ്ണാവാ താമര കണ്ണ ആനന്ദ കണ്ണ ഓമന കണ്ണാവാ. താമര കണ്ണ ആനന്ദ കണ്ണ ഓമന കണ്ണാവാ താമര കണ്ണ ആനന്ദ കണ്ണ ഓമന കണ്ണാവാ. താമര കണ്ണ ആനന്ദ കണ്ണ ഓമന കണ്ണാവാ കണ്ണ കണ്ണ കമല കാർമുകിൽ വർണ്ണ. കണ്ണ കണ്ണ കമല കാർമുകിൽ വർണ്ണ കണ്ണ കണ്ണ കമല കാർമുകിൽ വർണ്ണ. കണ്ണ കണ്ണ കമല കാർമുകിൽ വർണ്ണ കരുണയുള്ള കൊണ്ടവനെ വേണുഗോപാല. കരുണയുള്ളം കൊണ്ടവനെ വേണുഗോപാല കരുണയുള്ള കൊണ്ടവനെ വേണുഗോപാല. കരുണയുള്ളം കൊണ്ടവനെ വേണുഗോപാല വാ 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 അമര കണ്ണാവാ. വാ 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 താമര കണ്ണാവാ വാ 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 അമര കണ്ണാവാ. വാ 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 താമര കണ്ണാവാ താമര കണ്ണ ആനന്ദ കണ്ണ ഓമന കണ്ണാവാ. താമര കണ്ണ ആനന്ദ കണ്ണ ഓമന കണ്ണാവാ ദേവേന്ദ്ര ദർപ്പശമന ദേവകുമാര. ദേവേന്ദ്രമന ദേവകുമാര ദേവദേവ പൂജിതനേ ഗോകുലപാല. ദേവ പൂജിതനേ ഗോകുലബാല ദേവദേവ പൂജിതനേ ഗോകുലപാല. ദേവദേവ പൂജിതനേ ഗോകുലബാല വാ 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 താമര കണ്ണാവാ. വാ 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 താമര കണ്ണാവാ വാ 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 താമര കണ്ണാവാ. വാ 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 താമര കണ്ണാവാ താമര കണ്ണ ആനന്ദ കണ്ണ ഓമന കണ്ണാവാ. താമര കണ്ണ ആനന്ദ കണ്ണ ഓമന കണ്ണാവാ താമര കണ്ണ ആനന്ദ കണ്ണ ഓമന കണ്ണാവാ. താമര കണ്ണ
പ്രിയനെ കണ്ട ഗോപകുമാര മീരാ പ്രിയനെ കണ്ട ഗോപകുമാര മീരാ പ്രിയനെ കണ്ട ഗോപകുമാര മീരാ പ്രിയനെ കണ്ട ഗോപകുമാര മാനസലോല മർദ്ദകവന്ന മന്ദസ്മിതത്തോടെ വാ മാനസലോല മരതകവർണ്ണ മന്ദസ്മിതത്തോടെ വാ മാനസലോല മർദ്ദകവന്ന മന്ദസ്മിതത്തോടെ വാ മാനസലോല മരതകവർണ്ണ മന്ദസ്മിതത്തോടെ വാ 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 താമര കണ്ട വാ 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 താമര കണ്ണ വാ 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 താമര കണ്ട വാ 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 താമര കണ്ണ വാ താമര കണ്ട ആനന്ദ കണ്ട ബൊമ്മന കണ്ട വാ താമര കണ്ണ ആനന്ദ കണ്ണ ഓമന കണ്ണ വാ താമര കണ്ണ ആനന്ദ കണ്ണ ബൊമ്മന കണ്ണ വാ താമര കണ്ണ ആനന്ദ കണ്ണ ഓമന കണ്ണ വാ താമര കണ്ണ ആനന്ദ കണ്ണ ബൊമ്മന കണ്ണ വാ താമര കണ്ണ ആനന്ദ കണ്ണ ഓമന കണ്ണ വാ താമര കണ്ണ ആനന്ദ കണ്ണ ബൊമ്മന കണ്ണ വാ താമര കണ്ണ ആനന്ദ കണ്ണ ഓമന കണ്ണ വാ താമര കണ്ണ ആനന്ദ കണ്ണ ബൊമ്മന കണ്ണ വാ താമര കണ്ണ ആനന്ദ കണ്ണ ഓമന വാ താമര കണ്ണ ആനന്ദ കണ്ണ ബൊമ്മന കണ്ണ വാ താമര കണ്ണ ആനന്ദ കണ്ണ ഓമന കണ്ണ വാ താമര കണ്ണ ആനന്ദ കണ്ണ ബൊമ്മന കണ്ണ വാ താമര കണ്ണ ആനന്ദ കണ്ണ ഓമന കണ്ണ വാ 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 താമര കണ്ണ വാ താമര കണ്ണ ആനന്ദ കണ്ണ ഓമന 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 കണ്ണ വാ സർവത്ര ഗോവിന്ദനാമ സംഗീതനം ഗോവിന്ദ ഗോവിന്ദ. സ്കന്ധത്തിലെ കൃഷ്ണന്റെ ലീലകളിലൂടെ കടന്നു പോവുകയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ നേരത്തെ ഞാൻ പറഞ്ഞു അവതരിച്ചത് ഹൃദയത്തിൽ നിന്നാണ്. എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്നും അവതരിച്ച ഭഗവാൻ എന്തിനാ വന്നത്? എല്ലാവരുടെയും മനസ്സിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വഴി കാണിക്കാൻ. നമ്മുടെ അവതാരങ്ങളൊക്കെ വന്നത്, ഭൂമിയിൽ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യനെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള വഴി. എപ്പോഴും ഓർക്കണം, മനുഷ്യ ജന്മത്തിന്റെ ഉദ്ദേശം എന്താണ്? അത് മറക്കരുത്. മനുഷ്യ ജന്മത്തിന്റെ ഉദ്ദേശം എന്താണ്? പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ് ജീവിതം. ഇങ്ങോട്ടുള്ള യാത്ര. അപ്പൊ എന്താ പൂർണ്ണത പറഞ്ഞാൽ? ഇപ്പോ നമ്മളിരിക്കുന്ന ബോധതലം, അബോധതലം, ഉപബോധതലത്തിനും അപ്പുറത്ത് അവബോധതലവുമുണ്ട്. അവബോധതലമുണ്ട്, ഒരു പൂർണ്ണ ബോധതലമുണ്ട്. ഈ അവബോധം ഉണർത്തണം. ഏതുണർത്തണം? അതിനൊരു യുക്തമായ ജീവിതം. ഗീതയിൽ 8ാം അധ്യായത്തില് ഗീതയിലെ 8ാം അധ്യായത്തില് കാര്യം കൃഷ്ണൻ ഓർമ്മിപ്പിക്കും. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ തമസോ യുക്ത സ്വപ്ന അവബോധം. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ ജീവിതത്തെ പ്രോപ്പർലി ജീവിക്കുന്നില്ല. നമുക്ക് ഹിന്ദു വേ ഓഫ് ലൈഫ് ഉണ്ട്, പക്ഷെ ആരും പറഞ്ഞു തരുന്നില്ല. ഇന്നിപ്പം നിങ്ങൾ കുട്ടികൾക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കുന്നില്ല. ഒരു ഹിന്ദു വേ ഓഫ് ലൈഫ്, അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു സയൻസ് ഡെവലപ്പ് ചെയ്യണം. ഒരു ഹിന്ദു
ഒരു ഹിന്ദു സയൻസ്. എന്താണ് ഒരു ഹിന്ദു സയൻസ്? അതെന്താണത്? കിട്ടിയോ? ശ്ലോകം കിട്ടി? അധ്യായത്തില് യുക്താഹാര, എത്രാമത്തെ ഗീതയിൽ 8-ാം അധ്യായത്തില് ഈ ശ്ലോകം കാണാം. യുക്താഹാര വിഹാരസ്യ. 8-ാം അധ്യായത്തില് എനിക്ക് തോന്നുന്നു 21 ആയിരിക്കണം. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ട. എത്രാമത്തെ ശ്ലോകം? സോറി, 17 ശ്ലോകം. 17, 8-17. യുക്ത ആഹാര യുക്തവിഹാര യുക്താഹാര വിഹാരസ്യ യുക്ത സ്വപ്നസ്യ ചേഷ്ടസു. പിന്നെ പറയുന്നത് യുക്ത സ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നാല് നിങ്ങൾ കുറച്ച് പഠിക്കേണ്ടതുണ്ട്. പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായി. യോഗോ ഭവതി ദുഃഖഃ. ഈ യോഗപ്രകാരം, യോഗം എന്ന് പറഞ്ഞാൽ ഈ അനുഷ്ഠാന പ്രകാരം ജീവിതം കൊണ്ട് നടന്നാൽ ദുഃഖം ഹനിക്കാം, ദുഃഖം ഇല്ലാതെയാക്കാം. അപ്പൊ എന്താണ് യുക്ത ആഹാരം? എന്താണ് യുക്ത? അപ്പൊ ആഹാരം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുക നിങ്ങൾ? കഴിക്കാനുള്ളത് എന്നല്ലേ മനസ്സിലാക്കുക, അല്ലേ? ആണോ? അപ്പൊ ഇവിടെ ഒരച്ഛനും അമ്മയ്ക്കും അറിയണം കുട്ടികള് ബേസിക്കലി ഏത് പ്രകൃതമാണെന്ന്. പ്രകൃതം എന്ന് പറഞ്ഞാൽ ആയുർവേദത്തില് 3 പ്രകൃതമുണ്ട്. വാദപ്രകൃതം, പിത്തപ്രകൃതം, കഫപ്രകൃതം. ഈ കഫപ്രകൃതമുള്ള ഒരുത്തന് കാപ്പിയും ചായയും പാലും കൊടുത്താൽ കഫം വർദ്ധിക്കും, പിന്നെ ആസ്മ പിടിപെടാതിരിക്കും. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കണം ഓരോരുത്തർക്കും ഏത് പ്രകൃതം. അപ്പൊ അലർജി ഉണ്ടെങ്കിൽ അപ്പൊ മനസ്സിലാക്കണം ആള് ബേസിക്കലി കഫപ്രകൃതിക്കാരാണ്. ചിലവർക്കെന്നും വയറിനെ സംബന്ധിച്ച പ്രശ്നങ്ങൾ, അതായത് മോഷൻ കറക്റ്റ് ആവില്ല, അതുപോലെ തന്നെ കുറെ ഡിസോർഡർ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പം മനസ്സിലാക്കണം അവരിൽ പിത്തപ്രകൃതമുണ്ട്. ഇതുപോലെ ചിലവർക്ക് ഭയങ്കര ലതാർജിക് ആയിരിക്കും, ബോഡി പെയിൻ ഒക്കെ വളരെ കൂടുതലായിരിക്കും. അതിനർത്ഥം അവരിൽ ചില വാദപ്രകൃതം കുറച്ച് ഇതിനനുസരിച്ചുള്ള ആഹാരക്രമങ്ങൾ അല്ലെങ്കിൽ രോഗത്തിന്റെ തീവ്രത കൂടുന്നോ കുറയുന്നോ? കൂടും. അപ്പൊ അതായത് വിരുദ്ധാഹാരം കഴിക്കരുത് എന്ന് വെച്ചാൽ കഫപ്രകൃതമുള്ളവൻ കഫപ്രകൃതത്തെ കൂട്ടുന്ന ആഹാരം കഴിക്കരുത്. ഇതിനാണ് ആയുർവേദത്തിൽ പഥ്യം എന്നൊരു വാക്ക് ഉപയോഗിച്ചത്. എന്താണ്? കഴിക്കാൻ പാടില്ലാത്തത്. ഇത് കുട്ടികൾക്ക് ഇന്ന് ബോധമില്ല. ഇന്ന് കുട്ടികൾ കിട്ടിയതെല്ലാം ഐസ്ക്രീം. ആസ്മയുള്ളവൻ ഐസ്ക്രീം കഴിച്ചാൽ അവന്റെ രോഗത്തിന്റെ തീവ്രത കൂടും. കുറെ കഴിഞ്ഞാൽ ശബ്ദം ഉണ്ടാവില്ല, കുറെ കഴിഞ്ഞാൽ എന്നും അലർജി. നോക്കൂ നിങ്ങൾ, ഇത്രയും കോവിഡ് സ്പ്രെഡ് ചെയ്തതിന്റെ കാരണം എന്തായിരുന്നു? അന്ന് കോവിഡ് വന്നപ്പോൾ ആ കോവിഡ് എന്ന വൈറസിന്റെ പ്രത്യേകതയല്ല. കാരണം ഗ്രാമപ്രദേശങ്ങളിൽ കോവിഡ് വന്ന് മരിച്ചവർ വളരെ കുറവാണ്. കാരണം അവരിലെ പ്രതിരോധ ശേഷി വളരെ കൂടുതലുള്ളതുകൊണ്ട്. അപ്പം പ്രതിരോധ ശേഷി ഇല്ലാതാക്കുന്നത് നമ്മുടെ പ്രകൃതത്തെ വികൃതമാക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോഴാണ്. ആണോ അല്ലയോ? അപ്പം ഒരുപാട് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ളവൻ പൊറോട്ട അടിച്ചു കഴിഞ്ഞാൽ അവന് പണി കിട്ടും. കാരണം പൊറോട്ട അത്ര വേഗത്തിൽ ദഹിക്കുന്ന സാധനമല്ല, മൈദ സാധനങ്ങൾ. ഇപ്പൊ നിങ്ങൾ കണ്ടുപിടുത്തം കണ്ടു. അതായത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള 2 സാധനങ്ങളായിട്ടാണ് നമ്മൾ ഈ ഉപ്പും പഞ്ചസാരയും പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ പുതിയ പൗഡർ ഉപ്പുണ്ടല്ലോ, അതിനേക്കാളും നല്ലത് കല്ലുപ്പ് തന്നെയാണെന്ന് പറയുന്നു. ഈ പൗഡർ ഉപ്പുണ്ടല്ലോ, അത് അയഡൈസ്ഡ് ഉപ്പ്, അതത്ര നല്ലതായിട്ട് പറയുന്നില്ല. ഇതുപോലെ ഏറ്റവും വിഷം പഞ്ചസാരയാണ്. ഏതാണ്? നിങ്ങൾക്ക് ഒരുവിധം രോഗങ്ങളൊക്കെ വരുത്തുന്നതിന്റെ പ്രധാന കാരണക്കാരൻ ചെറുപ്പത്തിലെ പഞ്ചസാര എത്ര കണ്ട് ഒഴിവാക്കാൻ പറ്റുന്നു അത്ര രോഗം മാറ്റാം. ഇന്ന് മധുരപലഹാരങ്ങൾ മുഴുവൻ, സ്വീറ്റ്സ് മുഴുവൻ എന്ത് നിറച്ചിരിക്കുകയാണ്? ഇപ്പൊ അതിന്റെ ഒരു സംസ്കാരം വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ അറിയില്ല, തമിഴ്നാട്ടിലൊക്കെ കാണുന്നുണ്ട്.
ശർക്കര കൊണ്ട്, അതായത് ഈ പനഞ്ചക്കര കൊണ്ടുള്ള പലഹാരം. ബേക്കറി തന്നെ ഉണ്ട് അവിടെ. ഒരു ഗ്രൂപ്പ് തുടങ്ങി വെച്ചതാണ്. ബേക്കറി പനങ്കൽക്കണ്ടൊക്കെ ഉണ്ടല്ലോ, പനഞ്ചക്കര, അതുകൊണ്ട് തെങ്ങിൽ നിന്ന് ഷുഗർ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കേരളം നന്നാവില്ല, കാരണം ഇവിടെ ആകെ തെങ്ങിൽ നിന്ന് കള്ളുണ്ടാക്കാനേ അറിയുള്ളൂ. മറ്റു രാജ്യക്കാരൊക്കെ, ശ്രീലങ്കയിലൊക്കെ അവർ തെങ്ങിൽ നിന്ന് ഷുഗർ ഉണ്ടാക്കുക. അപ്പൊ സാധാരണ ഷുഗറിനേക്കാളും നല്ലതാണത്, ആരോഗ്യമുണ്ടാക്കുന്ന ഷുഗറാണ്. ഈ വിദ്യയൊക്കെ നമ്മളെ പഠിപ്പിച്ചു തന്നാൽ ഇന്നിപ്പോ തെങ്ങിന് വല്ല ക്ഷാമമുണ്ടോ കേരളത്തില്? ഇല്ലേ? ശരിയല്ലേ ഇത്? പക്ഷെ ഇതൊന്നും കേരളത്തിലെ ഗവൺമെന്റിനൊരു അവർക്ക് കൊടി പിടിക്കണം, നാട്ടുകാരെ വടിയാക്കണം, ഇവർക്ക് കോടി ഉണ്ടാക്കണം, അതിലല്ലാതെ എന്തുണ്ട് ഇവരുടെയൊക്കെ ജീവിതം? അല്ലാതെ നാട് ഒന്നാവണം എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ എന്നോ ഈ കേരളമൊക്കെ രക്ഷപ്പെട്ടു പോകുമായിരുന്നു. ഇല്ലേ? ആണോ അല്ലയോ? മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? ഈ ഹിന്ദു സമൂഹം ഉണ്ടല്ലോ, ഉണരണം. നമ്മുടെ ക്ഷേത്ര സംസ്കാരത്തിലൂടെ നമ്മുടെ കുട്ടികളെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ഗീതയിൽ 5000 വർഷം മുമ്പ് കൃഷ്ണൻ പറഞ്ഞിട്ട് 3 തരം ആഹാരമുണ്ട്: സാത്വികം, രാജസികം, താമസികം. ഏതാണ്? സാത്വികാഹാരം, രാജസികാഹാരം. നിങ്ങൾ നോക്കൂ, ഒരുവിധം രോഗങ്ങളൊക്കെ കൂടിയത് ആഹാരക്രമത്തിലുണ്ടായ മാറ്റങ്ങളാണ്. ആണോ? ഇത്രയും ആശുപത്രി ഇല്ലാതിരുന്നതിന് കാരണം ഒരുവിധം വീടുകളിലൊക്കെ നല്ല ആഹാരം കിട്ടുന്ന കാലം ഉണ്ടായിരുന്നു. ആണോ? ഇന്നിപ്പോൾ പുറമേ ഉള്ള ആഹാരം വന്നപ്പോ തന്നെയാണ് രോഗങ്ങളെല്ലാം കൂടി വന്നത്. ഇടയ്ക്കിടയ്ക്ക് കാണുന്നില്ലേ ഇരിക്കുന്നത്, പഴകിയ ഭക്ഷണം പിടിച്ചു. അപ്പൊ അത് കഴിച്ചത് എത്ര പേരുണ്ടായിരിക്കും? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോ ഇതിനൊക്കെ എന്താ പരിഹാരം? പ്രത്യേകിച്ച് എനിക്ക് അമ്മമാരോട് പറയാനുള്ളത്, പെൺകുട്ടികൾക്ക് ഈ ചിക്കൻ എന്ന് പറഞ്ഞ സാധനം കൊടുക്കുകയും ചെയ്യരുത്, തൊട്ട് ചെയ്യരുത് അത്. കാരണം എന്താണ്? കാരണം ഓൾറെഡി സ്ത്രീകളുടെ ശരീരത്തിലെ ഹോർമോൺ ഘടനയും ഒരാണിന്റെ ശരീരത്തിലെ ഹോർമോൺ ഘടനയും വ്യത്യാസമുണ്ട്. ഈ ഹോർമോൺ അധികരിച്ചുള്ള ഫുഡുകളാണ് ഇപ്പോഴത്തെ ബോയിലർ ചിക്കൻ എന്നൊക്കെ പറയില്ലേ, കേട്ടില്ലേ നിങ്ങള്? അതിനൊക്കെ ഹോർമോണാണ് കൊടുക്കുന്നത്. ഞാൻ എങ്ങനെ പരിചയം, എനിക്ക് അറിയാം. ഫാം നടത്തുന്ന ഒരാളെ, അയാളുടെ വീട്ടുകാരെ അയാൾ കുട്ടികൾക്ക് കൊടുക്കില്ല അത്. അയാളത് എക്സ്പോർട്ട് ചെയ്യുന്ന ആളാണ്, വലിയ ബിസിനസ്സുകാരനാണ്. ഞങ്ങളുടെ നാട്ടിലൊരു ക്രിസ്ത്യൻ ഉണ്ട്, അദ്ദേഹത്തിന് ഇതാ മെയിൻ പരിപാടി. അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് കൊടുക്കില്ല, കാരണം ഈ ഹോർമോണോ കൊടുക്കുന്നത് അദ്ദേഹത്തിന്. അപ്പൊ ഹോർമോൺ അധികരിച്ച ഫുഡ് കഴിച്ചാൽ എന്ത് പറ്റുന്നറിയോ? ഒരു പെൺകുട്ടി ഗർഭിണിയാവുമ്പോൾ ഫിലോപ്പിൻ ട്യൂബിലൂടെയാണ് ഈ അതുപോലെ തന്നെ ഈ എഗ്ഗും അതുപോലെ തന്നെ എന്താണ് സ്പേം ഒക്കെ ചേരുന്നത്. ട്യൂബിലൂടെയാണ് ഇത് യൂട്രസിലേക്ക് എത്തിക്കേണ്ടത്. പക്ഷെ ഇതിന്റെ തിക്നെസ് അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ, ട്യൂബിന് തിക്നെസ് കൂടിയാൽ ഒന്നുകിൽ അവിടെ കൺസീവ് ആവും, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ലൂബ്രിക്കേഷൻ നഷ്ടപ്പെടുമ്പോൾ ഒരു കാലത്തും അത് കൺസീവ് ആവില്ല. ഇന്ന് കുട്ടികൾ ഗർഭിണികളാവുന്നില്ല. ആഹാരക്രമത്തിലുണ്ടാക്കിയ മാറ്റം തന്നെ. പണ്ടിങ്ങനെ വർഷം പ്രസവിക്കായിരുന്നു. അമ്മൂമ്മമാർക്ക്, മുത്തശ്ശിമാർക്ക് അതായിരുന്നു മെയിൻ ജോബ്. ഏത്? 2 കൊല്ലം കൂടുമ്പോൾ ഒരാൾ വരുമോ? എന്തോന്നും മിണ്ടാത്തത്? 6ഉം 7ഉം 8ഉം 9ഉം മക്കളുള്ള അമ്മമാരുണ്ടായിരുന്നില്ലേ? 10 പേരുള്ള വീട് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? എത്ര പേര്? ഇതാണ് 15 പേരുള്ള വീടുണ്ട്. ആലോചിച്ച് നോക്ക്, 15ാമത്തെ പ്രസവം അമ്മ, അപ്പോഴേക്കും മൂത്ത മകളുടെ മകളും കൂടി പ്രസവിച്ചിരിക്കുകയാണ്. ആ വീട് മൊത്തം ഒരു മെറ്റേണിറ്റി വാർഡ്, ലേബർ വാർഡാണ്. ഈ തരത്തിലൊക്കെ പണ്ട് എത്ര വീട്ടിൽ അംഗങ്ങൾ ഉണ്ടായിരുന്നു ഇല്ലേ? പറയൂ നിങ്ങൾ. അവർക്ക് ഇത്രയും ആരോഗ്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ നമ്മുടെ പെൺകുട്ടികൾക്ക് പ്രസവിക്കാനുള്ള ആരോഗ്യം കുറഞ്ഞു വരികയാണ്. അപ്പൊ ഈ ഹോർമോണൊക്കെ കൂടെ കുത്തിവെക്കുമ്പോഴോ അത് തൈറോയിഡായി, അത് പിന്നെ ഫൈബ്രോയിഡായി, യൂട്രസിനെ എടുത്ത് കളയേണ്ട ഗതികേട് വന്നു. ഉണ്ടോ? ചെറുപ്പത്തിൽ തന്നെ യൂട്രസ് എടുത്ത് കളഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ബ്ലാഡറൊന്നും അവിടെ നിൽക്കില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് യൂറിന് പോകണം. ഒക്കെ കൺട്രോൾ മൊത്തം തെറ്റിച്ച് ജീവിതം മുഴുവൻ നരകമാക്കുന്ന അത് ഈ ചെറുപ്പത്തിലുള്ള ആഹാരശീലം കൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ്. ഈ അച്ഛനമ്മമാർക്ക് ബോധമില്ല ഇതൊരു പെൺകുട്ടിയാണെന്നും. നിങ്ങൾ ഇപ്പോഴത്തെ പെൺകുട്ടികളെ നോക്കൂ നിങ്ങൾ, ആണുങ്ങളെ പോലെ താടിയും മീശയും ഒക്കെ വരുന്ന, കൈകളിലൊക്കെ പൊതുവെ സ്ത്രീകൾക്ക് ആണിനെ പോലെ ശരീരത്തിൽ രോമങ്ങൾ വരുന്നത് കുറവാണ്. ഹോർമോൺ വ്യത്യാസമാണ്. ആണിന്റെ ശരീരത്തിൽ രോമങ്ങൾ വരുന്നതിന് കാരണം ആണിന്റെ ശരീരത്തിലുള്ള ഹോർമോൺ ഘടനയാണ്. ആണോ?
ആണോ അല്ലയോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഒരു സ്ത്രീയുടെ തനതായ ഹോർമോൺ ഘടന മാറിപ്പോയി എന്നർത്ഥം. മനസ്സിലാവുണ്ടല്ലോ? ആഹാരശീലത്തിലൂടെ. എന്നിട്ട് ഇത് ബ്ലീച്ച് ചെയ്യാനും ഇതിനെ എടുത്തു കളയാനും കുറെ കെമിക്കൽ പ്രോസസ്സ്. ക്യാൻസർ വരാതിരിക്കുക. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ക്യാൻസറാണ് സ്കിൻ ക്യാൻസർ. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് സ്കിൻ ക്യാൻസർ കൂടിയത്? കാരണം കൂടുതൽ കെമിക്കൽ കോസ്മെറ്റിക് സാധനങ്ങളും സിന്തറ്റിക് സാധനങ്ങളും ഉപയോഗിക്കുന്നത് സ്ത്രീകളാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കടന്ന് എന്തൊരു ലോകമാണ് ഉണ്ടാക്കി വെച്ചത്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും പ്രധാന കൃഷ്ണൻ പറയുന്നു യുക്ത ആഹാരം. സത്യം, അവനവന്റെ ശരീരത്തിന്റെ പ്രകൃതം നോക്കിക്കൊണ്ട് ആഹാരത്തിന്റെ സ്വാദല്ല, തന്റെ ജീവിതത്തിന്റെ ആരോഗ്യമാണ്. വളരെ ദിവസവും ജപിച്ചു മനസ്സിനെ നിങ്ങൾ ശാന്തമാക്കിയാൽ ഈവൻ കഞ്ഞിയും ചമ്മന്തിയും സ്വാദിഷ്ടമാണ്. ശരിക്കു പറഞ്ഞാൽ സ്വാദ് നിശ്ചയിക്കുന്നത് ആ ഒരു മസാലക്കൂട്ടോ ഉപ്പോ അല്ല. സ്വാദ് നിശ്ചയിക്കുന്നത്, നിങ്ങൾ നോക്കൂ, കൊച്ചു കുട്ടി വിരലിൽ ഒരു സ്വാദ് കാണുന്നുണ്ട്, ഉണ്ടോ? പാല് കുടിച്ച് പിന്നീട് അതിന്റെ സ്വഭാവം എന്തായി? അപ്പൊ അതിനൊരു സുഖം കിട്ടുന്നുണ്ട്. ആ സുഖം എവിടുന്നാ കിട്ടുന്നത്? അത് അതിന്റെ ഉള്ളിലല്ല. വിരലിൽ നിന്ന് എന്താ വരാനുള്ളത്? വിരലിൽ നിന്ന് എന്താ വരാനുള്ളത്? മനസ്സിലാവുണ്ടോ? അപ്പൊ മനുഷ്യന്റെ മനസ്സിന് ഒരു ശാന്തത വന്നാൽ ഇവൻ ചെറിയ കാര്യത്തിൽ പോലും ഉറക്കെ പറയൂ, ഒരു സ്വാദ് കൂടാനുണ്ട്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അത് ചിലത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിങ്ങൾ നോക്കൂ, ആ ഗുരുവായൂർ ഏകാദശി സമയത്തൊന്ന് പോവുക. എന്തൊരു തിരക്കാണല്ലേ? വലിയ ചക്ക 4 കഷ്ണാക്കും. കാരണം അതിലുള്ള നേരേ ഉള്ളൂ. ഇതെല്ലാം കൂടി വെട്ടി പുഴുങ്ങി കഞ്ഞിയും അതുപോലെ തന്നെ പുഴുക്കും കഞ്ഞിയും കണ്ടിട്ടുണ്ടായിരിക്കണം. എന്ത് സ്വാദിഷ്ടമായിട്ടാണ് ആൾക്കാർ കഴിക്കുന്നത്. എന്തൊരു സ്വാദിഷ്ടമാണതിന്, ആണോ? അപ്പം ആ സാധാരണ വീട്ടിലാണെങ്കിൽ ഒരു മനുഷ്യൻ കഴിക്കില്ല അത്, ഇത്രയും വലിയ വലിയ ചക്ക കഷ്ണമൊക്കെ. മനസ്സിലായില്ലേ? കാരണം അത് അവിടുത്തെ ഒരു പ്രത്യേകതയാണത്. അതിൻ്റെ ഒരു സ്വാദ് വേറെയാണ്. അപ്പൊ അതുകൊണ്ട് ആഹാരശുദ്ധോ സത്വശുദ്ധി. പറയൂ, ആഹാരം ശുദ്ധമായാൽ ആരോഗ്യവും ശുദ്ധമായി. വീടുകളിലൊക്കെ അത് ശ്രമിക്കണം നല്ലവണ്ണം. ഇപ്പൊ പറയുന്നു ധാരാളം സാലഡുകളൊക്കെ കഴിക്കണമെന്ന്. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നില്ലേ? ഷുഗർ മാറണമെങ്കിൽ കുറേയും കൂടിയും ഫൈബറുള്ള ഭക്ഷണം വേണം, പ്രോട്ടീനുള്ള ഭക്ഷണം വേണം. ഷുഗർ ഒഴിവാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മൈദ കുറയ്ക്കണം, പഞ്ചസാര കുറയ്ക്കണം. കേട്ടിട്ടുണ്ടോ ഇതൊക്കെ? പറയൂ നിങ്ങൾ. ഇതൊക്കെയാണ് ജീവിതം. അപ്പൊ നോക്കൂ, ഇതൊക്കെ പണ്ടുള്ളവർ പറഞ്ഞിരിക്കുന്നു. ആഹാരം ശുദ്ധമായാൽ രോഗവും ഇല്ല. ഇപ്പൊ രോഗത്തിന്റെ പ്രധാന കാരണം ഏതാണ്? ആഹാരമാണ്. ഈ ബോധമുള്ളവർ എത്ര പേരുണ്ട്? നന്നായി. ബോധം ഉദിക്കട്ടെ ബാക്കിയുള്ളവർക്കും. കാര്യം ഇതിനൊക്കെയാണ് നിങ്ങൾ ഭാഗവതം കേൾക്കുന്നത്. അല്ലാതെ ഭാഗവതം കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് പുണ്യം കിട്ടാൻ പോകുന്നുണ്ടെന്ന്? അവനവന്റെ ജീവിതത്തെ ആരോഗ്യമുള്ളതാക്കി തീർക്കാൻ നമ്മൾ നടത്തുന്ന പ്രയത്നമാണ്. അതിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ഇത് കേൾക്കുന്നത്, ഭാഗവതം കേൾക്കുന്നത്. അല്ലാതെ ഭാഗവതം കേട്ടിട്ട് ഒരു പുണ്യം കിട്ടാൻ പോകില്ല. ഉള്ളത് തുറന്നു പറയാം, ഞാനത് കൊണ്ടു നടക്കുന്ന ആളാണ്. മനസ്സിലായില്ലേ? ഭാഗവതം കേട്ടിട്ടൊരു പുണ്യം കിട്ടാൻ പോടില്ല. ഭാഗവതം ഉൾക്കൊള്ളണം. ഭാഗം ജീവിതത്തിന്റെ അതിനാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കണം. അപ്പൊ ആഹാരത്തിൽ ശ്രദ്ധ വെക്കണം. ആവശ്യമില്ലാത്തതൊന്നും കഴിക്കരുത്. ഇത്തിരി ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ പപ്പടം കാണുമ്പോൾ ആർത്തി കാണിക്കരുത്. മെഴുക്ക് പുരട്ടിയും മറ്റു പുരട്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനോടൊക്കെ ഇത്തിരി നോ പറയാനുള്ളൊരു നട്ടല് വേണം. മനസ്സിലായില്ലേ? ഇത് ഷുഗർ തലയ്ക്ക് കയറിയാലും പായസം കണ്ട അപ്പ ആർത്തി കാണിക്കും. മനസ്സിലായില്ലേ? അപ്പം പിന്നെ കിട്ടിയതൊക്കെ എടുത്ത് കഴിക്കും. അപ്പം പിന്നെ ഷുഗർ വരാതിരിക്കൂ. നിങ്ങൾ നോക്കൂ, ഈ ഡോക്ടർമാരെ നിലനിർത്തുന്നത് നിങ്ങളാണോ അതോ ഡോക്ടർമാർ തന്നെയാണോ? ഡോക്ടർമാരെ നിലനിർത്തുന്നത് ആരാണ്? പറയൂ. നിങ്ങൾ രാവിലെ എണീറ്റ് കുറച്ചു നേരം ജപം, പ്രാണായാമം, ഓങ്കാരം, ഒരു BP ഇല്ല, ഒരു ഷുഗറും ഇല്ല. നിങ്ങൾക്ക് ഒരു മരുന്നും കഴിക്കണ്ട. മനസ്സിലായില്ലേ? ഇനി അത്യാവശ്യം ചില അലർജിയൊക്കെ വന്നാൽ അതിന് ചില മരുന്ന് നോക്കൂ. എനിക്കൊരു അനുഭവമാണ്. എനിക്ക് ആസ്മ വന്നു. ഞാൻ അനുഭവം പറയാം. ഈ നോൺ സ്റ്റോപ്പ് പ്രോഗ്രാം ആയിട്ട്, പ്രത്യേകിച്ച് ഈ സിറ്റികളായ ഈ ഡൽഹി, കൊൽക്കത്ത, ബോംബെ, ചെന്നൈ,
ബാംഗ്ലൂരൊക്കെ സിറ്റികളിലൊക്കെ അധികം ഓഡിറ്റോറിയത്തിലല്ലേ പ്രോഗ്രാം. അത് എയർ കണ്ടീഷൻ ഓഡിറ്റോറിയത്തിലായി കഴിഞ്ഞാൽ അത് ഈ കർപ്പൂരം കത്തിച്ചാൽ സ്വാഭാവികമാണ് അത് ഉള്ളിൽ കയറും. അപ്പൊ അങ്ങനെ എനിക്ക് പെട്ടു. അപ്പൊ എനിക്കിതിന് ഞാനൊരു മരുന്ന്, എനിക്ക് ഡോക്ടർ മരുന്ന് തന്നു. അല്ലാതെ പൾമണോളജിസ്റ്റ് എന്ന് പറയുന്നത് എക്സ്പേർട്ട്. കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് അപ്പൊ എന്നോട് പറഞ്ഞു ഈ മരുന്ന് കഴിക്കണം. ഞാനത് മരുന്ന് കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അധികം ഒന്നും ജീവിച്ചിരിക്കില്ല എന്ന്. കാരണം അത്ര ഹെവി മരുന്നുകളൊക്കെയാണ്. പിന്നെ എനിക്ക് ഓങ്കാരം പറഞ്ഞു, എനിക്കൊരു 4 ദിവസം കഴിച്ചിട്ടുണ്ടാവും. അപ്പൊ അവൻ ഡോക്ടർ നല്ലൊരു ഡോക്ടറായിരുന്നു. അദ്ദേഹം ആണെങ്കിൽ ആ മരുന്നിന് പൈസ വെച്ചില്ല. ഒരു 10,000 രൂപയുടെ മരുന്നുണ്ട്. അത്രയും പവർഫുൾ മരുന്നാണ്. പക്ഷേ നല്ല സുഖമൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഈ ഉള്ളിലുള്ള കഫത്തെ മുഴുവൻ അത് ഡ്രൈ ആക്കി ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. പക്ഷെ അത് ലങ്സിന്റെ ഒരു ഡെപ്തിനെ ബാധിക്കുന്നത് ഓങ്കാരം ചൊല്ലുമ്പോൾ എനിക്ക് പിടികിട്ടുണ്ട്. അപ്പൊ ഒരു വിദഗ്ധനായ മറ്റൊരാൾ പറഞ്ഞു, ഡിസ്റ്റിൽഡ് ഗോമൂത്രത്തിൽ അമൃതാരിഷ്ടം എന്നൊരു സാധനം ഉണ്ടല്ലോ, അമൃതാരിഷ്ടം, അമൃതവള്ളി കൊണ്ട്, അതായത് ചിറ്റാമൃതം എന്ന് പറഞ്ഞതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഇത്. ചിറ്റാമൃതം ഒരു ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന സാധനം. അതുപോലെ ആയുർവേദത്തിൽ കാണാം ദശമൂല കടുത്തറയെന്ന് കേട്ടിട്ടുണ്ടോ? ഇത് ഗോമൂത്രത്തിൽ, ഡിസ്റ്റിൽഡ് ഗോമൂത്രം വേണേ. ഡിസ്റ്റിൽഡ് എന്ന് പറഞ്ഞാൽ കള്ളു വാറ്റുന്ന പോലെ ഗോമൂത്രത്തെ വാറ്റിയെടുക്കണം. അപ്പൊ അതിലുള്ള എല്ലാ അത് നാടൻ പശു വേണം. വേറെ പശുക്കൾ സിന്ധിയും ജേഴ്സിയും അതുപോലെ തന്നെ HF ഒന്നും എടുക്കരുത്. നല്ല നാടൻ പശുണ്ട്. അതിൽ നിങ്ങൾ അമൃതാരിഷ്ടം ഒരു ഫുൾ ബോട്ടിൽ ചേർത്ത് കുറച്ച് കഴിച്ചു നോക്കും. നിങ്ങൾക്ക് കോൾഡ് എന്ന് പറയുന്ന സാധനം അടുത്തൂടെ വരില്ല. ഈ എന്റെ ആത്മയെ ഞാൻ അങ്ങനെ മാറ്റിയെടുത്തതാണ്. മനസ്സിലായില്ലേ? മാറ്റി എന്ന് പറയാൻ പറ്റില്ല, ഉള്ളിലുണ്ടാവും അത്. വീണ്ടും ഇടയ്ക്കൊന്ന് കഴിക്കണം, ഒന്നൊന്ന് പൊങ്ങി വരുമ്പോ. കാരണം കാലാവസ്ഥ മാറുമ്പോൾ അവൻ പൊങ്ങി വരും. അപ്പൊ വീണ്ടും അതിനൊന്ന് കഴിച്ചൊന്ന് ഒതുക്കി വെക്കണം. എന്നാലും അതുകൊണ്ടുള്ള ഉപദ്രവം തീർത്തുമില്ല. മനസ്സിലാവുണ്ടല്ലോ? ഇത് സാധിക്കുന്നതാണത്. അതുകൊണ്ട് ഞാൻ ആശ്രമത്തിൽ, ഞങ്ങൾക്കൊരു 10-40 പശുവുണ്ട്, നാടൻ പശുക്കള്. അവിടെ തന്നെ ഞാൻ ഡിസ്റ്റിൽഡ് തുടങ്ങി. ഇവിടെ കിട്ടും നിങ്ങൾക്ക് ആ ഗോമൂത്രം, ഡിസ്റ്റിൽഡ് ഗോമൂത്രം. അത് അമൃതാരിഷ്ടത്തിൽ ചേർത്ത് കഴിച്ച് ഞങ്ങള് കോവിഡ് സമയത്ത് ഞങ്ങളുടെ ആശ്രമത്തിൽ അത് കഴിക്കുമായിരുന്നു എല്ലാവരും ഇത്തിരി. അതുകൊണ്ട് ആർക്കും കോവിഡും വന്നില്ല. ഈ തരത്തിൽ അതിനെ പിടിച്ചു വെക്കാനുള്ള ഒരു കഴിവ് ഗോമൂത്രം അത്ഭുതമാണ്. അത് ഡിസ്റ്റിൽ ചെയ്യണം കേട്ടോ, ആവർത്തിക്കുകയാണേ. ഗോമൂത്രം ഒരിക്കലും അതുപോലെ എടുക്കാനേ പാടില്ല. അത് എന്ത് ചെയ്യണം? ഡിസ്റ്റിലിംഗ് ചെയ്യുക പറഞ്ഞാൽ എന്താണ്? അതിനെ വേവിച്ച് അതിന്റെ ആവിയാണ് ഡിസ്റ്റിൽഡ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നീരാവിയാക്കി എടുക്കണം. ആ നീരാവിയിൽ യാതൊരു അഴുക്കുകളും ഉണ്ടാവില്ല. അതത്ര പ്യൂരിഫൈഡ് ആയിരിക്കും. മനസ്സിലാവുണ്ടല്ലോ? ഗോമൂത്രത്തിന് ഈ ശക്തി ഉണ്ടെന്ന് അറിയുന്നത് കൊണ്ടാണ് പൂർവികര് ക്ഷേത്രങ്ങളിൽ ബിംബശുദ്ധിക്ക് വേണ്ടി പഞ്ചഗവ്യം ഉപയോഗിച്ചത്. പഴയ കാലത്തൊക്കെ നമ്മുടെ വീടുകളില് ഗോമൂത്രം എന്നുള്ള സാധനങ്ങളൊക്കെ, ഗോമൂത്രം അതുപോലെ ചാണകം, ഇതൊക്കെ പ്യൂരിഫിക്കേഷന് വേണ്ടി ഇന്നും കർണാടകയിൽ പല സ്ഥലങ്ങളിലും പ്രസവിച്ച സ്ത്രീകള് പ്രസവിച്ചു കഴിഞ്ഞാൽ ഗോമൂത്രം തളിക്കും. എന്തിനാ വെച്ചാൽ പല അണുബാധകളൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഇപ്പോഴും ഈ കൾച്ചർ ഗ്രാമപ്രദേശങ്ങളിൽ, ഞാൻ പറയുന്നത് പഴയ കാലം മുതൽ അവര് നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ട് ചാണകം മെഴുകിയിരുന്നില്ലേ? ഈ എന്താണ് പിണ്ടകർമ്മങ്ങളൊക്കെ ചെയ്യാൻ എന്താ ചെയ്തിരുന്നത്? ശ്രാദ്ധ കൂട്ടാനൊക്കെ എന്താ ചെയ്യാ? ചാണകം മെഴുകും ഇല്ലേ? ഉണ്ടോ? ഇല്ല. ഇനിയിപ്പോ ഓണം വരികയാണ്, അത്തപ്പൂക്കളം മറ്റങ്ങോട്ട് തുടങ്ങി എല്ലാം ചാണകം മെഴുകുമായിരുന്നു. ഒരുവിധം ഒരു ദൈവീക ചടങ്ങിനൊക്കെ ഇപ്പോഴും ക്ഷേത്രങ്ങളിൽ കർമ്മങ്ങൾക്കൊക്കെ ചാണകം തന്നെ. അതിനത്ര ഒരു പവർ ഉണ്ട്, അതിനത്രയും പവർ ഉണ്ട്. മനസ്സിലായില്ലേ? വെറുതെ അല്ല കൃഷ്ണൻ പശുക്കളുടെ കൂടെ കളിച്ചത്. ഈവൻ നല്ല നാടൻ പശുവിന്റെ ചാണകത്തിൽ നിൽക്കുന്ന ഭസ്മം ഉണ്ടല്ലോ, അത് ലേശം നിങ്ങൾ വെള്ളത്തിലിട്ട് കുറച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിച്ചാൽ അത് ആൽക്കലിൻ വെള്ളമാണ്. ഒരു ആസിഡ് വെള്ളത്തെ ആൽക്കലിൻ വെള്ളമാക്കാനുള്ള കഴിവ് ഏതിനുണ്ട്? ഭസ്മത്തിന്, നാടൻ പശുവിന്റെ ഭസ്മത്തിനുണ്ട്. അതാണ് പഴയ ആളുകളുണ്ടല്ലോ, ശരീരത്തിലെ നീര് വലിക്കാൻ ഏറ്റവും ശക്തിയുള്ള മരുന്നാണ് ഭസ്മം. പണ്ടുള്ള കാരണവന്മാരൊക്കെ ഭസ്മം തേക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? നെഞ്ചിൽ തേക്കും, ഷോൾഡറിൽ തേക്കും, കയ്യിൽ തേക്കും. ഉണ്ടോ? ഇവിടെ തേക്കും. ആണോ?
കാലിൽ തേക്കും. കണ്ടില്ലേ? എന്തിനാ അവിടെയൊക്കെ തേച്ചത്? ഇത് വാരി തേച്ചതാണോ കിട്ടുന്നിടത്തൊക്കെ? ഇതെല്ലാം നീര് വന്ന് കൂടാൻ സാധ്യതയുള്ള, നമ്മളിത് അറിയുന്നില്ല. ഇപ്പൊ നമ്മുടെ ഈ കൈയുടെ ഈ ഭാഗത്തുണ്ടല്ലോ, നമ്മൾ അറിയുന്നില്ല നീരവിടെ അടിഞ്ഞു കൂടുന്നുണ്ട്. കുറെ കഴിഞ്ഞാൽ കൈയൊന്നും അതങ്ങോട്ട് ഭയങ്കര ഇൻഫ്ലമേഷനായി. മനസ്സിലായില്ലേ? ഇതൊക്കെ പണ്ടുള്ളവര് കണ്ടെത്തിയ കാര്യങ്ങളായിരുന്നു. ഇന്നിപ്പോൾ കുറെ ഇത് മനസ്സിലാക്കി വരുന്നുണ്ട്. പഴയ കാലത്തുള്ള പലതും ആചരിച്ചിരുന്നതിൽ ചില ശാസ്ത്രം ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഉണ്ടായിരുന്നോ ഇല്ലയോ? ഓരോ കാര്യങ്ങൾ നോക്കൂ നിങ്ങൾ. പഴയ കാലത്തിൽ നിൽക്കട്ടെ. ഏതായാലും ഞാൻ ഇതൊക്കെ പറഞ്ഞു വരാൻ കാരണം, ഞാൻ നേരത്തെ യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്ത സ്വപ്ന അവബോധം. മനസ്സിനെ ഏതിലേക്ക് ഉയർത്തണം? ഉറക്കെ പറയൂ. അവബോധത്തിലേക്ക് ഉയർത്തണം. അപ്പോഴാണ് ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുക. അപ്പൊ ലക്ഷ്യം എന്നത് നിരന്തരമായ അനുഷ്ഠാനത്തിലൂടെ എത്തിച്ചേരണം. അപ്പൊ രണ്ട് വാക്കുകൾ മറക്കരുത്: അനുഷ്ഠാനവും പൂർണ്ണബോധവും. എന്താണ്? നിരന്തരമായ അനുഷ്ഠാനത്തിലൂടെ എവിടെ എത്താം? അതാണ് എൻ്റെ ജീവിതം. ഞാൻ പൂർണ്ണതയിൽ നിന്നും വന്ന് പൂർണ്ണതയിലേക്ക് എത്തിച്ചേരേണ്ട ആളാണ്. അപ്പൊ മന്ത്രം ഓർക്കണം. എന്താ മന്ത്രം? പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദശ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ. അപ്പൊ നോക്കൂ, എന്തൊരു സത്യമുണ്ട്. നമ്മുടെ ജീവിതം ആർക്കോ വേണ്ടി കരയാനാണോ? ആർക്കോ വേണ്ടി ഇരുന്ന് ചൊറി പറയാനാണോ? എന്താ ഒന്നും മിണ്ടാത്തത്? ആർക്കോ വേണ്ടി ദുഃഖിക്കാനാണോ? എന്താ ഉറക്കെ പറയാത്തത്? ആണോ? എന്തിനാ വന്നത്? പൂർണ്ണതയിലേക്ക് എത്തണം. അനുഷ്ഠാനത്തിലൂടെ പൂർണ്ണതയിലേക്ക് എത്തണം. പറയൂ. എത്തണോ? എത്തണോ? എത്ര പേർക്ക് എത്തണം എന്നുണ്ട്? അതിനെന്ത് ചെയ്യണം? എന്നിട്ടാണ് രാവിലെ 8 മണി വരെ കടന്നുറങ്ങിയിട്ട് എന്താ അനുഷ്ഠാനം? അപ്പൊ കാലത്ത് നേരത്തെ എണീക്കണം, ജപിക്കണം, ഇതൊക്കെ പരിശീലിക്കണം. ഒരു അമ്പലത്തിലും പോയാൽ എന്ത് ചെയ്യണം? ഒരു 108 തവണയൊക്കെ നാമം ജപിച്ച് ശീലിച്ചാൽ നിങ്ങളറിയാതെ പതുക്കെ പതുക്കെ ശനൈ ശനൈരുപരമേത് ബുദ്ധ്യാധൃതി ഗൃഹീതയാ. ഗീതയിൽ 6-ാം അധ്യായത്തിൽ 24, 25. ശനൈ ശനൈരുപരമേത് ബുദ്ധ്യാധൃതി ഗൃഹീതയാ ആത്മസംസ്ഥം മനഃകൃത്വാ ന കിഞ്ചിദപി ന ചിന്തയേത് യതോ യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യേതത് ആത്മന്യേവ വശം നയേത്. ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞ കാര്യമാണ്. ശനൈ ശനൈ, പതുക്കെ 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 അവസാനം ആത്മനി ഏവ വശം നയേത്. ആത്മനി വശം നയേത് എന്ന് പറഞ്ഞാൽ മനസ്സ് പരമാത്മാവിന്റെ വശത്തിലേക്ക് നയിക്കപ്പെടും. നയിക്കപ്പെടുക പറഞ്ഞാൽ, നയിക്കപ്പെടുന്ന പറഞ്ഞാൽ മുന്നോട്ട് മുന്നോട്ട് അങ്ങനെ പോവും. ആരുടെ അടുത്തേക്ക്? ആരുടെ അടുത്തേക്ക്? ഭഗവാൻ പരമാത്മാവിന്റെ അടുത്തേക്ക്. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിലെ ഒടുവിലെ വരി, കർമ്മമശേഷം ഒടുങ്ങുമ്പോൾ, കർമ്മങ്ങളൊക്കെ ഒടുങ്ങിക്കഴിഞ്ഞാൽ ജീവനും കുതിക്കുന്നു ബ്രഹ്മത്തെ കണ്ടിട്ട് ബ്രഹ്മസായുജ്യം കൈവരും അപ്പോഴേ. അങ്ങനെയല്ലേ പറഞ്ഞു നിർത്തുന്നത്? പൂന്താനം പറഞ്ഞു നിർത്തുന്നത് അങ്ങനെയല്ലേ? ആണോ? ജീവനും കൊതിക്കല്ല, കുതിക്കുന്നു. പശുക്കുട്ടിയെ പോലെ ജീവനും കുതിക്കുന്നു ബ്രഹ്മത്തെ കണ്ടിട്ട് ബ്രഹ്മസായുജ്യം കൈവരും അപ്പോഴേ. അപ്പൊ എന്തിനാ മനുഷ്യൻ ജീവിക്കുന്നത്? എന്തിനാ ജീവിക്കുന്നത്? ബ്രഹ്മസായു. അതിന്റെ പേരാണ് പൂർണ്ണബോധം. ഈ ബോധം എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ കെടാവിളക്ക് പോലെ വെക്കണം. ഞാൻ എന്തിനാ ഭൂമിയിൽ വന്നത്? കാലത്ത് എണീറ്റാ നമ്മളെ ഓർമ്മിപ്പിക്കണം. എന്തിനാ ഞാൻ രാവിലെ എണീറ്റത്? ദോശ ഇഡ്ഡലി ഉണ്ടാക്കാനോ വീട്ടിലുള്ള പ്രാരബ്ധം തീർക്കാനാണോ വന്നത്? അല്ല. ഞാൻ എന്തിനാ വന്നത്? എൻ്റെ ജീവിതം പൂർണ്ണതയിലേക്ക് എത്തിക്കണം. അതിന് ഞാൻ അനുഷ്ഠാനങ്ങൾ ചെയ്യണം. ഈ ബോധം എത്ര പേർക്ക് ശരിക്കും വന്നിട്ടുണ്ട്? നന്നായി.
ഇനി നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, നിങ്ങൾ രാവിലെ എണീറ്റ് ജപിച്ചിട്ടുണ്ടാവും. അല്ലാത്തവർക്ക് ഈ ജന്മമല്ല, എത്ര ജന്മായാലും പഠിച്ചത് ഈ പാടിയത് തന്നെ പാടി നരകിച്ചു തീർക്കണം. കാരണം അവരൊരു കാലത്തും നന്നാവാൻ ശ്രമിക്കില്ല. ആർക്ക് രക്ഷപ്പെടുത്താൻ പറ്റും? കാരണം നമ്മളെ ഹിന്ദുക്കൾ വഴിതെറ്റിപ്പോയത്, നമ്മുടെ വിചാരം നമ്മൾ നന്നാവണ്ട, നമ്മളെ ഭഗവാൻ നന്നാക്കി തരുന്ന. ആര് നന്നാക്കി തരും? അങ്ങനെ ഒരു ബോധം നിങ്ങൾക്കൊക്കെ ഇല്ലേ? ഉണ്ടോ? ഒരു ഭഗവാനും നമ്മളെ ആരെയും നേരെയാക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം ഓരോരുത്തരുടെ മനസ്സും സ്വതന്ത്രമാണ്. സ്വതന്ത്രമായ ഒരു മനസ്സിനെ നേരെയാക്കാൻ, കാരണം അവനവന് തീരുമാനിക്കാം നന്നാവണോ. ഭഗവാൻ ശ്രീകൃഷ്ണൻ നല്ലതൊക്കെ ഉപദേശിച്ചു ദുര്യോധനന്. ആ കൃഷ്ണന്റെ മുഖത്ത് നോക്കി ദുര്യോധനൻ പറഞ്ഞെന്താ അറിയോ? എനിക്ക് കൃഷ്ണ നിന്റെ ഉപദേശമൊന്നും വേണ്ട. ജാനാമി ധർമ്മം ജാനാമ്യ ധർമ്മം നജമേ നിവൃത്തി ന പ്രവൃത്തി. എനിക്ക് ധർമ്മവും അറിയാം അധർമ്മവും അറിയാം. എന്നെ നീ ധർമ്മം പഠിപ്പിക്കണ്ട. ഞാൻ ധർമ്മമൊട്ട് ചെയ്യാനും പോകുന്നില്ല, അധർമ്മത്തിൽ നിന്ന് മാറാനും പോകുന്നില്ല. ഇത് തീരുമാനിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് തീരുമാനിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികൾ പറയാറില്ലേ, എന്നെ ഉപദേശിക്കണ്ട, ഞാൻ ഇങ്ങനെ ജീവിച്ചോളാം പറയാറില്ലേ? അവരൊക്കെ ദുര്യോധന്റെ കുടുംബത്തിൽപ്പെട്ടതാ. ആരെ കുടുംബത്തിൽ? ദുര്യോധന്റെ കുടുംബത്തിൽപ്പെട്ടതാ. അതായത് നിങ്ങളൊന്നും പറഞ്ഞ് എന്നെ നന്നാക്കണ്ട, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചോളാം. ഇനി നിങ്ങൾക്ക് എന്നെ അങ്ങനെ കണ്ടുകൂടാമെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങിത്തരാം. അപ്പ ഇറക്കി വിട്ടാൽ മതിയെന്നോ? എന്നാ പിന്നെ അത് നേരെ ആവുമായിരുന്നു. പക്ഷെ അതിനെ ഇറക്കി വിടില്ല, അങ്ങനെ ഉള്ളിൽ ഇറക്കി നടക്കും. ഇതൊക്കെയാണ് ദുരിതങ്ങൾ അനുഭവിക്കുന്നത്. ആണോ? അതുകൊണ്ട് മറ്റൊരാളെ നേരെയാക്കി ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. ഭഗവാൻ വിചാരിച്ച പോലും നമ്മളെ നേരെയാക്കാൻ പറ്റില്ല. ഭഗവാൻ വിചാരിച്ചാൽ പോലും നമ്മളെ നേരെയാക്കാൻ പറ്റില്ല. എന്താ കാരണം? നമ്മൾ തന്നെ വിചാരിക്കണം. അത് പണ്ടുള്ള കാരണവന്മാര് പറയാറില്ലേ, നിനക്ക് നന്നാവണമെന്ന് നിനക്ക് തോന്നണമെന്ന് പറയും. കേട്ടിട്ടില്ലേ? അപ്പൊ ആർക്കും നേരെയാക്കാൻ പറ്റില്ലല്ലോ. സാക്ഷാൽ കൃഷ്ണന് പറ്റിയിട്ടില്ല. കൃഷ്ണന്റെ കുലം അവസാനം തമ്മിൽ തല്ലി മരിക്കുന്ന കഥയാണ്. യാദവ വംശത്തിന്റെ നാശമാണ് ഭാഗവതത്തിന്റെ ഒടുവിൽ എഴുതിയത്. നിങ്ങൾ നോക്കൂ, രാമായണത്തിൽ നോക്കൂ, അവസാനം സീതാദേവിയെ അഗ്നിസാക്ഷിയായി കൊണ്ടുവന്ന രാമന് ആ ഗർഭിണിയായ സീതയെ കൂടെ നിർത്താൻ പറ്റിയിട്ടുണ്ടോ? അപ്പൊ അവതാരമൂർത്തികൾക്ക് പോലും ജീവിതത്തിന്റെ വിധികളിലൂടെ കടന്നു പോവേണ്ടതായിരുന്നു. പക്ഷെ അവരൊന്നും മാനസികമായി തളർന്നില്ല. ഇത് ഉൾക്കൊണ്ടു സീതാദേവി കരഞ്ഞിരുന്നോ? ഇതുപോലെയാണ് ജീവിതത്തിൽ നമുക്ക് ആർക്കും വേണ്ടിയിട്ടുള്ള ജീവിക്കുന്നത്. ഇതൊക്കെ കല്യാണത്തിന് മുമ്പ് പറഞ്ഞോളൂ, സുന്ദരൻ ഞാനും സുന്ദരി നീയും ചേർന്നിരുന്ന തിരുവോണം എന്നൊക്കെ. പക്ഷെ നിങ്ങളൊരു സുന്ദരനും സുന്ദരിയായിട്ട് ഇരിക്കാൻ കാലം നിങ്ങളെ എന്താ മിണ്ടാത്തത്? അനുവദിക്കില്ല. കാരണം കൂടിയല്ല ജനിക്കുന്ന നേരത്തും ഈ സത്യം മനസ്സിലായാൽ നിങ്ങൾ വേറൊരാൾക്ക് വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത്? ആണോ? അല്ല. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കൂ. നമ്മൾ പൂർണ്ണതയിലേക്കുള്ള ഒരു യാത്രയിലാണ്. ഇതിലേക്കുള്ള യാത്ര ഇതെന്തിനാ ഞാൻ ആവർത്തിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മറന്നു പോകരുത്. ജീവിതം പൂർണ്ണമായ ബോധത്തിലിരിക്കണം. പൂർണ്ണതയിലേക്കുള്ളൊരു യാത്രയിലാണ് ഞാൻ. ഒന്ന് പറയൂ. ഉള്ളൊരു യാത്രയിലാണ്. അതാ ഉറപ്പിക്കണം. കാലത്തെണീറ്റ് അങ്ങോട്ട് ഉറപ്പിക്കണം. പൂർണ്ണതയിലേക്കുള്ളൊരു യാത്രയിലാണ് ഞാൻ. എന്റെ ജീവിതം അതാണ്. ആ പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ ഞാൻ അനുഷ്ഠാനങ്ങൾ ചെയ്ത് എന്റെ മനസ്സ് പതുക്കെ ആ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരും. മനസ്സിലായില്ലേ? മനസ്സിലാവുണ്ടോ? അവിടെ എവിടെയാ ദുഃഖമുള്ളത്? അവിടെ എവിടെയാ കരഞ്ഞിരിക്കാനുള്ളത്? അവിടെ എവിടെയാ വിഷമം പറയാനുള്ളത്? അവിടെ എവിടെയാ പരിഭവത്തിന് സ്ഥാനം ഉണ്ടോ? നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾ ഈ ഞാൻ പറയുന്നത് പോലെ ജീവിച്ചാൽ ഇനി നിങ്ങൾക്ക് ആരോടും ഒരു പരിഭവവും പരാതിയൊന്നും ഉണ്ടാവില്ലേ? അതൊക്കെ അതിന്റെ പാട്ടിൽ കിടക്കും. അതൊന്നും നമുക്ക് വിചാരിച്ചാൽ നേരെയാക്കി എടുക്കാൻ പറയൂ സാധ്യല്ല. കൃഷ്ണൻ പോലും അത് ഉൾക്കൊണ്ട ആളാണ്. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് കൃഷ്ണൻ ദ്വാരകയിലേക്ക് പോവാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ഗാന്ധാരി പറയുന്നത്, കൃഷ്ണ
എന്റെ കൂടെ നീ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് വരണം എന്ന് ഭഗവാൻ പറഞ്ഞു. എനിക്ക് പോകണമല്ലോ അമ്മേ, എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തണ്ട. പറഞ്ഞു നീ വരണം, എന്റെ കൂടെ വരണം, എന്റെ മക്കള് മരിച്ച സ്ഥലം എനിക്കിന്ന് കാണണമെന്ന് വാശി പിടിച്ചു. അവസാനം സഞ്ജയനും കുന്തി ദേവിയും ഉത്തരയും പാഞ്ചാലിയും ഒക്കെ അടക്കമുള്ള ഒരു വലിയ സ്ത്രീ ഗ്രൂപ്പിന്റെ കൂടെ കൃഷ്ണനും എവിടെ പോയി? കുരുക്ഷേത്ര യുദ്ധഭൂമി കാണാൻ പോയി. യുദ്ധത്തിന് ശേഷം സഞ്ജയനോട് ചോദിച്ചു, പറയൂ സഞ്ജയ, എവിടേക്കാണ്, എന്തൊക്കെയാണ് നടന്നത്? സഞ്ജയൻ ഓരോ കഥകൾ പറയാണ്. ഇവിടെയാണ് ദ്രോണരെ അമ്പെയ്ത് വീഴ്ത്തിയത്, ഇവിടെയാണ് ദുശാസനന്റെ മാറ് കീറിയത്, ഇവിടെയാണ് അഭിമന്യു ചക്രവ്യൂഹത്തിൽപ്പെട്ട് മരിച്ചത്, ഇവിടെയാണ് ജയദ്രഥനെ കൊന്നത്. ഓരോ കഥകളും ഘടോത്കചൻ ഇങ്ങനെ പറഞ്ഞ് ഓരോരുത്തരെ കഥകളും പറഞ്ഞ് കർണൻ അവസാനം ദുര്യോധനന്റെ അടുത്തെത്തിയപ്പോഴാണ് ഗാന്ധാരി പൊട്ടി കരയാൻ തുടങ്ങി. ഗാന്ധാരി ഇതെല്ലാം കഴിഞ്ഞ കൃഷ്ണന്റെ മുഖത്ത് നോക്കി, എന്റെ കള്ളച്ചിരി, എന്റെ കുലം തകർത്തില്ലേ കൃഷ്ണ, എന്റെ കുലം നശിപ്പിച്ചില്ലേ നീ? ഗാന്ധാരിക്ക് കൃഷ്ണനോട് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഇതിനൊരു കാരണം ഉണ്ടായിരുന്നു. ആരെങ്കിലും പറയാൻ പറ്റുമോ? ഗാന്ധാരിക്ക് കൃഷ്ണനോടൊരു വിരോധം, ഭയങ്കര വിരോധം. എന്തായിരുന്നു അറിയോ? ഗാന്ധാരി തന്റെ ശക്തി മുഴുവൻ ദുര്യോധനന് കൊടുക്കുന്ന ഒരു രംഗമുണ്ട്, കേട്ടിട്ടുണ്ടോ അത്? പക്ഷെ പറയുന്നത് വിവസ്ത്രനായി വരണം എന്നാണ്. പക്ഷെ അമ്മയുടെ മുന്നിൽ ഇങ്ങനെ വിവസ്ത്രനായി പോവുക. അപ്പോ അടിവസ്ത്രങ്ങളൊക്കെ ധരിച്ച് ആരെടുത്തെത്തി? അമ്മയുടെ മുന്നില്. ആ ദുര്യോധനൻ മനസ്സിലാക്കിയ ഈ അമ്മ എന്തിനാണ് ഇങ്ങനെ വരാൻ പറഞ്ഞതെന്ന്, കല്യാണ ദിവസം കണ്ണ് കെട്ടിയ ആ കണ്ണിന്റെ കെട്ട് മകന് വേണ്ടിയിട്ട് അമ്മ അഴിച്ചു മാറ്റി. താൻ ആർജിച്ച ശക്തി മുഴുവൻ ആർക്ക് കൊടുത്തു? ആ സമയത്ത് അമ്മയുടെ കണ്ണിൽപ്പെട്ടു. ദുര്യോധനൻ അടിവസ്ത്രം ധരിച്ചത് കൊണ്ട് എവിടെയാണോ വസ്ത്രം കവർ ചെയ്തിരിക്കുന്നത് അവിടെ തന്റെ ശക്തി ഒരിക്കലും ഏൽക്കില്ല. അതുകൊണ്ടാണ് വസ്ത്രം ഉടുക്കാതെ വരാൻ പറഞ്ഞത്. പക്ഷെ അമ്മയുടെ മുന്നിൽ എങ്ങനെ ചെയ്യുന്നുള്ളത് കൊണ്ട് വസ്ത്രം ഉടുത്തു. എന്നാലും ഗാന്ധാരിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്ത്? ഗദ ഒരിക്കലും അരയ്ക്ക് താഴെ ഉപയോഗിക്കില്ല എന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഈ കഥ ഞാൻ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ നിങ്ങള്? ഒരു ഘട്ടത്തിൽ ഭീമസേനൻ തളരുന്ന സമയത്ത് കൃഷ്ണൻ തുടയിലടിച്ച് ഭീമസേനന് പ്രചോദനം കൊടുക്കാനെന്ന വ്യാജേന തുടയിൽ തട്ടിയപ്പോൾ ഭീമസേന് മനസ്സിലായി, ഇത് പ്രചോദനം തരാൻ വേണ്ടിയല്ല, ഇത് വഴിയുള്ളൂ. ഇതേ ദുര്യോധനനെ വീഴ്ത്താനൊരു ഒട്ടും ആലോചിച്ചില്ല. ഇത് തെറ്റാണ്, അധർമ്മമാണെന്ന്, കൃഷ്ണന്റെ നിർദ്ദേശമാണെന്ന് മനസ്സിലാക്കി കടിച്ചങ്ങോട്ട് തകർത്ത് കളഞ്ഞു. അങ്ങനെയാണ് ഭീമസേനന്റെ അടിയേറ്റ് ദുര്യോധനൻ തുടയിൽ പൊട്ടി ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വീഴുന്നത്. ഇത് കൃഷ്ണൻ ചെയ്ത ചതിയാണ്. കൃഷ്ണൻ ഇത് കാണിച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ എൻ്റെ മകനെ കൊല്ലാൻ ഭീമസേനന് ഈ പ്രതികാരം മുഴുവൻ ആരുടെ ഉള്ളിൽ? ഗാന്ധാരിയുടെ ഉള്ളിൽ. അവിടെ വെച്ച് പറഞ്ഞു, കൃഷ്ണ, ഇന്ന് നീ ചിരിക്കും, പക്ഷെ ഈ മുഖത്ത് ഞാൻ കണ്ണുനീര് ചാർത്തും. ഇന്ന് തൊട്ട് 36 വർഷം കഴിഞ്ഞാൽ നിന്റെ കുലം തല്ലി തകരുന്നതിന് കണ്ട് കരഞ്ഞുകൊണ്ട് പോകും കൃഷ്ണ. കൃഷ്ണനെ ശപിച്ച അമ്മയാണ്. ആലോചിച്ച് നോക്കൂ. ഇപ്പൊ കൃഷ്ണനായാലും ഇത്തരം ശാപം കൊള്ളേണ്ടതുണ്ട്, അല്ലേ? മനസ്സിലാവട്ടെ ഞാൻ പറയുന്നത്. അവതാരമൂർത്തികൾക്ക് പോലും ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ കാണേണ്ടതായി ഉറക്കെ പറയൂ. അപ്പം ഏതോ ദൈവം നമ്മുടെ പ്രശ്നം പരിഹരിക്കും എന്ന് വിചാരിക്കുന്നതാണോ ശരി? അതോ അവനവന്റെ അനുഷ്ഠാനത്തിലൂടെ പൂർണ്ണതയിലേക്ക് എത്തണം എന്നതാണോ ശരി? ഇതാരും പറഞ്ഞു. പക്ഷെ മനസ്സിലാക്കൂ, നമ്മൾ പ്രാർത്ഥിക്കാനല്ല വന്നത്, അനുഷ്ഠാനം പരിശീലിക്കാനാണ് വന്നത്. ഈ പരിശീലനത്തിലൂടെ വേണം നമ്മളെ
പടിയാറും കടന്ന് അവിടെ എത്തുമ്പോൾ ആരെ കാണാം? ശിവനെ കാണാം. ഇതൊക്കെ നമ്മൾ പരിശീലിക്കണം. ഡെയിലി നാമം ചൊല്ലുന്നവർ എത്ര പേരുണ്ട്? നന്നായി. നുണയെങ്കിലും നിങ്ങൾ പറയുമല്ലോ. അതിനൊരു കഴിവുണ്ട്. കുറച്ചു പേരൊക്കെ നുണയാ പറയണത്. എന്നും നാമം ചൊല്ലുന്നു എന്ന് പറയുന്നത് ഇത്തിരി നുണയുള്ളവരുമുണ്ട്. സത്യമാണോ? അല്ലെങ്കിൽ പെരുമ്പാവൂരുകാർ നല്ലവർ തന്നെയാണ്. അല്ല, നിങ്ങൾ വെറുതെ പറയില്ല. നിങ്ങൾക്ക് ആ ഒരു കൾച്ചറുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞാൽ നിങ്ങൾ നുണ പറയുന്നത്. എനിക്ക് കാണും പറയാം നിങ്ങളൊക്കെ ചൊല്ലുന്നവരാണ്. ഏതായാലും നാമജപം നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ മനസ്സ് ക്രമേണ ക്രമേണ ഉയരും. ഒരു സംശയമില്ല. ഇത് ബോധ്യമുള്ളവർ എത്ര പേരുണ്ട്? ഞാൻ പറയുന്നത് മനസ്സിന് ആ മനോബലം വരും. ഇത് തെളിയിക്കേണ്ടവരാണ് നമ്മൾ. ഏതായാലും നമ്മൾ കൃഷ്ണന്റെ കഥകളിലൂടെ തുടർന്ന് പോവുകയാണ്. കൃഷ്ണൻ അവതരിച്ച ഉടനെ തന്നെ ഒരു കുഞ്ഞു കൃഷ്ണനായി മാറി. പിന്നീട് വാസുദേവർ അവിടെ നിന്നും ഒരു കൊട്ടയിലൊക്കെ കിടത്തി അങ്ങനെ കൊണ്ടുപോയി നേരെ വസുദേവര് ഗോകുലത്തിൽ നന്ദഗോപ ഗൃഹത്തിലെത്തിച്ചു. അവിടുന്ന് പ്രസവിച്ച യശോദാദേവി പ്രസവിച്ച പെൺകുട്ടിയെ കൊണ്ടുവന്നു. ആ പെൺകുട്ടിയെ കംസൻ കൃഷ്ണനാണെന്ന് തെറ്റിദ്ധരിച്ച് കൊല്ലാനായിട്ടൊക്കെ പിടിച്ചു. ആ കുട്ടി മറഞ്ഞുപോയി. പോകുമ്പോ പറഞ്ഞു, പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു. ഏതായാലും വൃന്ദാവനത്തിലെ നന്ദഗോപ ഗൃഹത്തിൽ കൃഷ്ണൻ വളരുമ്പോ ആ കൃഷ്ണന്റെ ആ ഒരു തേജസ് അത് കണ്ട് ഗോപികമാരൊക്കെ കൃഷ്ണനോട് അത്രയും അങ്ങോട്ട് ആകർഷിതരായി. അതിനിടയ്ക്ക് കൃഷ്ണൻ അവിടെ വരുന്നതിന് മുമ്പ് രോഹിണി പ്രസവിച്ച് ആര് വന്നു? ബലരാമൻ വന്നു. അപ്പൊ ആ വീട്ടിൽ നല്ല ഉത്സവമായി. കാരണം 2 കുട്ടികളാ വന്നിരിക്കുന്നത്. അതിന്റെ ഒരു ആനന്ദം, ഉത്സവം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കംസന്റെ പ്രത്യേക നിർദ്ദേശവുമായിട്ട് നല്ല സുന്ദരിയുടെ രൂപത്തിൽ ഒരു പെണ്ണ് അങ്ങോട്ട് കടന്നു വരുന്നു. ആര്? പൂതന. അവളാണ് ആദ്യകാലത്ത് പാലിൽ വിഷം ചേർത്ത ഫുഡ് അഡൾട്രേഷന്റെ ആള്. ഫസ്റ്റ് ഫുഡ് അഡൾട്രേഷൻ ചെയ്ത ആളാണ് ആര്? പൂതന, ഇല്ലേ? അങ്ങനെ അവളുടെ മുലയിൽ വിഷമൊക്കെ പുരട്ടി അങ്ങനെ കൃഷ്ണനാണെന്നൊന്നും അറിയില്ല അവൾക്ക്. കുട്ടികളെ കൊല്ലാനാണ് കംസൻ നിർദ്ദേശം കൊടുത്തത്. അപ്പൊ അവിടെ 2 കുട്ടികളുണ്ട് എന്ന് പറഞ്ഞു. ആ തട്ടിക്കളയാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് കയറി വന്നത്. അപ്പൊ അവിടെ തൊട്ടില് പണ്ടൊക്കെ ഈ വീടിന്റെ പോർട്ടിക്കോ ഭാഗത്തൊക്കെ തൊട്ടിലൊക്കെ തുണിയിലൊക്കെ കെട്ടി കുട്ടികളെ അതിലിടും. അപ്പൊ അങ്ങനെ 2 ഇങ്ങനെ തൊട്ടിലിങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവള് നോക്കി. അപ്പൊ ഇവളാണെങ്കിലോ പറമ്പിലേക്ക് കാല് വെച്ച നിമിഷം, അതുവരെ കൃഷ്ണൻ കണ്ണു തുറന്ന് കിടന്നായിരുന്നു. ഇവളങ്ങോട്ട് കാല് വെച്ചതും ചരാചരാത്മാ നിമീലിതക്ഷണ. കൃഷ്ണൻ എന്ത് ചെയ്തു? കണ്ണടച്ചു. എന്നായിരിക്കും കൃഷ്ണൻ കണ്ണടച്ചത്? എന്തിനായിരിക്കും കൃഷ്ണൻ കണ്ണടച്ചത്? അവളുടെ വേഷം കെട്ട് കണ്ടിട്ടോ? നാം മിക്കവാറും ഗുരുവായൂരിൽ കൃഷ്ണൻ കണ്ണു തുറക്കുകയില്ല. കാരണം വരുന്ന ഒട്ടുമുക്കാലും ഒക്കെ ഒരു വേഷം തന്നെയായിരിക്കും. ആണോ? അപ്പോ കൃഷ്ണൻ കണ്ണടച്ചു. കൃഷ്ണൻ കണ്ണു തുറന്നില്ല. എന്തിനാ? നമുക്ക് പിന്നീട് നോക്കാം. ഏതായാലും അവള് കൃഷ്ണനെ വാരിയെടുത്തപ്പോ അവിടുത്തെ യശോദാദേവിയും രോഹിണിയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അവര് വിചാരിച്ചു അടുത്തുള്ള ഏതെങ്കിലും ഗ്രാമത്തിലെ, അന്നത്തെ കാലഘട്ടത്തില് പ്രത്യേകത ഉണ്ട്. കാരണം ആ ഗ്രാമങ്ങളിലൊക്കെ ഒരു കുഞ്ഞു പ്രസവിച്ചാൽ പാലുള്ളവര് വന്ന് പാല് കൊടുക്കും. അതൊരു പഴയ കാലത്തെ സംസ്കാരമാണ്. നിങ്ങളുടെ പലരും കുട്ടിക്കാലത്ത് അതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? ഉണ്ടായിരുന്നോ? നിങ്ങളുടെയൊക്കെ കാലത്ത് ഉണ്ടായിരുന്നു അത്? എത്ര പേരുടെ കാലഘട്ടത്തിൽ അത് കണ്ടിട്ടുണ്ട്? അപ്പൊ നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇല്ലേ? പാലുള്ള സ്ത്രീകൾ വന്ന് കുഞ്ഞുങ്ങൾക്ക് പാല് കൂട്ടുന്ന പഴയ ഇപ്പോഴൊക്കെ പോയി, ഇനി നടക്കില്ല. ഏതായാലും അതുകൊണ്ട് തന്നെ പൂതനയെ ആരും സംശയിച്ചില്ല. കാരണം ഇങ്ങനെ പാല് കൊടുക്കുന്ന അടുത്ത ഗ്രാമത്തിലെ ഏതൊരു കാണാൻ സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീ എന്നുള്ള രീതി കണ്ടു. എന്നാൽ ഇവള് വലിയൊരു മനുഷ്യ ബോംബാണ്, പാകിസ്ഥാനിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു. ഇതൊരു ചാവേർ സാധനമാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് അറിയില്ല. ഏതായാലും അവൾ എടുത്തു, കൃഷ്ണനെ മടിയിലിരുത്തി അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. ഇപ്പം ചാവെന്നുള്ള രീതിയിൽ അവള് കാണുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോഴല്ലേ അവൾക്ക് നെഞ്ചുനീറ്റം തുടങ്ങി. ഭയങ്കരമായിട്ട് ശ്വാസം പിടിക്കാനില്ല, ശ്വാസം അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. നെഞ്ചു മുഴുവൻ അങ്ങനെ വലിഞ്ഞു മുറുകണു. കുറെ കഴിഞ്ഞ് അവൾ അലറി, മുഞ്ചേതി ഉറക്കെ, എന്നെ വിടൂ എന്നൊക്കെ.
അവൾ അലറുമ്പോഴും അവൾ ആ നെഞ്ചിന്റെ ആ ഒരു പിടുത്തത്തിന്റെ തീവ്രത കൂടിക്കൂടി വരികയാണ്. കണ്ണൊക്കെ അങ്ങനെ പുറത്തേക്ക് തള്ളാൻ തുടങ്ങി, ശ്വാസം കിട്ടുന്നില്ല. അലറി അവള് ഉറക്കെ അലറുമ്പോഴേക്കും അവളിലെ പൂതന എന്ന ഭാവം പുറത്തേക്ക് വന്നു. അവളുടെ ശരീരം അങ്ങനെ ബലൂൺ വീർപ്പിച്ച പോലെ അങ്ങനെ വലുതായി അവളുടെ തനി സ്വരൂപം പുറത്തേക്ക് വന്നു. അവൾ ഉറക്കെ അങ്ങോട്ട് അലറി ജീവൻ പോകുന്ന ആ വേദന. കൃഷ്ണനാണെങ്കിൽ ആ പ്രാണനെ അങ്ങോട്ട് വലിച്ചങ്ങോട്ട് എടുത്തു കളഞ്ഞു, തീർത്തു കളഞ്ഞു. ഫസ്റ്റ് ഓപ്പറേഷൻ സക്സസ് ആയി. കൃഷ്ണൻ ആദ്യം തന്നെ ഓപ്പറേറ്റ് ചെയ്തത് പൂതനയാണ്. അവളുടെ പ്രാണനെ ഭഗവാൻ എടുത്തു കളഞ്ഞു. ചൗദാദേവിയും രോഹിണിയും വന്നു നോക്കും, വലിയൊരു മല പോലത്തെ ഒരു സ്ത്രീ, അതിന്റെ മുകളിലൊരു കുന്ന്, അതിൽ തൂങ്ങിക്കിടക്കുന്നു ആര്? കൃഷ്ണൻ. എല്ലാവരും കൂടി ഏണിയും കോണിയൊക്കെ എടുത്ത് കൃഷ്ണനെ കൊണ്ടുവന്ന് ഗോമൂത്രം കൃഷ്ണനെ കുളിപ്പിക്കലും, കാൽക്കൽ ഉള്ള പൊടിയെടുത്ത് കൃഷ്ണനെ കുളിപ്പിച്ചു. കൃഷ്ണനെ കുറച്ച് ഗോമൂത്രമൊക്കെ കുളിപ്പിച്ച വിഷമൊക്കെ പുറത്തേക്ക്. ഒന്നും പറ്റിയിട്ടില്ല എന്ന് കണ്ടതും സമാധാനായി. അങ്ങനെ ആ പൂതന, ഉഗ്രരൂപിയായ പൂതനയുടെ ശരീരം വെട്ടി നുറുക്കി. അപ്പോഴേക്കും നന്ദഗോപർ പോയിരുന്നു കംസന്റെ കൊട്ടാരത്തിൽ ടാക്സ് അടയ്ക്കാൻ. അവിടെ വെച്ച് വസുദേവര് കണ്ടപ്പോ പറഞ്ഞു, വേഗം പോയിക്കോൾ, അവിടെ എന്തോ ഒരു അപായ സൂചന വരുന്നുണ്ട്, എന്തോ ഒരു അപകടം വരുന്നുണ്ട്, വേഗം പോയിക്കോളൂ. പോയി വന്നപ്പോ ഇതാ കാണുന്നത് വലിയൊരു ഭീകര രൂപം. അതിനെല്ലാം വെട്ടി നുറുക്കി കത്തിച്ചപ്പോൾ അതിൽ നിന്നും സുഗന്ധം വന്നു. ആദ്യത്തെ കൃഷ്ണന്റെ ലീല പറയുന്നത് പൂതനാ മോക്ഷം. നിങ്ങൾ നോക്കൂ, രാമായണത്തിൽ നോക്കിയ താടകവധം, ഇവിടെ നോക്കിയാൽ പൂതന. എന്താണ് ഇത്തരത്തിലുള്ള കഥകളൊക്കെ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്? സ്ത്രീകളൊക്കെ മോശക്കാരായിട്ടാണോ? ആണോ? അവിടെ താടക, ഇവിടെ പൂതന. എന്തിനാണ് കൃഷ്ണൻ പൂതനയെ കൊന്നത്? ആദ്യം നിങ്ങളുടെ തലയിൽ ഈ ബോധം ഉണ്ടാവണം, ഈ കഥാപാത്രങ്ങളെല്ലാം മനസ്സിന്റെ പ്രതീകങ്ങളാണ്. മറക്കരുത്. കഥാപാത്രങ്ങൾ ആരാണ്? ആരാ കഥാപാത്രങ്ങള്? മനുഷ്യ മനസ്സിന്റെ പ്രതീകങ്ങളാണ് ഭാഗവതത്തിലെ കഥാപാത്രങ്ങൾ. മറക്കരുത്. അപ്പൊ പൂതന എവിടെ ഉണ്ടാവണം? എവിടെ ഉണ്ടാവണം? മനുഷ്യ മനസ്സിലുണ്ട്. അപ്പൊ ആരാ പൂതന? ആ സംസ്കൃത വാക്കിനെ നമ്മൾ പൂതം എന്ന വാക്ക്, ന എന്നൊരു വാക്ക്. അപ്പൊ പൂതന, ഇങ്ങനെയല്ലേ പൂതന? ആണോ? പൂതം എന്നാൽ പവിത്രം, പരിശുദ്ധം എന്നർത്ഥം. പൂതം എന്നാൽ, ശ്രദ്ധിക്കുക, വിഷ്ണു സഹസ്രനാമത്തിൽ പൂതം എന്നുള്ള വാക്കുണ്ടോ? ഉണ്ടോ? വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നവർക്കേ അറിയുള്ളൂ. ഉണ്ടോ? ഓം വിശ്വം വിഷ്ണുർ വഷത്കാരോ ഭൂതഭവ്യ ഭവൽ പ്രഭു ഭൂതബുദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മ. ആരാണ് പൂതം? പരമാത്മാവാണ് പൂതം. പവിത്രമായ പരമാത്മാവ്, പൂർണ്ണബോധം, അതാണ് പൂതം. എല്ലാവരുടെ ഉള്ളിലും ആരുണ്ട്? ആരുണ്ട്? ഭൂതാത്മാവ്, ആത്മാവ്, പൂർണ്ണബോധം ഉണ്ട്. എന്നാൽ ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്താണ്? പൂതന. എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾ അതിൽ നിന്നും അകലെയായിപ്പോയി. എന്താ കാരണം? പല വിഷങ്ങൾ നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടി. ഏതുകൂടി? നമ്മുടെ ഉള്ളിൽ ഏതുകൂടി? വിഷം കൂടി. അപ്പൊ അങ്ങനെയുള്ള വിഷം ഏതായിരിക്കണം? മനുഷ്യന്റെ ഉള്ളിലുള്ള വിഷം എന്ന് പറയുന്നത് സ്വാർത്ഥത, അഹങ്കാരം, കാമം, ക്രോധം, ഇത്തരത്തിലുള്ള വികാരങ്ങളെയാണ് വിഷമായി അവർക്ക് പറയുന്നത്. മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതായത് പരമാത്മാവിലേക്ക് എത്താൻ തടസ്സമായി നിൽക്കുന്ന ദുർബല വികാരങ്ങളെയാണ് കൂടെ വന്നില്ല. പരമാത്മാവായ ഭൂതാത്മാവിലേക്ക് എത്താൻ തടസ്സമായ വികാരങ്ങളെയാണ് വിഷമായി
പറയുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലൊക്കെ വിഷമുണ്ടോ? എന്തൊരു ഉറപ്പാ പറയുന്നത്? വിഷമുണ്ട്, അതേ ഉള്ളൂ, അതേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യണം? അതും പറഞ്ഞിരിക്കുകയാണോ? എന്റെ ജീവിതം പറഞ്ഞു അതും പറഞ്ഞിരിക്കലാണോ? അല്ല. ഇനി എന്ത് ചെയ്യണം? ആ കൃഷ്ണനെ മാറോട് ചേർത്തപ്പോൾ കൃഷ്ണൻ അവളുടെ പ്രാണനെ വലിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൃഷ്ണൻ എന്നാൽ നാമം എന്നർത്ഥം. എന്താണ്? ഭഗവാന്റെ നാമം ഹൃദയത്തിൽ ധരിച്ചാൽ ഏത് തരത്തിലുള്ള വിഷത്തിൽ നിന്നും മുക്തരായി. മനസ്സിലാവുണ്ടല്ലോ? ഭഗവാൻ പവിത്രീകരിച്ചു. ഭഗവാൻ എന്തിനാ കണ്ണടച്ചത്? ഭഗവാൻ ഒരിക്കലും വിഷത്തിന്റെ നേരെ കണ്ണു തുറക്കില്ല. ഭഗവാൻ എപ്പോഴാ കണ്ണു തുറക്കുക? നിങ്ങൾ സാധന അനുഷ്ഠിക്കുമ്പോഴാണ് ഭഗവാൻ എന്ത് ചെയ്യാ? കണ്ണു തുറക്കുക. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളൊക്കെ ചെന്നാ ഭഗവാൻ എന്ത് ചെയ്യും? പൂതനയുടെ കുടുംബത്തിൽ നിന്നാണ്, ഉള്ളിൽ നല്ലോണം എന്തുണ്ട്? വിഷമുണ്ട്. അതുകൊണ്ട് കുറച്ചിരുന്ന് അനുഷ്ഠാനമൊക്കെ ചെയ്ത് മനസ്സൊക്കെ ഒന്ന് ശുദ്ധീകരിച്ചാൽ ഞാൻ കണ്ണ് തുറക്കും. അല്ലേ? ഭഗവാൻ അങ്ങനെ കണ്ണ് തുറക്കുള്ളൂ. എല്ലാവരുടെ നേരം കണ്ണ് തുറക്കില്ല. അതാണ് ഭഗവാൻ പറയുന്നത്, യാഹം പ്രകാശ സർവസ്യ, ഞാൻ എല്ലാവരുടെ നേരെയും പ്രകാശിക്കുന്നില്ല. കാരണം യോഗമായ സമാവൃത 7:25 ഗീത. ഞാൻ എല്ലാവരുടെ നേരെയും കണ്ണ് തുറക്കില്ല. ആരിലാണോ മായയുടെ ആവരണമുള്ളത് അവർക്കെന്നെ കാണാൻ സാധ്യല്ല. അപ്പൊ നമ്മുടെ ജോലി എന്താണ്? ഭഗവാൻ കണ്ണു തുറക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉള്ളിലുള്ള പൂതനയെ ക്രമേണ ഇല്ലാതാക്കണം. അതിനെന്താ വഴി? നാമം ജപിച്ച് നാമം ജപിച്ച് നാമം ജപിച്ച് നാമം ജപിച്ചു പോയാൽ ഭഗവാൻ കണ്ണു തുറക്കുന്നു മാത്രല്ല, ഭഗവാൻ കൂടെ എന്ത് ചെയ്യും? ചേർക്കും. കൂടെ ചേർക്കുന്നല്ല, ഉണ്ടാവുന്നല്ല. ഭഗവാൻ പറയുന്ന അങ്ങനെയുള്ള ഒരു ഭക്തനെ ഞാൻ എന്നിലേക്ക് അങ്ങോട്ട് ചേർത്ത് കളയും. ഞാനും എൻ്റെ ഭക്തനും ഒന്നാവും. നിങ്ങൾക്ക് ഭഗവാനിലേക്ക് എത്തണമെന്ന് മോഹമുണ്ടോ? എല്ലാവർക്കും മോഹമുണ്ടോ? എത്ര പേർക്ക് മോഹമുണ്ട്? സത്യത്തില് ഈ ഒരു ശ്ലോകം മറക്കാതെ കൊണ്ട് നടക്കണം. നിങ്ങൾക്കത് വ്യക്തമാവും നിങ്ങളുടെ തലയിൽ. 11ാം സ്കന്ധം. ഇത് ഉദ്ധവരോട് പറയാണ്. കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട 2 ആൾക്കാരായിരുന്നു. എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. പാഞ്ചാലി പ്രിയപ്പെട്ട ആളാണ്, രാധ പ്രിയപ്പെട്ട ആളാണ്. എങ്കിലും കൃഷ്ണൻ നേരിട്ട് ഉപദേശിച്ചിട്ടുള്ള 2 ആളുകളാണ് അർജുനനും ഉദ്ധവരും. അർജുനൻ ഉപദേശിച്ചതാണ് ഗീതോപദേശം, ഉദ്ധവർക്ക് ഉപദേശിച്ചതാണ് ഉദ്ധവഗീത. ഭാഗവതത്തിന്റെ 11ാം സ്കന്ധത്തിലെ ഒടുവിൽ കാണുന്നത് മുഴുവൻ ഉദ്ധവഗീതയാണ്. നിങ്ങൾക്ക് ഭാഗവതം എടുത്തു നോക്കിയാൽ 11ാം സ്കന്ധത്തിൽ 6ാം അധ്യായം, ശരിക്കും 7ാം അധ്യായം തുടങ്ങിക്കോളൂ, അല്ലെ 6ാം അധ്യായം, അവിടെ മുതൽ 29 അധ്യായം വരെ കൃഷ്ണൻ ഉദ്ധവർക്ക് കൊടുക്കുന്ന കണ്ടിന്യൂസ് 27ഓളം ചോദ്യങ്ങൾ ഉദ്ധവർ ചോദിക്കുന്നു. അതിന് ഡീറ്റെയിൽ ആയിട്ട് കൃഷ്ണൻ ഉത്തരം പറയുന്നു. ഇതൊരു ഗംഭീരമാണെന്നറിയാം. അപ്പൊ ഈ തരത്തിൽ കൃഷ്ണൻ ഉപദേശിക്കുമ്പോൾ 11ാം സ്കന്ധം 14ാം അധ്യായം 27ാം ശ്ലോകം, 11, 14, 27 എങ്ങനെയാണ് നമുക്ക് കൃഷ്ണനിലേക്ക് എത്താൻ പറ്റുക? പരമാത്മാവിലേക്ക് എത്താൻ പറ്റുക? ഭഗവാനിലേക്ക് എത്താൻ എന്താ വേണ്ടത്? ഈ റൂട്ട് കൃഷ്ണൻ കൃത്യം പറഞ്ഞുതരാണ്. അറിയണ്ടേ? കിട്ടിയോ ശ്ലോകം? ഇത് മാർക്ക് ചെയ്ത് പഠിച്ചു വെക്കണം. വിഷയാൻ ധ്യായത ചിത്തം വിഷയേഷു വിഷജ്യതേ. 11ാം സ്കന്ധം 14ാം അധ്യായം 27ാം ശ്ലോകം. കിട്ടിയോ? ഞാൻ അത്ര വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പുസ്തകം ഉള്ളവരൊക്കെ ഇതൊക്കെ മാർക്ക് ചെയ്ത് വെക്കണം. കാരണം നിങ്ങൾ മറക്കാതിരിക്കാനാണ് അത്ര ഉറപ്പിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്താ പറയുന്നത്? വിഷയാൻ ധ്യായത ചിത്തം വിഷയേഷു വിഷജ്യതേ. അർത്ഥം ഇതാണ്. അർത്ഥം സംസ്കൃതല്ലേ? എപ്പോഴും ഓരോ വിഷയത്തെ കുറിച്ചിരുന്ന് ധ്യായത ചിത്തം, ധ്യായത ധ്യാനിക്കുന്ന എന്ന് വെച്ചാൽ ചിന്തിക്കുന്ന ചിത്തം. എന്നും ഓരോ അവലവലാതി ചിന്തിച്ച് വേണ്ടാത്തതും ചിന്തിച്ച് കുട്ടികളുടെ കാര്യം അവിടുത്തെ കാര്യമൊക്കെ ചിന്തിച്ചിരിക്കുന്ന മനസ്സ് എന്നും ദുർബലമായിക്കൊണ്ടിരിക്കും, എന്നും
നിങ്ങൾ വിചാരിക്കില്ല നിങ്ങളുടെ മനസ്സ് ശക്തമാവുകയാണെന്ന്. കുടുംബകാര്യവും ചിന്തിച്ച്, ആരോഗ്യവും ചിന്തിച്ച്, അപ്പുറത്തെയും ഇപ്പുറത്തെയും വീട്ടിലെ കാര്യങ്ങൾ വായിൽ നോക്കി എല്ലാം പറഞ്ഞ് നടക്കുന്നവർക്ക് ശക്തിയുള്ള മനസ്സല്ല കിട്ടാൻ പോകുന്നത്. അവസാനം കിട്ടുന്നത് ഒരവശ മനസ്സാണ്. മനസ്സിലായില്ലേ നിങ്ങക്ക്? മനസ്സിലായോ? എന്താ മനസ്സിലായത്? എന്താ മനസ്സിലായത്? വേണ്ടാത്ത വർത്തമാനവും പറഞ്ഞ് നടന്നാൽ പറയുമ്പോ ഒരു സുഖമുണ്ട്. കാരണം ചൊറി പറയാനൊരു സുഖമുണ്ടല്ലോ. ചൊറി പറയുന്നതിലൊരു സുഖമുണ്ട്. പക്ഷേ ക്രമേണ മനസ്സ് അവശ്യമാകുന്നത് നമ്മൾ ആരും അറിയില്ല. വിഷയാൻ ധ്യായേത ചിത്തം വിഷയേഷു വിഷജ്യതേ. The mind which is constantly thinking of the world, worldly thoughts, eventually it brings depressions. മനസ്സിൽ ഡിപ്രഷൻ കൊണ്ടുവരും. മനസ്സിനെ അത് ക്രമേണ ഇത് ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മൾ ആരും അറിയില്ല. അതാണ് പ്രായമുള്ളവർ കുറേ കഴിഞ്ഞാൽ വളരെയധികം മാനസികമായി വിഷമമുള്ളവരായി മാറുന്ന. അതൊരു ഇവഞ്ച്വലി സംഭവിച്ചാണ്, ഒരൊറ്റയടിക്ക് സംഭവിക്കുന്നല്ല. നത്തിങ് ഈസ് ആക്സിഡന്റൽ, എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ത്രൂ കോൺസ്റ്റന്റ് പ്രാക്ടീസ്. അതുകൊണ്ട് കുട്ടിക്കാലത്ത് തന്നെ ഉണ്ടല്ലോ ഇത് ശീലിപ്പിക്കണം നിങ്ങൾ കുട്ടികളെ കൊണ്ട്. എന്താണ് അടുത്ത വരി പറയുന്നത്? മാം അനുസ്മരത ചിത്തം. പറയൂ എല്ലാവരും, മാം അനുസ്മരത ചിത്തം. പറയൂ, അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും. മാം എന്ന് പറഞ്ഞാൽ നാമസ്മരണം, മാം എന്ന് പറഞ്ഞാൽ ഭഗവാനെ, മാം എന്ന് പറഞ്ഞാൽ ഈ മാമല്ല, മാം എന്ന് പറഞ്ഞാൽ നാമസ്മരണം, ഭഗവാന്റെ നാമസ്മരണം. അനുസ്മരണം, മാം അനുസ്മരണം. അനുസ്മരിക്കുക, ഓർക്കുക, സ്മരിക്കുക, ജപിക്കുക എന്നർത്ഥം. എപ്പോ ഏത് ജപിക്കണം? നാക്കുകൊണ്ടല്ല ഇവിടെ ജപിക്കേണ്ടത്. എവിടെ ജപിക്കണം? ചിത്തം. അനുസ്മരത ചിത്തം. എവിടെ ജപിക്കണം? മനസ്സിൽ ജപിക്കണം. എവിടെ ജപിക്കണം? മനസ്സിൽ നാമം കൊണ്ടു നടക്കൽ എളുപ്പമാണോ? മനസ്സിൽ നാമം കൊണ്ടു നടക്കൽ എളുപ്പമാണോ? ഞാൻ ചോദിച്ചതിന് ഉത്തരം വേണ്ടോ? മനസ്സിൽ നാമം കൊണ്ടു നടക്കൽ എളുപ്പമാണോ? എളുപ്പമാണ്. എത്ര പേർക്ക് എളുപ്പമാണ്? തിരിച്ചു പോകുമ്പോ ചെരുപ്പ് കാണാതിരിക്കട്ടെ, അപ്പൊ കാണാൻ എളുപ്പമാണോ അല്ലേ എന്നുള്ളത്. ഇപ്പൊ എന്താ അതിന്റെ ഉള്ളിലിരുന്ന് സുഖമായിട്ട് നാമജല്ല. ഒരു കഷ്ടകാലം വരുമ്പോ നാമജപം മനസ്സിൽ വരുമോ? വരും. എത്ര പേർക്ക് വരും? അങ്ങനെയുള്ളവരെ തൊഴണം. കാരണം നിങ്ങൾ പരിശീലിച്ചെടുത്തവരാ. ജപിച്ച് ശീലിച്ചവർക്ക് പറ്റും, ഇല്ലാന്നല്ല. അതല്ലേ പൂന്താനൊക്കെ പാടിയത്? ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. മകൻ മരിച്ചു കിടക്കുകയാണ്, മകന്റെ ബോഡി അവിടെ കിടക്കുകയാണ്. ഇവിടെ ഇരുന്ന് പറയണോ ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോ? ഇത് പറയൽ അത്ര എളുപ്പമൊന്നും നല്ലത്. മകന്റെ ബോഡി അവിടെ കിടന്നിട്ട് പറയുകയാണ് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുക എന്ന് പറയുന്നത്. അത് അത്ര എളുപ്പത്തിലൊന്നും എല്ലാവർക്കും കിട്ടുവോ? ഇല്ല. അത് നിരന്തരമായ, അതാണ് ഗുരുനാഥൻ തൂണ ചെയ്യുക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതിരിക്കണം. അതാണ് അനുസ്മരത. എങ്ങനെ ഇരിക്കണം? പിരിയാതെ. അപ്പൊ അത് കൊണ്ടു നടക്കൽ എളുപ്പമാണോ? അത് പ്രാക്ടീസ് ചെയ്തെടുക്കണം. മാം അനുസ്മരത ചിത്തം മയി ഏവ. അത് വാക്ക് നോക്കൂ നിങ്ങൾ. മയി ഏവ. മയി എന്ന് പറഞ്ഞാൽ എന്നിൽ തന്നെ. വിലീയതേ പ്രവിലീയതേ. ലീയതേ പറഞ്ഞാൽ ലയിക്കും. പ്രവിലീയതേ പറഞ്ഞാൽ
പൂർണ്ണമായി ലയിക്കും. ഇപ്പം നമ്മുടെ മനസ്സ് ലയിക്കുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ലയിക്കും. നിങ്ങളുടെയൊക്കെ വീട്ടില് കൂവപ്പൊടി തിരുവാതിരക്കാണ് അവിടെയൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് അല്ലേ? കൂവപ്പൊടി അതെടുത്ത് വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പാലാണോ തോന്നിപ്പോകും. കാരണം അതിന്റെ നിറം അല്ല വെളുത്ത പൗഡർ ആണോ. ഒരു 2 മിനിറ്റ് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വേറെ പൊടി വേറെ ആണോ, ഊറിയിട്ടുണ്ടാവും. ആണോ അല്ലയോ? ഇതുപോലെ ഇപ്പൊ നമ്മുടെ ഭക്തി അമ്പലത്തിന്റെ ഒക്കെ മുന്നിലെത്തിയാൽ കൂവപ്പൊടി കലക്കിയത് ഒരു നിമിഷമൊക്കെ മറന്നു നാരായണ നാരായണ സ്വാമി. പുറത്തൊരാള് തോണ്ടിയപ്പോഴേക്കും പോയി, പൊടി താഴോട്ട് പോയി. പിന്നെയും ലൗകിക ജീവിതത്തിൽ അവള് പ്രസവിച്ചോ? എന്തായി? അമ്പലത്തിൽ നിന്നാ ചോദിക്കണത്. അവളുടെ പ്രസവവും ഇവന്റെ കല്യാണവും കുട്ടിയുടെ 28 പോയി. ആണോ? ഒറ്റ നിമിഷം കൊണ്ട് മനസ്സ് പോയി. ആണോ അല്ലയോ? സത്യമല്ലേ ഞാൻ പറയുന്നത്? നുണയാണോ? ആണോ? വേറെ ചിലർക്ക് അങ്ങനെയല്ലേ, അങ്ങനെയൊന്നും മനസ്സ് പോവില്ല. വീണ്ടും മനസ്സിനെ കൊണ്ടുവരും. അവർക്ക് ഈ ഉപ്പ് വെള്ളത്തിലിട്ടതുപോലെയാണ്. ഉപ്പ് വെള്ളത്തിലിട്ട് കലക്കി കഴിഞ്ഞാൽ ഉപ്പ് വെള്ളമായി അല്ലേ? പിന്നെ ഒന്ന് ചൂടാക്കിയാൽ ഉപ്പ് ക്രമേണ 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 അടിയും. ഇതുപോലെയാണ് ചിലവർക്ക് എന്തെങ്കിലും വേദന വന്നാല് ചൂട് തട്ടുമ്പോ, മനസ്സിൽ എന്തെങ്കിലും വിഷമം തട്ടുമ്പോ നാമം വിട്ടു. അതുവരെയൊക്കെ നാമം ചൊല്ലും. എന്തെങ്കിലുമൊക്കെ ഒരു ഷോക്കിംഗ് ന്യൂസ് കേട്ടാൽ എന്ത് നാമം പോയി. എന്നാൽ ഒരു ഗ്ലാസ് പാലെടുത്ത് ഒരു പാത്രം നിറയുള്ള പാലിലേക്ക് ഒഴിച്ചാലോ, ഈ ജന്മം നിങ്ങൾ തപസ് ചെയ്താലും ആ പാലിനെ മാറ്റാൻ പറ്റും. കാരണം പാല് എന്നേക്കുമായി ഒന്നായി തീരും. ഇതുപോലെയാണ് ജപിച്ച് 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 കുറെ കഴിഞ്ഞാൽ മാം ഏവ മൈ ഏവ പ്രവിലീയതേ. ആ മനസ്സ് ആരിലേക്ക് എത്തിച്ചേർന്നു? ആരിലേക്ക് എത്തിച്ചേർന്നു? അവർക്ക് പറയൂ, ഭഗവാനിലേക്ക് എത്തിച്ചേർന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ യോഗ്യതയുള്ള ഒരു മനസ്സ് ആർക്കുണ്ട്? ഈ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ ഉണ്ട്. എന്ത് മനസ്സുണ്ട്? എന്ത് മനസ്സുണ്ട്? ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ യോഗ്യതയുള്ളൊരു മനസ്സുണ്ട്. പ്രയത്നം മാത്രമേ വേണ്ടൂ അല്ലേ? ആണോ അല്ലയോ? എന്തേ വേണ്ടൂ? അപ്പൊ എന്തേ പലരും അങ്ങോട്ട് എത്താത്തതിന് കാരണം? ഉറക്കെ പറയൂ. പ്രയത്നമില്ല. ആരുണ്ടാക്കിയ പ്രശ്നമാണത്? ശരിക്കും അച്ഛനും അമ്മയും മക്കൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? വേണോ വേണ്ടയോ? നിങ്ങൾ എത്ര പേര് മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? നാമം ജപിക്കണം, നാമം ജപിക്കണം, നാമം ജപിക്കണം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കുട്ടികളെ അമ്പലത്തിൽ കൊണ്ടുവന്ന് നാമം ജപിപ്പിക്കാറുണ്ടോ? ഉണ്ടോ ഇല്ലയോ? നോണ പറയരുതേ, നല്ല കുറവാണ്. ആണോ? മാറ്റിയെടുക്കണം. നമുക്ക് ഒരു നാമജപത്തിന്റെ ഒരു സംസ്കാരം ക്രമേണ ഉറക്കെ പറയൂ കൊണ്ടുവരണം. മനസ്സിലായില്ലേ? വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും അറിയാത്ത ഒരു കുട്ടി പോലും ഉണ്ടാവരുത്. നിങ്ങൾ നോക്കൂ, ഞാൻ ചോദിക്കട്ടെ, സത്യസന്ധമായി പറയണം. അപ്പൊ നിങ്ങളുടെ മകൻ കല്യാണം കഴിച്ചു. ആ പെൺകുട്ടി രാവിലെ എണീക്കണോ, കുളിക്കണോ, പൂജാമുറി ഉണ്ടെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ഒരു ഭാഗത്തിരുന്ന് വിഷ്ണു സഹസ്രനാമൊക്കെ ചൊല്ലണോ, അത് കഴിഞ്ഞ് അടുക്കളയിൽ പോകുന്നു, അതൊക്കെ ഉണ്ടാക്കുന്നു, ജോലിക്ക് പോകണോ, ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അത് കഴിഞ്ഞ് വൈകുന്നേരം വരുന്നു, മെയിൽ കഴുകണോ, അത് വിളക്ക് കൊളുത്തണോ, ലളിതാ സഹസ്രനാമൊക്കെ ചൊല്ലണോ, കാര്യങ്ങളൊക്കെ ചെറുപടങ്ങനെ അങ്ങനെ ചെയ്യുന്ന എല്ലാ അനുഷ്ഠാനവും ഉണ്ട്. ഈ പെൺകുട്ടിയുടെ മകൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ നിങ്ങൾ ഈ നിൽക്കും. മകൻ ആ പെൺകുട്ടിയുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ആരുടെ പക്ഷത്ത് നിൽക്കും? ആരുടെ പക്ഷത്ത് നിൽക്കും? പെൺകുട്ടിയുടെ ഭാഗത്ത് നിൽക്കുമോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പെൺകുട്ടിയുടെ ആണോ അല്ലയോ? എന്നാൽ ഈ പെൺകുട്ടി ഒരു 8 മണിക്ക് എണീറ്റ് നിങ്ങൾ ഉണ്ടാക്കിയത് പാക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോണു, വൈകുന്നേരം വന്നാലും ആ കുളിയില്ല സമയത്തിന്, അടുക്കളയിൽ കയറുക, നിങ്ങൾക്കത് കാണുമ്പോൾ കലി പിടിക്കും.
അത് കഴിഞ്ഞ് തോന്നുന്ന സമയത്ത് കുടിക്കുക, തോന്നുന്ന സമയത്ത് കിടക്കുക, തോന്നുന്ന സമയത്ത് കഴിക്കുക. ഈ സാധനത്തിന് നിങ്ങൾ വലിച്ചു പുറത്തിടൂ. സത്യം പറയുക, വലിച്ചു പുറത്താക്കുവോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങള്? പുറത്തിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഇനി പറയൂ, ഇന്നത്തെ പെൺകുട്ടികളിൽ നല്ലൊരു ശതമാനം ഈ പറഞ്ഞ കൂട്ടത്തിലല്ലേ? ആണോ അല്ലയോ? ആരാ ഉത്തരവാദി? ആരാ അവരെ അങ്ങനെ ആക്കിയത്? എന്താ ഒന്നും മിണ്ടാത്ത? അത് പറഞ്ഞപ്പോ മിണ്ടണില്ലേ? കേട്ടില്ലേ? നിങ്ങളുണ്ടാക്കിയ വിനയാണ്. അച്ഛനമ്മമാരല്ലേ ചെയ്തത്? അച്ഛനമ്മമാര് തന്നെയല്ലേ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്, പരിശീലിപ്പിക്കേണ്ടത്? ആണോ? ഇത് ഈ ട്യൂഷന് പറഞ്ഞയച്ച് കാലത്തും ട്യൂഷൻ. അപ്പൊ എന്ത് സംസ്കാരാണ് അതിനുണ്ടാവുക? അപ്പൊ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജീവിതത്തിൽ ഒരു നിഷ്ഠകളില്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല. തുറന്നു പറയണേ, ഒരു കോംപ്രമൈസ് ഇക്കാര്യത്തിൽ ഉണ്ടാക്കരുത്. മനസ്സിലാവുണ്ടോ നിങ്ങക്ക്? ഒരു കോംപ്രമൈസ്. കാരണം അങ്ങനെയുള്ള കുട്ടികൾ ഒരിക്കലും തളരുകയുമില്ല. അങ്ങനെയുള്ള കുട്ടികളെ ഒരാൾക്കും അടിച്ചു പുറത്താക്കാൻ തൊടാൻ പറ്റില്ല. നിങ്ങൾക്കറിയൂ, പൊതുവെ നിങ്ങൾ പെൺകുട്ടികളെ വളർത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വാസ്തവത്തിൽ നമ്മൾ സ്ത്രീകളെ വില കുറച്ച് കണ്ടു. നിങ്ങളുടെ മക്കളെ തന്നെ ഒരു ആണിനേക്കാളും കൂടുതൽ കരുത്ത് സത്യത്തിൽ സ്ത്രീക്കാണ്. സത്യത്തിൽ ആണിന്റെ ശക്തി എന്ന് പറയുന്നത് വെറും മസിലിലേ ഉള്ളൂ. സ്ത്രീക്ക് ഞാൻ പറയണത് നോക്കൂ, ഞാൻ നിങ്ങളെ പുകഴ്ത്തുകയല്ല. ഒരു 5-6 മക്കളുള്ള അമ്മമാര്, പണ്ട് 7-8 മക്കൾ, ഈ മക്കളുടെ അച്ഛന്മാർക്ക് ഈ മക്കളെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരാളുടെ സ്വഭാവമായിട്ട് എനിക്ക് അവനെ കണ്ടാകലി പിടിക്കും എന്നൊക്കെ പറയും. എന്നാൽ ഈ 9 വ്യത്യസ്ത സ്വഭാവമുള്ള മക്കളെയും പറഞ്ഞതനുസരിപ്പിക്കാനുള്ള കഴിവ്, അപ്പൊ ആരുടെ മനസ്സിനാണ് ശക്തി? പറയൂ നിങ്ങൾ, ആണോ അല്ലയോ? ഇതുപോലെ ചില പെൺകുട്ടികളെ കാണാൻ, ഞാൻ സത്യസന്ധമായി പറയാം, വളരെ അനുഷ്ഠാനത്തിലൂടെ ജീവിച്ച പെൺകുട്ടികളിലൂടെ മാറ്റം വന്ന ഭർത്താക്കന്മാരെ എനിക്കറിയാം. ഒരു ലൈഫ് തന്നെ മാറ്റിവെടുത്ത്. മനസ്സിലാവുണ്ടല്ലോ? നിങ്ങൾ നോക്കൂ, 5 ഭർത്താക്കന്മാരുടെ ഭാര്യയാണ് പാഞ്ചാലി. അനുഷ്ഠാനത്തിന്റെ തീവ്രതയാണ് പാഞ്ചാലി. മനസ്സിലായില്ലേ? പറഞ്ഞ വരയിൽ അവിടെ പാണ്ഡവന്മാരെ നിർത്താനുള്ള കഴിവാർക്കുണ്ടായിരുന്നു? പാഞ്ചാലിക്കുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അത്ര റെസ്പെക്റ്റ് ആയിരുന്നു പാണ്ഡവർക്ക് ആരോട്? പാഞ്ചാലിയോട്. കാരണം കൃത്യമായ അനുഷ്ഠാനമാണ്. അതല്ലേ വസ്ത്രാക്ഷേപം നടത്തുമ്പം പാണ്ഡവരുടെ പേര് വിളിച്ചു. ദുശാസനൻ വസ്ത്രം വരിക്കുകയാണ്. ആ സമയത്ത് എന്റെ ഭീമേട്ടാ എന്നുള്ളൊരു വിളി വിളിച്ചു, എന്റെ അർജുൻ ചേട്ടാ എന്നൊരു വിളി വിളിച്ചു. നിങ്ങൾ അങ്ങനെയല്ലേ ഏട്ടാ ചേട്ടാ കേട്ടാ പേട്ടാ എന്നൊക്കെയല്ലേ വിളിക്കുക? ഇവിടെ ഒറ്റ വിളിയാണ്. ആരെ? കൃഷ്ണ എന്നൊറ്റ വിളിയാണ്. ആ കൃഷ്ണനെയാണ് വിളിച്ചത്. ഒരു ഭർത്താവിന്റെ പേരും വിളിച്ചത്. കാരണം ഉറപ്പായിരുന്നു നിന്റെ കൂടെ ആരുണ്ട്. ഈ കാര്യം നമ്മുടെ കുട്ടികൾക്കുണ്ടാവണ്ടേ? അപ്പം ശരിക്കും പറഞ്ഞാൽ ഭാര്യ എന്ന വാക്കിന്റെ അർത്ഥം ആരാണ്? ഭാര്യ എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ എന്താണ്? ഭാരം ചുമക്കുന്നവളോ? ഇതെന്താ തൊഴിലാളികളുടെ? അത് CIT-കാരും മറ്റൊക്കെ ഉണ്ട് അവിടെ. മനസ്സിലായില്ലേ? നോക്കുകൂലിക്കാരുണ്ട് അവിടെ ഭാരം ചുമക്കാൻ. ഭാര്യ എന്ന വാക്കിന്റെ അർത്ഥം, ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരണതന്ത്രം അറിയുന്നവൾ എന്നാണ്. എന്താണ്? ഒരു കുടുംബ ജീവിതത്തിന്റെ ഭരണതന്ത്രം അറിയുന്നവളാണ് ആര്? അതുകൊണ്ടാണ് ഭാര്യയിൽ ലക്ഷ്മിയുണ്ട്, ഭാര്യയിൽ ലക്ഷ്മിയുണ്ട്, ഭാര്യയിൽ മന്ത്രിയുണ്ട്, ഭാര്യയിൽ അങ്ങനെ ആരൊക്കെയാണ്? അങ്ങനെ ശ്ലോകം കേട്ടിട്ടുണ്ടോ? കുശലീ ദാസ്യ കേട്ടിട്ടുണ്ടോ? എല്ലാം ഉള്ളവളാണ് ആര്? ഭാര്യ. നയിക്കേണ്ടവളാണ് ഭാര്യ.
ആരാണ്? അല്ലാത്ത തല്ലുകൊള്ളേണ്ടവളല്ല ഭാര്യ. ഇന്ന് സത്യത്തിൽ പെണ്ണ് ആണിനടി സ്ത്രീയുടെ മനസ്സ് സ്ത്രീ നശിപ്പിച്ചു. നോക്കൂ നിങ്ങൾ, ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കണം. ഒന്ന് ബുദ്ധിയും, രണ്ട് മനസ്സും. ഏതാണ്? ബുദ്ധിയും മനസ്സും. ഇത് രണ്ട് സാധനങ്ങളാണ് മനുഷ്യന്റെ തലയിൽ പ്രധാനമായിട്ട്. ഇതിനെയാണ് ലെഫ്റ്റ് ബ്രെയിൻ, റൈറ്റ് ബ്രെയിൻ എന്നൊക്കെ പറയാം. ഇതിനെയാണെന്ന് സൈക്കോളജി പറയാ EQ, IQ. കേട്ടിട്ടുണ്ടോ ഈ രണ്ട് വാക്ക്? കേട്ടിട്ടുണ്ടോ? EQ, IQ. നോക്കൂ, ഇത് സയൻസ്, ഇന്നത്തെ സയൻസ്. അതിൽ IQ എന്ന സാധനമാണ് എഡ്യൂക്കേഷനിൽ കുറെ ഇൻഫർമേഷൻ നേടുന്നത്. അത് IT ആയിരിക്കാം, മെഡിക്കൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫഷൻ ആയിരിക്കാം. മനസ്സിലായില്ലേ? ആ പർട്ടിക്കുലർ പ്രൊഫഷൻ, ജീവിത കാര്യത്തെക്കുറിച്ച് അവർ കുറച്ച് അറിവുകളൊക്കെ മണ്ടയിൽ പുസ്തകങ്ങളിലൂടെ നേടിയെടുക്കുന്നു. IQ കുറെ കേട്ടു. എന്നാൽ EQ എന്ന് പറയുന്നത് അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, EQ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ വേറൊരു സാധനം ഡെവലപ്പ് ചെയ്യണം. അതിന്റെ പേരാണ് SQ എന്നൊരു സാധനം. എന്താണ് അതെന്താ SQ? സ്പിരിച്വൽ കോഷ്യന്റ് എന്ന് പറയും. അപ്പൊ ഡെയിലി ഉപാസന ചെയ്യുമ്പോഴാണ് ഈ EQ എന്ന് പറയുന്ന സാധനം, ഇമോഷൻ എന്ന് പറയുന്ന സാധനം ഡിവോഷണൽ മൈൻഡായി മാറും. ഏത് മൈൻഡ്? ഇമോഷൻ ഒരു വീക്ക്നെസ് ആണ്, ഇമോഷൻ ഒരു കറപ്ഷനാണ്, ഇമോഷൻ ഒരു അടിമത്വമാണ്. എന്നാൽ ഡിവോഷൻ എന്ന് പറയുന്നത്, ഡിവോഷൻ എന്താ? കൃത്യനിഷ്ഠമായ ഒരു ജീവിതം വരുമ്പോൾ ആ മനസ്സ് ദുർബലമാവുകയല്ല ചെയ്യുക, ആ മനസ്സ് കരുത്തുള്ളതായി തീർന്നു. ആ മനസ്സിന് മറ്റുള്ളവരെ നയിക്കാനുള്ള ഒരു കഴിവ് വന്നു. എന്തിനുള്ള കഴിവ്? അപ്പൊ മറ്റുള്ളവരും ആ വഴിയിലൂടെ അങ്ങനെ. പൊതുവെ ആണിന്, ശ്രദ്ധിക്കുക, ആണില് ഒരമ്മയിലൂടെയല്ലേ വരുന്നത്? ആണോ? ആണോ അല്ലയോ? അപ്പം പൊതുവെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ അമ്മയുടെ സായത്തുമ്പ് പിടിച്ചല്ലേ നടക്കുന്നത്? ആണോ? ഒരു സ്ത്രീ ഡിവോഷണലി വളർന്നു കഴിഞ്ഞാൽ, ഇമോഷണൽ ആയി കഴിഞ്ഞാൽ, ഒരു സ്ത്രീ ഡിവോഷണലി വളർന്നു കഴിഞ്ഞാൽ ആണ് അവളെ പിന്തുടർന്ന് കാണും. അത്ര പവർഫുൾ ആണ് ആര്? ഒരു സ്ത്രീ. അതുകൊണ്ടാണ് കുന്തി തൻ്റെ ആ ഡിവോഷണൽ പവർ വളർത്തിയപ്പോൾ ആ മക്കൾ അങ്ങനെ ആ മക്കൾ പിന്തുടർന്നു. മനസ്സിലായില്ലേ? മനസ്സിലാവുണ്ടോ? എന്നാൽ ഗാന്ധാരി കണ്ണുകെട്ടി, ഗാന്ധാരി കണ്ണുകെട്ടി മക്കള് മക്കളുടെ രീതിയിൽ വളർന്നു, അമ്മ അമ്മയുടെ ലോകത്തിലായി. അതുകൊണ്ട് ആ മക്കളിലൂടെ ദുരിതം അനുഭവിക്കേണ്ടി വന്നു. ഇന്ന് തുണി കൊണ്ട് കിട്ടുന്നില്ല എന്ന് മാത്രം. ഇതുകൊണ്ട് പക്ഷെ ഇന്ന് കുട്ടികളെ വെറും ട്യൂഷന് പറഞ്ഞയച്ച് ഒരാത്മീയ നിശയില്ലാതെ വളർത്തുമ്പോൾ ഇന്നത്തെ അമ്മ അറിയുന്നില്ല, ഞാനും ഗാന്ധാരിയെ പോലെയാണ് കുട്ടികളെ വളർത്തുന്നത്. കുറേ കഴിഞ്ഞാൽ ആ കുട്ടികളിലൂടെ ദുരിതങ്ങളെല്ലാം അനുഭവിക്കുന്ന അമ്മമാരാണ്. മനസ്സിലാവുണ്ടോ നിങ്ങക്ക്? അതുകൊണ്ട് ദേവി വിചാരിച്ച്, പ്രത്യേകിച്ച് പെൺകുട്ടികളെ, കാരണം ഒരു പെൺകുട്ടി നയിക്കേണ്ടവളാണ്. ഒരു പെൺകുട്ടി ആരാണ്? നയിക്കേണ്ടവൾ. രാമൻ നടക്കുമ്പോഴുണ്ടല്ലോ, മുന്നിൽ ആരെയാ നടത്തിയതെന്നറിയോ? ലക്ഷ്മണ നീ മുന്നിൽ നടക്കണം, അതിൻ പിന്നാലെ സീതയും, അതിൻ പിന്നാലെ ഞാനും, ജീവാത്മാ പരമാത്മാക്കിടയിൽ മായ എന്നതുപോലെ. രാമായണത്തിലെ വരികളാണ്. ഉണ്ടോ? മുന്നിൽ നടക്കേണ്ടവളാണ് പെൺകുട്ടി. എവിടെ നടക്കണം? എങ്ങനെയാ നടക്കലല്ലത്, അനുഷ്ഠാനം കൊണ്ട് മുന്നേറേണ്ടവളാണ് പെൺകുട്ടി. അപ്പം മറ്റുള്ളവരും എന്ത് ചെയ്യും? യത് ആചരതി ശ്രേഷ്ഠ. ഗീതയിലെ 3-ാം അധ്യായത്തിലെ 18-ാം ശ്ലോകം. യത് ആചരതി ശ്രേഷ്ഠ തദേവ ഇതരാജന അനുവർത്തതേ. ആചരിക്കുന്നവരാണ് ശ്രേഷ്ഠന്മാര്. അപ്പൊ മറ്റുള്ളവർ എന്ത് ചെയ്യും? അനുവർത്തതേ. ഇതാണ് കൃഷ്ണൻ ഗീതയിൽ പറയുന്നത്.
യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജന സയത് പ്രമാണം കുരുതേ. കിട്ടിയോ ശ്ലോകം? ശ്ലോകം കിട്ടിയോ നിങ്ങൾക്ക്? ഗീതയില് 3-ാം അധ്യായത്തില് 21-ാം ശ്ലോകം. 18 21. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജന സയത് പ്രമാണം കുരുതേ ലോകസ്തതിന് വർത്തതേ. കണ്ടോ? അപ്പം ആചരിച്ച് കാണിക്കേണ്ടവളാണ് ആര്? നിങ്ങളൊക്കെ പെൺകുട്ടികളെ അങ്ങനെ വളർത്തി നോക്കൂ. ആ പെൺകുട്ടി എവിടെ എത്തിച്ചേരുന്നുണ്ടോ ആ വീട്ടുകാര് പറയും, ഓ ഇങ്ങനെ ഒരു കുട്ടി ഈ വീട്ടിൽ വന്നല്ലോ, ഇവള് കാല് വെച്ചപ്പോഴാണ് ഈ വീട് ഒന്ന് ഉണർന്നത്, ഈ വീടിനൊരു ഐശ്വര്യമുണ്ടായത്. അങ്ങനെ പറയിപ്പിക്കണ്ടേ? വേണോ വേണ്ടയോ? അങ്ങനെയുള്ള കുട്ടികളെയാണ് അപ്പൊ നിങ്ങൾ വാർത്തെടുത്തത്? എത്ര പേര് അങ്ങനെയുള്ള കുട്ടികളെ വാർത്തെടുത്തിട്ടുണ്ട്? ഇടയ്ക്ക് എന്റെ കാഴ്ച പോകുന്നുണ്ട്, എന്താ അറിയില്ല. നാണോ ഇല്ലേ നിങ്ങക്ക്? കഷ്ടം. കുട്ടികളെ അങ്ങനെ വാർത്തെടുത്തിട്ടില്ലെങ്കിൽ ആർക്കാ നഷ്ടം? നിങ്ങൾക്ക് കാണാം. നിങ്ങൾ നോക്കൂ, ദിവസവും പത്രത്തിൽ ഒരു പെൺകുട്ടിയെങ്കിലും ആത്മഹത്യ ചെയ്യാത്ത ദിവസമുണ്ട്. ഒന്നുകിൽ അത് കത്തിക്കുത്തേറ്റ് മരിച്ചിട്ടുണ്ടാവും, വല്ലവന്റെയും പ്രേമം കൊണ്ട് അതിനെ കൊന്നിട്ടുണ്ടാവും, ശ്വാസം മുട്ടിച്ചു കൊന്നു എന്നൊക്കെ കേൾക്കാറില്ലേ? ഉണ്ടോ? അതാരാ ഉത്തരവാദി? നിങ്ങൾ ഉത്തരവാദി. അതുകൊണ്ട് കാലത്തെണീറ്റ് കുട്ടികളെയൊക്കെ ഒന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് കൊണ്ടുവരിക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കുറച്ചു നേരം ഇരുന്ന് നാമം ജപിക്കാത്ത ഒരു ദിവസവും വീട്ടിൽ കുറെ അന്ധവിശ്വാസം നിങ്ങളുടെ കൂടെ ഉണ്ട്. അതാണ് കുളിച്ചില്ലെങ്കിൽ നാമം ചൊല്ലിയ വല്ല ദോഷവും ഉണ്ടാവും. അങ്ങനെ ഒരു ദോഷവും ഇല്ല. കുളിച്ചില്ലെങ്കിലും എന്ത് ചെയ്യാം? പറയൂ. നാമം ജപിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഞാൻ ഒന്നുകൂടി വ്യക്താക്കുകയാണേ. അപവിത്ര പവിത്രോവ ശ്ലോകമാണ്, പുരാണങ്ങളിലെ ശ്ലോകമാണ്. അപവിത്ര പവിത്രോവ എന്ന് പറഞ്ഞാൽ എന്താണ്? അപവിത്രമാവട്ടെ ശരീരം, പവിത്രമാവട്ടെ എന്ന് വെച്ചാൽ കുളിച്ചോട്ടെ, കുളിക്കാതിരുന്നോട്ടെ. ഇനിയിപ്പോ പെൺകുട്ടികളാണ് പീരീഡ് അങ്ങനത്തെ പ്രശ്നമൊക്കെ, ശുദ്ധാശുദ്ധങ്ങളൊക്കെ ഉണ്ട്. സ്മരേത് പുണ്ടരീകാക്ഷം. എന്ത് ചെയ്യണം? അപവിത്രമായാലും എന്ത് ചെയ്യണം? ഭഗവാനെ സ്മരിക്കുന്നത് ഒരിക്കലും മുടങ്ങാൻ പാടില്ല. അപ്പോ ബാഹ്യാഭ്യന്തര ശുചി, അവരുടെ ഉള്ളിലും പുറത്തും ശുചിത്വമുള്ളവരായി മാറും. അപ്പൊ ഭഗവാന്റെ നാമം എപ്പോഴും എന്നും ചൊല്ലണം. സർവേഷു കാലേഷു മാം അനുസ്മര. പറയൂ. ഇത് ഗീതയില് 7-ാം അധ്യായത്തില് 7-ാം ശ്ലോകം. സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധ്യച. മനസ്സിലായില്ലേ? 7-ാം അധ്യായത്തിൽ കൃഷ്ണൻ പറയും, അർജുന സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധ്യച എന്ന് പറയും. അപ്പൊ നമ്മളൊക്കെ ഭഗവാന്റെ നാമജപത്തിൽ ഒരു വീഴ്ചയും ഉണ്ടാക്കരുത്. ക്ലിയർ ആണോ? ഏതായാലും പൂതനയുടെ കഥ പറഞ്ഞപ്പോഴാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മളിലൊക്കെ ഒരു ഭൂതാത്മാവുമുണ്ട്, നമ്മളിലൊക്കെ ഭൂതാത്മാവായ പരമാത്മാവുമുണ്ട്. ആ ഭൂതാത്മാവിലേക്ക് എത്താൻ തടസ്സം സൃഷ്ടിക്കുന്ന ഇവിടെ വന്നതേ ഇല്ല. ആരുണ്ട്? പൂതനയുമുണ്ട്. ആരുണ്ട്? പൂതനയുണ്ട്. അപ്പൊ പൂതന എന്ന് പറയുന്നത് നമ്മളിലെ ദുർബല അനാവശ്യ ചിന്തകളാണ്. അപ്പൊ അതിനെയൊക്കെ ഒന്ന് മാറ്റാൻ എന്താ വഴി? ദിവസവും കുറച്ച് സമയം ഇരുന്ന് നാമം ജപിക്കുമ്പോൾ പൂതന അവിടെ നിന്ന് പോയി അതാരായി മാറും? ഭൂതാത്മാവായി പരമാത്മാവായി മാറും. പൂതന മനസ്സിനെ പരമാത്മാവാക്കി പരിവർത്തനം വരുത്തുന്ന കഥയാണ് പൂതനാമോക്ഷം. എന്താ പറഞ്ഞത്? പൂതനാ മനസ്സിനെ ഭൂതാത്മാവായ പരമാത്മാവാക്കി പൂർണാത്മാവാക്കി മാറ്റുന്ന പരിവർത്തനത്തിന്റെ കഥയാണ് പൂതനാമോക്ഷം. ഈ പൂതനാമോക്ഷം എവിടെയാ സംഭവിക്കേണ്ടത്? ഇതെവിടെയാ സംഭവിക്കേണ്ടത്? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ. എന്താ നോക്കൂ നിങ്ങള്, നമുക്കൊരു സാധ്യത കാണിച്ചു തരികയാണ്. ഇപ്പം നമ്മളൊക്കെ ഭൂതാത്മാക്കളല്ല, ഇപ്പം
പൂതനയുണ്ട്. ഇനി ആ പൂതനയെ നമുക്കൊന്ന് ഭൂതാത്മാവാക്കി മാറ്റണം. അതിന് അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടാവണം. അപ്പൊ അത് കഴിഞ്ഞ് അടുത്ത കഥ കാണുന്നത് കൃഷ്ണന്റെ നാമകരണം. ഞാൻ അവിടുന്ന് ഇവിടെ നോക്കി എടുക്കുള്ളേ, കാരണം കണ്ടിന്യൂസ് കഥ പറയാൻ നമുക്ക് സമയമില്ല. 8-ാം അധ്യായത്തിലെ ദശമസ്കന്ധത്തില് കൃഷ്ണന്റെ നാമകരണം. അപ്പൊ കൃഷ്ണന് പേരിടുന്നത് ഗർഗമഹർഷിയാണ്. പറഞ്ഞു പണ്ട് ഈ കുട്ടി ആരായിരുന്നു? വസുദേവന്റെ മകനായതുകൊണ്ട് വാസുദേവൻ എന്നൊരു പേരുണ്ട്. പിന്നെ രണ്ടാമത് പറഞ്ഞു ഈ കുട്ടിക്ക് നാരായണ സമനാണ് എന്നൊരു പേര്. പിന്നെ നിറം കറുപ്പായതുകൊണ്ട് കൃഷ്ണവർണ്ണമായതുകൊണ്ട് കൃഷ്ണൻ എന്നൊക്കെ അർത്ഥം പറഞ്ഞു. അപ്പൊ കൃഷ്ണൻ എന്ന വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം എന്താണ്? നമ്മൾ രണ്ടർത്ഥത്തിലാണ് എടുക്കേണ്ടത്. കൃഷ്ണൻ എന്നാൽ ആകർഷണം എന്നർത്ഥം. എന്തുകൊണ്ടാണ് മനസ്സ് ആകർഷിക്കുന്നത്? ഇത് നമ്മളാരും പഠിക്കുന്നില്ല. ഈ ആകർഷണം എന്നത് എവിടുന്നാ തുടങ്ങുന്നത്? നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? വിഷമമുണ്ട്. നിങ്ങൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. ഒരു കൊച്ചു കുട്ടിക്ക് അമ്മയോട് ആകർഷണം ഉണ്ടോ? ഒക്കെ പറയൂ നിങ്ങൾ. ആ കുട്ടിയുടെ മനസ്സ് ഉണർന്നാലല്ലേ ആകർഷണമുള്ളൂ. ഉണ്ടോ? ഇല്ലേ? അങ്ങനെയല്ലേ മനസ്സുണരും. ഇനി ശ്രദ്ധിക്കൂ നിങ്ങൾ. ആ മനസ്സ് ബോധ മനസ്സായതുകൊണ്ടല്ലേ? ആണോ അല്ലയോ? ആണ്. ഇനി ശ്രദ്ധിക്കുക നിങ്ങൾ. ആ ആകർഷണം ശരിക്കും എവിടുന്നാണ് വരുന്നത്? അതിന്റെ ഉറവിടം ഏതായിരിക്കും? ബോധമാണ്. കാരണം എന്താ? ശ്രദ്ധിക്കുക നിങ്ങൾ, എന്നാ മനസ്സിലാവും. ബോധമാണ്. കാരണം മനസ്സിന്റെ ആകർഷണം, മനസ്സിന് വൈകാരികമായ ഇഷ്ടാനിഷ്ടങ്ങളുടെ ആകർഷണമാണ്. ഇഷ്ടാനിഷ്ടങ്ങളുടെ ആകർഷണമാണ് ഏതിനുള്ളത്? മനസ്സിന്. കുട്ടി വളർന്നു വരുമ്പോൾ കളിപ്പാട്ടത്തിലേക്ക് ആകർഷിക്കും. അത് കഴിഞ്ഞാൽ കോളേജിലെത്തിയ വല്ല പെമ്പിള്ളേരുടെ നേരെ ആകർഷിക്കും, അല്ലേ? അതോടുകൂടി അമ്മയോടുള്ള ആകർഷണത്തിന്റെ തീവ്രത പറയും. അപ്പോഴും ആകർഷണമുണ്ട്. എന്തുണ്ട്? ഈ ആകർഷണം മനസ്സിന്റെ ആയിരുന്നോ ബോധത്തിന്റെ ആണോ? ബോധത്തിന്റെ ആയതുകൊണ്ടാണ് കുട്ടിക്ക് ഒരു ചിന്തയിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഇഷ്ടത്തിൽ നിന്നും മറ്റൊരു ഇഷ്ടത്തിലേക്ക് മാറാൻ പറ്റുന്നത്, ആണോ? ഇനി കുറെ കഴിഞ്ഞ് മനസ്സിലാവുകയാണ്, ഈ പ്രേമിച്ചവരൊന്നും കൂടല്ലേ, അമ്മ എന്നെയും കൂടുള്ളൂ. അപ്പൊ വീണ്ടും ആരിലേക്ക് വന്നു? കുറെ കഴിഞ്ഞപ്പോ അമ്മയും പോവാറായി. ഇനിയിപ്പോ ആരിലേക്ക് എടുക്കണം? ഇനിയിപ്പോ വേറെ ഒന്നും വഴിയില്ല. ആരോടെടുക്കണം? വേറൊരു കേസിലേക്കോ? ഇനി ആരോടെടുക്കണം? ഭഗവാനോടെടുക്കണം. അപ്പൊ ഇനി കുറെ അനുഷ്ഠാനങ്ങളും ഒക്കെ കൊണ്ടു നടന്ന് ആരോടെടുത്തു? ഭഗവാനോട്. അങ്ങനെ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം തുടങ്ങിയിട്ടുള്ള രീതിയിലൂടെ മനസ്സിന്റെ ആകർഷണം ലോകത്തിൽ നിന്നും നാമത്തിലേക്കും നാമത്തിൽ നിന്ന് തിരിച്ചു ബോധത്തിലേക്കൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതിന് കാരണം ഈ ആകർഷണങ്ങളൊക്കെ എവിടെ ഉള്ളത് കൊണ്ടാണ്? നമ്മൾ ഉണ്ടാക്കിയ ആകർഷണാണോ? ഇതെവിടെ ഉണ്ട്? ഓൾറെഡി ബോധത്തിലുണ്ട്. ആ ബോധത്തെ വിളിക്കുന്ന പേരാണ്, പൂർണ്ണബോധത്തെ വിളിക്കുന്ന പേരാണ് കൃഷ്ണൻ. കൃഷ്ണൻ എന്നാൽ അനന്തമായ, സ്വതന്ത്രമായ, പൂർണ്ണമായ ആകർഷണമുള്ള ബോധം. ആകർഷിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഉണരുന്നത്. മനസ്സാകർഷിക്കുന്നത് കൊണ്ടാണ് രാത്രി ഉറക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നത്. മനസ്സാകർഷിക്കുന്നത് കൊണ്ടാണ് നല്ലത് കേൾക്കാൻ നിങ്ങൾ വരുന്നത്. മനസ്സാകർഷിക്കുന്നത് കൊണ്ടാണ് നല്ലത് നിങ്ങൾ അനുഷ്ഠിക്കുന്നത്. മനസ്സാകർഷിക്കുന്നത് കൊണ്ടാണ് കുറെ കഴിഞ്ഞാൽ ഇരുന്ന് ജപത്തിലേക്കും ധ്യാനത്തിലേക്കുമൊക്കെ നിങ്ങൾ മുഴുകുന്നത്. ഇതൊക്കെ ഏത് കാരണം? ബോധം. അതുകൊണ്ട് കൃഷ്ണന്റെ പേര് പൂർണ്ണബോധം. എന്താണ്? അവർക്ക് പറയൂ. അതുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് തുടങ്ങുന്നത് എങ്ങനെയാണ് കൃഷ്ണനെ സ്തുതിക്കുന്നത്? സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം, അല്ലേ? സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം
നിഗമശതസഹസ്രേന നിപാത്യമാനം. അവസാനം പറയുന്ന എന്താണ്? യോഗീന്ദ്രാണം ത്വതംഗേഷു സുമധുരം മുക്തിഭാജം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാദതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ. എവിടെയാ കാണേണ്ടത് ഈ ആകർഷണം? എവിടെയാണ് ഇനി കാണേണ്ടത്? ഉള്ളിൽ കാണണം. അപ്പൊ ഉള്ളിൽ ഇത് ആകർഷിക്കാനുള്ളൊരു കഴിവുള്ളത് കൊണ്ടല്ലേ? ആണോ? ഈ ആകർഷകരാണ് കൃഷ്ണൻ. ഏതായാലും കൃഷ്ണൻ അങ്ങനെ വളർന്നു വരുന്നു. കൃഷ്ണൻ വളർന്നു വന്ന് ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കണേ. ഒരു ദിവസം ഇപ്പൊ കൃഷ്ണൻ ഇത്തിരി കുരുത്തക്കേടും പോക്കിരിത്തരൊക്കെ തുടങ്ങി. ഓരോ വീടുകളിൽ പോവുക, വെണ്ണ കക്കുക. ഒരു സ്വയം തൊഴിൽ ആദ്യം കണ്ടെത്തിയ അവതാരമാണ് ആര്? കൃഷ്ണൻ. വെണ്ണ കക്കുക, പാല് കക്കുക. ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അവരുടെ കുടം അടിച്ചു പൊട്ടിക്കുക. ഇനി പശുവിന്റെ അകട്ടത് നേരിട്ട് കുടിക്കുക. ആ ഗോപികമാരുടെ ഒക്കെ വീടുകളിൽ പോയി ഒരു സ്വരൂല്ല അവർക്ക്. അവരെപ്പോഴും ഈ കൃഷ്ണനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കൃഷ്ണൻ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് ഉറി കണ്ടുപിടിക്കേണ്ടി വന്നത്. അതുവരെയൊക്കെ താഴെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന കലമൊക്കെ എവിടെ തൂക്കിയിടേണ്ടി വന്നു? കാരണം ഇത് കൃഷ്ണൻ കക്കാൻ തുടങ്ങി. അപ്പൊ കൃഷ്ണൻ കാരണം അവർ കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിച്ചു. അത് ഫ്രിഡ്ജില്ലല്ലോ. ഇനി ഫ്രിഡ്ജിൻ്റെയായിരുന്നു കൃഷ്ണൻ അതും എടുക്കുമായിരുന്നു. ഏതായാലും ഇങ്ങനെയൊക്കെ കട്ടും ഒക്കെ കളിച്ചും ഒക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം എന്തോ കൂടെയുള്ളവർക്ക് ഷെയർ കിട്ടിയിട്ടില്ലാവണം. ഈ ഷെയർ കിട്ടിയിട്ടില്ലെങ്കിലല്ലേ ഇതൊക്കെ പൊട്ടിക്കുക. അങ്ങനെയുള്ള സ്വർണ്ണക്കടത്തൊക്കെ പിടിക്കുന്നത്. അല്ലാതെ ഈ കസ്റ്റംസുകാരുടെ കഴിവുകൊണ്ടാണോ? കിട്ടേണ്ടവർക്ക് ഷെയർ കിട്ടിയില്ലെങ്കിൽ അവർ ഒറ്റി കൊടുത്തു കളയും. അങ്ങനെയാണ് പല കേസുകളും. ഇതുപോലെ എന്തോ ഇവിടെ ഷെയർ കൊടുത്തില്ലേണോ, ഇവരെല്ലാവരും കൂടി ചെന്ന് യശോദാ മാതാവിനോട് പറഞ്ഞു കൃഷ്ണൻ മണ്ണ് തിന്നു എന്ന്. ഇത് കേട്ടപ്പോ അമ്മയ്ക്ക് കലി വന്നു. എടാ നീ മണ്ണ് തിന്നു എന്ന് വെച്ചു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു മണ്ണാരെയും കഴിക്കൂ? മണ്ണ് കളിക്കാനുള്ളതല്ലേ, മണ്ണ് കഴിക്കാനുള്ളതാണ്. നിന്റെ ന്യായമൊന്നും എനിക്ക് കേൾക്കണ്ട. നീ മര്യാദയ്ക്ക് വായ തുറക്കടാ. നിന്റെ വായയിൽ മണ്ണുണ്ടോ നോക്കട്ടെ. കൃഷ്ണൻ പറഞ്ഞു ഇവരൊക്കെ നുണ പറയാണ്. എന്റെ വായയിൽ മണ്ണൊന്നുമില്ല. എനിക്ക് നിന്റെ യാതൊരു വർത്തമാനം കേൾക്കണ്ട. ഗോപന്മാര് പറയണോ, ബലരാമൻ പറയണോ? ബലരാമൻ നുണ പറയില്ല എന്നാണ് യശോദയുടെ ഉറപ്പ്. അപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണൻ അത് ചെയ്തിട്ടുണ്ട്. നീ വായ തുറക്കണം. അപ്പൊ കൃഷ്ണൻ ഒന്ന് കണ്ണടച്ചു. അമ്മയ്ക്ക് വായുള്ള മണ്ണ് കാണണമല്ലേ, എന്നാ അങ്ങോട്ട് മണ്ണ് കാണിച്ചു കൊടുക്കാം എന്നൊക്കെ തീരുമാനിച്ചതും. പിന്നെ എന്താ ഉണ്ടായത്? എന്താ അമ്മ കാണുന്നത് എന്നറിയോ? ആ അധ്യായം ഒന്ന് വായിക്കാം, അല്ല ഭാഗം ഒന്ന് വായിക്കാം. ഇത് 8-ാം അധ്യായമാണേ. ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ 8-ാം അധ്യായത്തിൽ പറയുന്നൊരു ഭാഗമാണ് കൃഷ്ണൻ മണ്ണ് കഴിച്ചു എന്നുള്ള ആ ഭാഗം. 35-ാം ശ്ലോകം മുതൽ 35-ാം ശ്ലോകം. നാഹം ഭക്ഷിതവാനമ്പാം സർവേ മിഥ്യാഭിശാസ്യംസിനാം യദി സത്യഗിരത്തർഹി സമക്ഷം പശ്യമേ മുഖം യത്യേവം തർഹി വ്യാദേഹിത്യുക്തസ്ത ഭഗവാൻ ഹരി വ്യാദത്യാ വ്യാകൃതൈശ്വര്യ ക്രീഡാമരജബാലകാം സാ തത്ര ദദശേ വിശ്വം ജഗൽത്താൻ സ്വജഗം ദിശ സാദ്രിദീപാപ്തി ഭൂഗോളം സാവായഗ്നിന്ദ്രുതാരകം ജ്യോതിശക്രം ജലം തേജോ നഭസ്വൻവിയദേവ ച വൈകാരികാണിന്ദ്രിയാണി മനോ ഗുണാത്രയ മാത്രാഗുണത്രയ ഏതൽ വിചിത്രം സഹജീവകാല സ്വഭാവകർമാശയലിംഗഭേദം തുനോസ്തനോ വീക്ഷ്യ വിതാരിദാസി വ്രജം സഹാത്മാനമവാപശങ്കം കിം സ്വപ്നയേതതുവദേവമായ കിം പാമതീയോപദ ബുദ്ധിമോഹാം അതോ അമുഷീവ മമാർഗപസ്യ യക്കശ്ചനോപത്യാത്മയോഗ അതോ യഥാവന്ന വിതർക്കഗോചരം ചേതോ മനഃകർമ്മവജോഭിരഞ്ജസ യദാശ്രയം യേന യതപ്രദീയതേ സുദുർവിഭാവ്യം പ്രണതാസ്മി തത്പദം തുടങ്ങിയുള്ള വരികൾ മനോഹരമായ വരികളാണ്. എന്താ പറയണത്? ആ അമ്മ കണ്ട സാ തത്ര ദദശേ വിശ്വം. എന്താ കണ്ടത്? ജഗൽസ്ഥാൻ സുജഖം ദിശ. എന്തൊക്കെയാ കാണുന്നത്?
സാ അദ്രിദീപ ഭൂഗോളം. എന്താ കണ്ടത്? ഞാൻ ഇന്നലെയും പറഞ്ഞു നിങ്ങളോട്. ഏത് വാക്ക്? ഈ ഭൂമി ഉരുണ്ടതാണെന്നൊക്കെ പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാര് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആർക്കറിയാമായിരുന്നു? അല്ലെങ്കിൽ ഭൂഗോളം എന്നുള്ളൊരു വാക്ക് പറയോ? ഭൂഗോളം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ കൂടെ വരുന്നില്ലേ നിങ്ങള്? നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന എന്താ അറിയോ? ഗലീലിയോ മറ്റേ ടെലസ്കോപ്പ് കണ്ടുപിടിച്ചിട്ടാണ് അത്ര ഇത് ഭൂ ഉരുണ്ടതാണെന്ന് മനസ്സിലായത്. എന്നാ അങ്ങോര് ഈ പുട്ടുകുറ്റി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഋഷിവര്യന്മാര് ധ്യാനത്തിലൂടെ കണ്ടെത്തിയിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഇതൊക്കെ? ഭൂഗോള വർണ്ണന ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലേ? ഇനിയാണ് നിശ്രദ്ധിക്കുന്നത്. കൃഷ്ണന്റെ വായിൽ ഈ പ്രപഞ്ച വ്യവസ്ഥ മുഴുവൻ ആര് കണ്ടു? അമ്മ കണ്ടു. കഥ പറയുമ്പോ പറയും ആ ഭൂമിയിലൊരു ഗോകുലം, ആ ഗോകുലത്തിലൊരു കൃഷ്ണൻ, ആ കൃഷ്ണന്റെ മുന്നിൽ ഒരമ്മ, വീണ്ടും അമ്മ കാണുന്നത് ആ കൃഷ്ണനും വായ പൊളിച്ചിട്ട്. ഈ ബാർബർ ഷോപ്പിലെ കണ്ണാടി പോലെയാണ്. അവര് മുന്നിലും പിന്നിലും കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ മുന്നിൽ കൂടെ നോക്കുമ്പോൾ ഒരുപാട് തലയുള്ളത് പോലെ തോന്നും. ചില ക്ഷേത്രങ്ങളുണ്ട് അങ്ങനെ, രണ്ട് ഭാഗത്തും മിറർ വെച്ച് കഴിഞ്ഞാല്, അങ്ങ് ഹരിദ്വാറിലൊരു ക്ഷേത്രമുണ്ട്, ഏത് ഭാഗത്തോടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് അറ്റമില്ലാത്ത രീതിയിൽ കാണും. കാരണം അപ്പുറത്തി റിഫ്ലക്ഷൻ കൊണ്ട്, ഇല്ലേ? ഇതുപോലെ അമ്മയ്ക്ക് ആ വായിൽ അങ്ങനെ പ്രപഞ്ച വ്യവസ്ഥ മുഴുവൻ കാണാൻ സാധിച്ചു. ചോദിക്കുകയാണ്, കിം സ്വപ്നയേതതുവദേവമായാം കിം വാമതീയോപദ ബുദ്ധിമോഹാം അതോ അമുഷൈവ മമാർക്കപസ്യ യക്കശനോപത്തികാത്മയോഗാം. എന്താണ് ഞാൻ ഈ കാണുന്നത്? എന്തോ ഒരു ഭ്രമം വന്നതാണോ? ഈ ഒരു കഥയുണ്ടല്ലോ, മോസ്റ്റ് മോഡേൺ സയൻസിന്റെ ഇപ്പോഴത്തെ കണ്ടുപിടുത്തമാണ്. കൃഷ്ണൻ എന്നാൽ അർത്ഥം പൂർണ്ണബോധം എന്നാണ്. എന്താണ്? ഒരു കാര്യം ശ്രദ്ധിക്കുക, ലോകം എന്നാൽ, ശ്രദ്ധിക്കണേ, ഇന്ന് ശാസ്ത്രം ഇത് മനസ്സിലാക്കിയിരിക്കണം. ലോകം എവിടെയാണ്? വേർ ദിസ് വേൾഡ് എക്സിസ്റ്റ്. ഈ പ്രപഞ്ചം എവിടെയാണ്? ഈ യൂണിവേഴ്സ് എവിടെയാണ്? നേരത്തെ കരുതിയത് സ്പേസിലാണെന്നാണ്. ഇപ്പൊ ഭൂമിയൊക്കെ സ്പേസിൽ നിൽക്കുന്നു എന്നാണ്. ഇപ്പം അവര് മാറ്റി പറയാൻ തുടങ്ങി. കാരണം ശ്രദ്ധിക്കണം നിങ്ങൾ, ഐൻസ്റ്റീനിയൻ തിയറി അനുസരിച്ച് സ്പേസ്, ടൈം ആൻഡ് മാറ്റർ, ഇതാണ് പ്രപഞ്ചം. ഈ 3 ഡയമെൻഷണൽ പിക്ചറാണ് ഐൻസ്റ്റീൻ ഒക്കെ പഠിപ്പിക്കുന്നത്. സ്പേസ്, ഒബ്ജക്റ്റ് അല്ലെങ്കിൽ മാറ്റർ, ടൈം, കാലം. ഇന്നിപ്പോൾ ശാസ്ത്രം പറയുന്നത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണം, കാലചക്രത്തിൽ കറങ്ങുകയാണത്. ഏത് ചക്രത്തിൽ? കാലത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ശ്രദ്ധിക്കണം നിങ്ങളെ, ഒരു കൃത്യമായ അളവിലാണ് സഞ്ചരിക്കുക. എന്താ ഞാൻ പറഞ്ഞത്? തോന്നിയ അളവിലല്ല എന്നർത്ഥം. ഇതിന്റെ അളവിനൊരു കൃത്യതയുണ്ട്. ഉണ്ടോ? നിങ്ങളൊന്ന് സ്വയം ആലോചിച്ചു നോക്കൂ, ഈ അളവ് നിങ്ങൾക്ക് മനസ്സിലാവാൻ. ഒരമ്മ ഗർഭിണിയാവുമ്പോ ഈ ലോകത്തുള്ള സ്ത്രീകളൊക്കെ, കുട്ടിയുടെ വളർച്ച, അമ്മയുടെ വയറ്റിൽ കുട്ടി വളരുന്നു, അമ്മയ്ക്ക് വല്ല പിടിയുണ്ടോ? വയറ്റിൽ എന്താ സംഭവിക്കുന്നത് അമ്മയ്ക്ക് വല്ല പിടിയുണ്ടോ? അതൊക്കെ പറയൂ. എന്നാൽ ഓരോ ആഴ്ചയും ഇത്രയാണ് വളരേണ്ടത്, ഒരു കണക്കുണ്ടോ? ഇല്ല. ഒരു തോന്നിയ പോലെ കണ്ട് വളരുകയാണോ? ചെറിയ വേരിയേഷൻസ് ഒക്കെ വെയിറ്റിൽ ഉണ്ടാവുന്നല്ലാതെ, എന്നാലും ഒരു ജനറൽ ഇല്ലേ? ഉണ്ടോ? ഒരു 3-ാമത്തെ മാസമൊക്കെ ആകുമ്പോഴല്ലേ ആണും പെണ്ണും ആണൊക്കെ അറിയുള്ളൂ. ഒരു 3.5 മാസമൊക്കെ ആകുമ്പോഴേക്കും അംബിളിക്കൽ കൂടെ കണക്ട് ചെയ്യുള്ളൂ. ആണോ? ഇതൊരു യൂണിവേഴ്സൽ നിയമമാണോ? അത് ഓരോ സ്ത്രീക്കും വ്യത്യസ്ത നിയമമുണ്ടോ? അവർക്ക് പറയൂ നിങ്ങൾ. ഇല്ല. അപ്പൊ ഒരു അളവ് കൃത്യതയോടെ അളന്നു പോകുന്ന, ചലിക്കുന്നത് കൊണ്ടല്ലേ? ആണോ? ഒന്നുകൂടി പറയാം. ഇനി ആ കുട്ടി അമ്മയുടെ വയറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, പുറത്തേക്ക് വന്നു.
ഇനി അതിലൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. ഈ അംബ്ലിക്കൽ കോഡ് കണക്ട് ചെയ്യുന്നൊക്കെ എടുപ്പോട്ടെ. അമ്മയുടെ ശരീരത്തിൽ രക്തം തന്നെയാണ് പാലാവുന്നത്. എന്താണ് കുട്ടി കുടിക്കുന്ന സാധനം? അമ്മയുടെ രക്തം തന്നെയാണ്. പക്ഷെ അത് പാലായി മാറും. അതിലും ഒരു അളവിലൊരു നിയന്ത്രണമുണ്ട്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? രക്തം പാലായി മാറുന്നതിൽ ഒരു നിയന്ത്രണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? രക്തം കണക്കിലധികം അങ്ങോട്ട് പാലായി പോയാൽ അമ്മ ഫെയിലായി, അമ്മയുടെ ബ്ലഡ് കുറഞ്ഞ് ആള് മരിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ കാലം എത്രമാത്രം ഒരു കൃത്യതയിലാണ് കാര്യം കൊണ്ട് നടക്കുന്നത്. കാലം എന്നത് ശ്രദ്ധിക്കണം, ചലനമാണ്. കാലം, ചലനത്തിന് 2 രൂപമുണ്ട്, വികാസവും സങ്കോചം. ഇനി ശ്രദ്ധിക്കുക, കാലം ഇരിക്കുന്നത് ബോധത്തിലാണ്. കാരണം ബോധത്തിന് മാത്രമേ നിയന്ത്രിക്കാനും നിർദ്ദേശിക്കാനും കഴിവുള്ളൂ. എന്താണ് ഇത് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല. നിയന്ത്രിക്കുവാനും, ആ വാക്ക് നിങ്ങൾ വന്നില്ല, നിയന്ത്രിക്കുവാനും. ഒരു ഒറ്റ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. അമ്മയുടെ വയറ്റിൽ കുട്ടി വളരുന്നു. ഈ കുട്ടിക്ക് ഇനി ഫർദർ വളരണമെങ്കിൽ അമ്മ കഴിക്കുന്ന ആഹാരം കുട്ടിയിലേക്ക് എത്തണം, വേണ്ടേ? അമ്മയുടെ വയറ്റിൽ നിന്ന് കഴിച്ച ആഹാരത്തിന്റെ സൂക്ഷ്മമായ ഭാഗം കുട്ടിയുടെ വയറിലേക്ക് കണക്ട് ചെയ്യുന്നത്, അതിനൊരു നിർദ്ദേശം കൃത്യമായില്ലെങ്കിൽ, ഇത് തെറ്റായി കണക്ട് ചെയ്യപ്പെട്ടു പോയാൽ ആകെ പണി പാളിപ്പോയി. ആണോ? മനസ്സിലാവുണ്ടോ? അപ്പൊ ഒരു നിയന്ത്രണവും നിർദ്ദേശവും കാലത്തിനുള്ളത് കൊണ്ടാണ് കൃത്യതയോടെയെല്ലാം വളർന്ന് വികസിച്ച് ചുരുക്കുന്നത്. കൂടെ വന്നില്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെ കൈകാലുകളൊക്കെ എടുത്തു നോക്കിയാൽ ഒരാളും പറയാതെ അതിന്റെ അളവ് കൃത്യമാണ്. 2 കൈയുടെയും നീളം കൃത്യതയിലാണോ? ഇന്ന് വരെ ആരുടെങ്കിലും അങ്ങനെ അളവ് തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ചെറിയ എന്തെങ്കിലും ഡിഫോമിറ്റി ഉള്ളതുകൊണ്ടാണ്. എന്നാലും ജനറലി നമ്മളിപ്പോ ഒരു തുണി തയ്ക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ കൈയിന്റെ ഒക്കെ, ഇപ്പൊ നിങ്ങൾ ബ്ലൗസ് തയ്ക്കുന്നു അല്ലെങ്കിൽ ആണുങ്ങൾ ഷർട്ട് തയ്ക്കുന്നു, അളവെടുക്കണോ? വേണ്ട. അളവെടുക്കാതെ അടിച്ചു വന്നാലോ? അളവെടുക്കാതെ തയ്ച്ചു വന്നാൽ എങ്ങനെ ഉണ്ടാവും? നാട്ടുകാരെ മുന്നിലിടാൻ പറ്റില്ല. ചിലപ്പോ ഒരു കൈയുടെ നീളം കൂടുതലായിരിക്കും, ഒരു കൈയുടെ നീളം കുറവായിരിക്കും. അപ്പൊ ഒരളവ് വേണ്ടേ? വേണോ? ഒരളവ് അളന്നെടുക്കുമ്പോൾ അതിൽ ഇത്രയേ പാടുള്ളൂ എന്നതൊക്കെ ബുദ്ധിയിൽ മനസ്സിലാക്കണം, വേണ്ടേ? ഇനി ആലോചിച്ച് നോക്കൂ, കാലം ഈ ശരീരത്തെ വളർത്തുമ്പോൾ ഈ കൈയുടെ ലെഫ്റ്റും റൈറ്റും അതിന്റെ നീളം എങ്ങനെ കൃത്യതയിലാവുന്നത്? ഈ കാലിന്റെ നീളം കൃത്യതയിലല്ലേ വരുന്നത്? എന്നാ ഒന്നും മിണ്ടാത്ത നിങ്ങള്. അപ്പൊ ഇതിനൊരു നിർദ്ദേശവുമുണ്ട്, നിയന്ത്രണം. കാലം സ്വതന്ത്രമല്ല എന്നിന്ന് ശാസ്ത്രം പറയുന്നു. The time is not independent. The time is controlled by infinite intelligence. ഇപ്പൊ സയൻസ് അതിലേക്ക് എത്തിക്കഴിഞ്ഞു. The time is under the control of infinite intelligence. കാരണം കാലത്തിന് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കൂടെ വന്നില്ല. നിങ്ങള് കൂടെ വന്നില്ല, മനസ്സിലായോ ആർക്കെങ്കിലും? അപ്പൊ ഇൻഫിനിറ്റ് ഇന്റലിജൻസിനെ കൃഷ്ണൻ എന്ന് വിളിച്ചോളൂ. ലോകം, കാലം അതങ്ങനെ ചലിക്കുന്നു, ചുരുങ്ങുന്നു. എവിടെ? കൃഷ്ണന്റെ വായിൽ. കൃഷ്ണനാകുന്ന ഒരു ഇൻഫിനിറ്റ് ഇന്റലിജൻസിൽ വളർന്ന് വികസിച്ച് സങ്കോചിക്കുന്ന പ്രപഞ്ചത്തെയാണ് കൃഷ്ണൻ അന്നേക്ക് കാണിച്ചു കൊടുത്തത്. ഇന്നത്തെ മോസ്റ്റ് മോഡേൺ സയൻസിന്റെ കണ്ടുപിടുത്തത്തെ കഥയിലൂടെ വ്യാസൻ ആവിഷ്കരിക്കും. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാനിതൊക്കെ പഠിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഭാഗവതത്തോട് അത്ര ഒരു ഇഷ്ടം. ബിക്കോസ് ഇറ്റ് ഇസ് സോ കൺവിൻസിങ്. ഇന്നത്തെ മോസ്റ്റ് മോഡേൺ സയൻസ് എത്തി നിൽക്കുന്നത് നമുക്കൊന്ന് ഇന്റർപ്രറ്റ് ചെയ്യണമെന്ന് മാത്രം.
ഇതിനൊന്ന് വ്യാഖ്യാനിക്കണം എന്ന് മാത്രം. അന്ന് കൃഷ്ണൻ കാണിച്ചതാണ് ഇന്ന് സയൻസ് ശരിയാണെന്ന്. പറയൂ. കൃഷ്ണൻ പറയുന്നു ഗീതയില്, കാലോസ്മി ലോകക്ഷയകൃത്, ദ ടൈം ഈസ് ഇൻ മീ എന്നാണ്. ഇന്നലെ നമ്മൾ കണ്ടു 11-ാം അധ്യായം. ഗീത എടുത്ത് നോക്കും, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോന്ന്. കാലോസ്മി ലോകക്ഷയകൃത് പ്രബുദ്ധോ. ഇത് 11-ാം അധ്യായത്തിൽ എനിക്ക് തോന്നുന്നു 23-24 ശ്ലോകമാണ് ഗീത. അപ്പൊ ഗീത പറയുന്നു, ഭഗവാൻ പറയുന്നു കാലം എന്നിലാണ്. നിൽക്കട്ടെ, ആ ശ്ലോകത്തിലേക്ക് പോണ്ട, സമയം പോണ്ട. മറ്റൊരു ശ്ലോകം എടുക്കാം. ഇത് നിങ്ങൾ എല്ലാവരും ഓർത്ത് വെക്കണം. ഭഗവാൻ പറയുന്നു എല്ലാം എന്നിൽ ചേർത്ത് കോർത്ത് വെച്ചിരിക്കുന്നു. 8-ാം അധ്യായം 7-ാം ശ്ലോകം. ഇത് ഇന്ന് പഠിച്ചു വെക്കേണ്ട ശ്ലോകമാണ്. മത്തപരതരം നാന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ മയി ക്രോധമിതം സർവം സൂത്രേ മണികണായിവ. ഗീതയിൽ 8-ാം അധ്യായം 7-ാം ശ്ലോകം. 7-ാം അധ്യായം നേരെ തിരിച്ചിട്ടാണ്, അങ്ങോട്ട് മാറിപ്പോയി, അധ്യായം മാറിപ്പോയി. 7-ാം അധ്യായത്തില് 7-ാം ശ്ലോകത്തിൽ പറയുന്നു, നേരത്തെ പറഞ്ഞത് ഇങ്ങോട്ടാ പറയുന്നത്. നേരത്തെ പറഞ്ഞത് സർവേഷു കാലേഷു എന്നുള്ള 8-ാം അധ്യായത്തിലെ 7-ാം ശ്ലോകമാണ്. ഇപ്പൊ പറയുന്നത് 7-ാം അധ്യായത്തില് 7-ാം ശ്ലോകത്തിൽ പറയുന്നു മത്തപരതരം നനെ. പ്രധാനപ്പെട്ട ശ്ലോകമാണ് ഇത്, മറക്കരുത്. മത്ത എന്ന് പറഞ്ഞാൽ എന്നിലാണ്, പരതരം അന്യത്, എന്നിൽ നിന്ന് വേറൊരു ബോധമില്ല. എല്ലാം എന്നിൽ ഓർത്ത് ചേർത്ത് വെച്ചിരിക്കുന്നു. ഏതുപോലെ നൂലിൽ എപ്രകാരമാണോ മണികൾ ചേർന്ന് കിടക്കുന്നത്. ഓരോ മണികളും സ്വതന്ത്രമല്ല, കാരണം അതെല്ലാം നിൽക്കുന്നത് മണികൾ സ്വതന്ത്രമല്ല. എവിടെ നിൽക്കുന്നത്? നൂലിലാണ്. ഇതുപോലെ ഈ പ്രപഞ്ചം സ്വതന്ത്രമല്ല, കാരണം പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് കാലത്തെ നിയന്ത്രിക്കുന്നത് ബോധത്തിന് മാത്രമേ നിർദ്ദേശിക്കാനും നിയന്ത്രിക്കാനുമുള്ളൊരു കാലം ജസ്റ്റ് അതിനനുസരിച്ച് ചലിച്ചു പോവുകയാണ്. ക്ലിയർ ആണോ പറയുന്നത്? ഈ കഥയൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നില്ലേ ഇതൊന്നും വെറും കഥകളല്ലാന്ന്? കാലഘട്ടത്തിന്റെ വലിയ സത്യങ്ങളെ അന്ന് കഥകളിലൂടെ ആവിഷ്കരിച്ചിരിക്കുകയാണ്. മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാവുണ്ടോ? നിങ്ങളും ഞാൻ ഇതൊക്കെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ ലോകം മുഴുവൻ ഏതിലേക്ക് വരും? ശ്രീമദ് ഭാഗവതത്തിലേക്ക് വരും. ഏതിലേക്ക് വരും? ശ്രീമദ് ഭാഗവതത്തിലേക്ക് വരും. ലോകം ഭാഗവതത്തിലേക്ക് വരണമെങ്കിൽ ഈ രീതിയിലുള്ള ആധുനിക കാഴ്ചപ്പാടിലൂടെ ഭാഗവതത്തെ നമ്മൾ ഇന്ന് എവിടെ സയൻസ് നിൽക്കുന്നോ അതിനെ നമുക്ക് ഭാഗവതത്തിലൂടെ കാണാനും വ്യാഖ്യാനിക്കാനും സാധിക്കുമ്പോഴാണ് ഭാഗവതത്തിന്റെ ശരിയായ മഹത്വം ലോകം മനസ്സിലാവുന്നത്. ആണോ അല്ലയോ? പഴയ കഥ പറഞ്ഞിരുന്നുകൊണ്ട് എന്താ കാര്യമുള്ളത്? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതാണ് എന്റെയും നിങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വം. അപ്പോഴാണ് കാലാനുസൃതമായ ഒരു മാറ്റമുണ്ടാവുക. അപ്പൊ നമുക്ക് മനസ്സിലായി, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ബോധം മറന്ന് ജീവിക്കരുത്. കാരണം ബോധത്തിലാണ് കാലം, കാലത്തിലാണ് ലോകം. നമ്മളിപ്പോ എന്താ ചെയ്യണത്? ബോധം മറന്നങ്ങോട്ട് കാലത്തിൽ അങ്ങോട്ട് ലോകത്തിൽ മുഴുകുമ്പോൾ കാലചക്രത്തിൽ കടന്ന് ദുരിതം അനുഭവിക്കുകയാണ്. അതിന് കരഞ്ഞിട്ട് കാര്യമില്ല. കാരണം കാലം ലോകത്തെ അമ്മാനമാടിക്കും. കാലത്തിന്റെ സ്വഭാവം എല്ലാം വികസിപ്പിക്കുകയും സങ്കോചിപ്പിക്കുക. അപ്പൊ നിങ്ങളിരുന്ന് കരയണം. ഞാൻ അല്പസമയം ജപിച്ചും ഭജിച്ചും എതിലേക്ക് ഉയരണം. ബോധം വരുത്തുവതിന് ആളായി നിന്നവര ആചാര്യരൂപഹരി. വെറുതെ പാടിയോടെ എന്ത് ബോധം വരാൻ പോണു? അത് നമുക്കാണെങ്കിൽ ഉള്ള ബോധം കൂടി ഇല്ല പലതിലും. മനസ്സിലായില്ലേ? പണ്ട് പെരുമ്പാവൂരിൽ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. അദ്ദേഹം കുറെ കാലം വിദേശത്തായിരുന്നു. അപ്പൊ വിദേശത്തു നിന്നൊക്കെ നാട്ടിൽ വന്ന് സെറ്റ് ചെയ്തപ്പം ഇപ്പോഴാണെങ്കിൽ നാട്ടിൽ തേങ്ങ പറിക്കാനും മാങ്ങ പറിക്കാനും ചക്ക പറിക്കാനും ആളുണ്ടോ? എല്ലാം പഴുത്തിങ്ങനെ കാണും. ദൈവമേ, ചക്കയാണെങ്കിലോ അത് വല്ല മറ്റേ റോഡ് സൈഡിലൊക്കെ ആണെങ്കിൽ വല്ലവന്റെയും മണ്ടയിൽ വീണാൽ
ചക്കയേക്കാളും വലിയ ചിലവായിരിക്കും. പിന്നെ ഈ അങ്കിൾ ഒരു ദിവസം മാവിലേക്ക് നോക്കുമ്പോൾ നിറയെ മാങ്ങ. ഇതേ ഒരു ബർമൂഡ ട്രൗസറൊക്കെ എടുത്തിട്ട് ഇതേ നേരെ മാവിലേക്ക് കയറാൻ തുടങ്ങി. ഭാര്യ പറഞ്ഞു, നോക്കൂ, നിങ്ങൾ പഴയ കേശവനല്ല, ഇപ്പം നിങ്ങൾക്ക് നല്ല പ്രായമായി, 70-75 വയസ്സായി, വലിഞ്ഞു കയറിയ ഞാൻ ഒരുത്തി അനുഭവിക്കണ്ടാവുന്നു. പറഞ്ഞു, നിനക്കറിയോ, നീ വല്ലതും മനസ്സിലായി, ഈ മാവിന് എന്നെ അത്ര ഇഷ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഞാൻ ഈ മാവിൽ എത്ര തവണ കയറിയിട്ടുണ്ട്, ഞാൻ ഇതിൽ എത്ര ഊഞ്ഞാലാടിയിട്ടുണ്ട്. ഈ മാവിനോട് അത്ര എനിക്ക് പ്രിയാണ്. ഇതെങ്ങനെ കയറണം നീ എന്നെ പഠിപ്പിക്കണ്ട. കാരണം കുട്ടിക്കാലം മുതലേ ഞാനിതിൽ ഒരു ഏണിയെടുത്തിട്ട് ആശാൻ കയറി കഴിഞ്ഞപ്പോ ഭാര്യയ്ക്ക് ആവേശം വന്നു, അതേ അപ്പുറത്തത് കുറച്ചുകൂടി പഴുത്തിട്ടുണ്ട് എന്ന്, ഇപ്പുറത്തത് കുറച്ചുകൂടി പഴുത്ത് കുറവുണ്ട്. ഈ മനുഷ്യനത് പറഞ്ഞ് കയറിപ്പോയി, കൊമ്പിൽ നിന്ന് കൊമ്പിലേക്ക് കയറിപ്പോയി. പിന്നെ ഭാര്യ പറഞ്ഞതേ അപ്പുറത്തത് നല്ല പഴുത്തിട്ടതേ അത് കിട്ടുമോ നോക്കുന്നു. പിന്നെ കേട്ടത് എന്താ വെച്ചാൽ ഒരു വീഴ്ചയാണ്. ഉണക്കക്കമ്പ ചവിട്ടിയതേ. ഭാര്യ ചാക്കിലേക്ക് നോക്കുമ്പോണ്ട് വലിയ മാങ്ങയെ വീണിരിക്കുന്നത്. ചില്ലറ മാങ്ങയല്ല, 10 എന്നാണ് ഒറ്റ വീഴ്ച. കുഴപ്പമൊന്നുമില്ല, 2-3 പൊട്ടിയിട്ടുള്ളൂ. എല്ലാവരും കൂടി തൂക്കി പിടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി. ആ ഡോക്ടർ പറഞ്ഞു, കാര്യമായിട്ടുള്ള ഫ്രാക്ചറുകളൊക്കെ ഉണ്ട്, അനസ്തീഷ്യ തന്ന് ബോധം കെടുത്തണം. ഇത് കേട്ടപ്പോ അദ്ദേഹം കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ബോധം മാത്രം കെടുത്തണ്ടെന്ന്. അതെന്താന്ന് ചോദിച്ചു. പറഞ്ഞോ, ബോധം കെടുത്തണ്ടെന്ന് പറഞ്ഞപ്പം പറഞ്ഞു, അല്പം ഒരു ബോധം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിന്റെ മുകളിൽ കയറുമോ? ആ ബോധം ഇല്ലാത്തോണ്ടല്ലേ കയറിയത്. ഇനി നിങ്ങൾ എന്റെ ബോധം കെടുത്തുകയാണെങ്കിൽ പിന്നെ ഈ ബോധം എന്തിനാണ്? ഇതുപോലെയാണ്, ബോധം മറന്ന് ബോധം കെട്ട് ജീവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ബോധം വരുത്തൽ അത്ര ഉറക്കെ പറയൂ, എളുപ്പമല്ല. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് ബോധമുള്ളവരായിത്തീരുക. എന്താണ് ഭാരതീയ ഋഷിവര്യന്മാരതാ പറയണത്, സാന്ദ്രാനന്ദാവ. ഡെയിലി ജപിക്കുന്നത് എന്തിനാണ്? പതുക്കെ പതുക്കെ നമ്മളെ ബോധത്തിലേക്ക് ഉയർത്താനാണ്. മനസ്സിലാവുണ്ടോ ഞാൻ പറയണത്? ഇതാണ് കൃഷ്ണൻ തൻ്റെ വായിൽ ഈ പ്രപഞ്ച വ്യവസ്ഥ മുഴുവൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തത്. ഈ പ്രപഞ്ചം ശ്രദ്ധിക്കണം, പ്രപഞ്ചം ബോധത്തിലാണ്, ബോധം പ്രപഞ്ചത്തിലല്ല. 9-ാം അധ്യായം 4-ാം ശ്ലോകം ഗീതയിൽ പറയും, തേ മയി അഹം നതേഷു. അതെല്ലാം എന്നിലാണ്, ഞാൻ അതിലല്ല. എന്താ പറഞ്ഞത്? നിങ്ങളൊക്കെ സിനിമ കാണാറില്ലേ? തിയേറ്ററിൽ പോയി സിനിമ കാണാറില്ലേ? TV-യിൽ ചിലപ്പോൾ സിനിമ കാണാറില്ലേ? കാണാറുണ്ടോ ഇല്ലയോ? അങ്ങനെ കാണുന്ന സമയത്ത് ആ സിനിമ മുഴുവൻ സ്ക്രീനിലാണെന്ന് തുടക്കത്തിൽ നമുക്ക് മനസ്സിലാവും. പിന്നത് കഴിഞ്ഞ് അവിടെ കരച്ചിലും വീഴ്ചലും കുടുംബ പ്രശ്നമാകുമ്പോൾ മൂക്ക് വലിക്കണോ കരയണോ, ഇതൊരു സിനിമയാണെന്ന് വല്ല ബോധവും ഉണ്ടാവൂ? ഇല്ല. ആ കഥയിലേക്ക് അങ്ങോട്ട് കഥയില്ലാത്ത നമ്മൾ മുഴുകിപ്പോയി. പിന്നെ ഇന്റർവെല്ല് വരുമ്പോ കണ്ണു തുടക്കി പോകും, ഇവരൊക്കെ കാണുന്നുണ്ടില്ലേ എന്ന്. അപ്പൊ ഇതൊരു സിനിമയായിരുന്നു എന്ന് അറിയുമ്പോഴേക്കും നമ്മളെ കരഞ്ഞതൊക്കെ വെറുതെ കരഞ്ഞതാണ് എന്ന് മനസ്സിലാവും, അല്ലേ? ഇതൊക്കെ ഒരു സ്ക്രീനിലാണ് സംഭവിക്കുന്നതെന്ന് സിനിമ നടക്കുമ്പോൾ തോന്നുമോ? എന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇതൊരു സിനിമയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരങ്ങനെ അങ്ങോട്ട് പറയൂ, കരയോ? ഇല്ല. അവരങ്ങനെ അങ്ങോട്ട് ആ സിനിമയിൽ പോയാൽ പോലും അവർക്ക് മനസ്സിലാവും ഇതൊരു സിനിമയാണ്. ഇതുപോലെ ജീവിതം മുഴുവൻ ബോധമാകുന്ന സ്ക്രീനിൽ നടക്കുന്നതാണെന്ന് ഒരു ദിവസം തെളിഞ്ഞു കിട്ടും നമുക്ക്. എന്ന് കിട്ടും? ജപിച്ച് മുന്നേറിക്കഴിഞ്ഞാൽ. അങ്ങനെ ഒരു കാലം വരുമ്പോൾ അന്ന് മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾക്ക് ദുരിതവുമില്ല, ദുഃഖവുമില്ല. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ബോധം മറന്ന
ലോകത്തിൽ മുഴുകിപ്പോണം. ബോധം മറന്ന് ലോകത്തിൽ മുഴുകണം. ഇനി എന്ത് വേണം? ലോകത്തിൽ നിന്നും ബോധത്തിലേക്ക് യാത്ര ചെയ്യണം. ബോധത്തിൽ നിന്ന് ലോകത്തിലേക്ക് യാത്ര ചെയ്യുന്നതാണ് ജനന മരണം. ലോകത്തിൽ നിന്നും ബോധത്തിലേക്ക് യാത്ര ചെയ്യുന്നതാണ് മോക്ഷം. മോക്ഷം എന്ന് പറഞ്ഞാൽ മരിക്കുമ്പോൾ കിട്ടുന്ന എന്തൊരു സാധനമല്ല. നമുക്ക് മലയാളികൾക്ക് പൊതുവെ മോക്ഷം എന്ന് പറയുന്നത് ശബരിമല സീസണിൽ കിട്ടുന്ന. എപ്പോ? കാരണം അപ്പോഴാണല്ലോ നമ്മളൊക്കെ മോക്ഷത്തെ കുറിച്ച് പറയുക, അല്ലേ? ആണോ? ശബരിമല സീസണിലല്ലേ മോക്ഷം? ആണോ അല്ലയോ? അയ്യപ്പസ്വാമിയുടെ ആ മന്ത്രങ്ങളിൽപ്പെട്ടതല്ലേ മോക്ഷം പൊതുവേ? ആണോ അല്ലയോ? കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ, സ്വാമിയെ കാണാൻ, സ്വാമിയെ കണ്ടാൽ. എപ്പം കിട്ടും, എപ്പം കിട്ടുന്നതാണ്. ഇത് എടുത്തു വെച്ച പോലെയാണ്. ഇൻസ്റ്റന്റ് കോഫി എന്നൊക്കെ കിട്ടില്ലേ, ഇതുപോലെ എടുത്തു വെച്ച പോലെയാണ്. അപ്പൊ അങ്ങനെ തെറ്റിദ്ധരിച്ചു. ഇതാര് കൊടുക്കുന്ന ആളാ സാധനം? സ്വാമിയെ കണ്ട മോക്ഷം കിട്ടുന്നതാണ് പൊതുവെ എന്താ അർത്ഥം എടുക്കുക? അയ്യപ്പ സ്വാമി കൊടുക്കുന്ന ഒരു സാധനമായിട്ടല്ലേ കാണുക? ആണോ? ശരിയല്ല? അങ്ങനെയല്ലേ? ഞാൻ ഒരു സത്യസന്ധമായി ചോദിക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഭർത്താവ് മലയ്ക്ക് പോയി, അവിടെ ശബരിമലയിൽ എത്തിയപ്പോ അയ്യപ്പ സ്വാമി കണ്ടു എന്ന് വിചാരിക്കുക. പേര് ഭാസ്കരൻ. എവിടുന്നാ വരുന്ന? പെരുമ്പാവൂരിന്ന്. എത്ര വർഷമായി ഭാസ്കര വരുന്നു? സ്വാമി 40 വർഷമായി മുടങ്ങാതെ വരുന്നുണ്ട് എന്നെ കാണാൻ. എന്നാ ഭാസ്കര, നിനക്ക് ഞാൻ മോക്ഷം തരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഭാസ്കരൻ പറഞ്ഞു, അയ്യപ്പ സ്വാമി ഒരു നിമിഷം. ഭാസ്കരൻ ഫോൺ എടുത്തിട്ട് ഭാര്യയെ വിളിച്ചു, എടി എനിക്കിങ്ങനെ മോക്ഷം തരാൻ പോകുന്നു അയ്യപ്പ സ്വാമി. നിങ്ങൾ എന്താ ഭർത്താവിനോട് പറയാ? സത്യമേ പറയവേ, സത്യമേ പറയാം. എന്താ ഭർത്താവിനോട് പറയാ? വാങ്ങിച്ചോളൂ എന്ന് പറയോ? നീ കേൾക്കണില്ല? വാങ്ങിച്ചോളൂ എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? അങ്ങനെയെങ്കിലും അയാൾ പോയി കിട്ടിയല്ലോ എന്ന്. അങ്ങനെയല്ലേ ആൾക്കാർ കാണുക? അല്ലെ, അങ്ങനെയല്ലേ ആൾക്കാർ കാണുക? അവളെ നോക്കുക, ഭർത്താവിന് മോക്ഷം കൊടുത്ത് പറഞ്ഞേച്ചു. ഇനി അതല്ലെങ്കിൽ എന്താ പറയാ? ആണല്ലേ മനുഷ്യ മോക്ഷത്തിന് പോയിരിക്കണം, ഇവിടെ കുടുംബത്തിൽ 100 കാര്യങ്ങളുണ്ട്. ആ മനുഷ്യൻ പിന്നെന്താ അറിയോ? അയ്യപ്പസ്വാമിയെ കാണാതെ അപ്പുറത്തുകൂടെ പോരും. മോക്ഷം കിട്ടിയ അപകടമാണ്. അല്ല, നമ്മൾ തെറ്റു മനസ്സിലാക്കി വെച്ചു. മോക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എന്തോ മരിച്ച്. മരണവും മോക്ഷവും തമ്മിൽ യാതൊരു ബന്ധമില്ല, മനസ്സിലാക്കിക്കോളൂ. മരണവും മോക്ഷവും തമ്മിൽ യാതൊരു ബന്ധമില്ല. മോക്ഷം എന്നാൽ അതിന്റെ അർത്ഥം, മറ്റൊരർത്ഥം ജീവൻ മുക്തി എന്നാണ്. ജീവൻ മുക്തി എന്ന് പറഞ്ഞാൽ മരിച്ചു പോലല്ല, ദുഃഖ നിവൃത്തി എന്നാണ് അർത്ഥം. എന്താണ്? ദുഃഖങ്ങളിൽ നിന്ന് നിവൃത്തരാവുന്നതിന്റെ പേരാണ് ഏത്? മോക്ഷം. മോഹക്ഷയം. മോഹം എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ് അർത്ഥം. സംസ്കൃതത്തിൽ മോഹം എന്നുള്ളതിന് ദുഃഖം എന്നാണ്. അതിൽ നിന്ന് ക്ഷയം, അതിന് ക്ഷയം സംഭവിക്കുക. മോഹം ക്ഷയേതി ഇത് മോക്ഷം എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ദുഃഖത്തിൽ നിന്നും മനസ്സ് മറികടക്കുന്നതിന്റെ പേരാണ് മോക്ഷം. അപ്പൊ അതിനത്രയും നാമം ജപിച്ച് മനസ്സിനെ പാകപ്പെടുത്തിയ ഒരാൾക്കേ ദുഃഖത്തിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കുകയുള്ളൂ. ഇതൊക്കെ ആർക്ക് നേടാം? അപ്പൊ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. സ്വാമി എന്ന് പറഞ്ഞാൽ ആരാ സ്വാമി? നാമജപത്തെയാണ് സ്വാമിയായി കാണേണ്ടത്. ആരെയാണ്? നാമത്തിലൂടെ ശരിക്കുള്ള സ്വാമി പിന്നെ നിങ്ങൾ ഉള്ളിൽ കാണും. ഉള്ളിൽ സ്വാമിയെ നിങ്ങൾ എല്ലാവരും ആത്മദർശനം വരും. എപ്പോൾ? നാമം ജപിച്ച് ഉൾക്കണ്ണ് തുറക്കുന്നു. അതുവരെ നമുക്ക് സ്വാമിയെ കാണാൻ പറ്റില്ല. ഉൾക്കണ്ണ് തുറക്കുന്ന ഒരു ദിവസം ആരെ കാണും? ഉള്ളിൽ ആത്മാവ് സ്വരൂപത്തെ കാണും. യമൈവേഷ വൃണതേ തേന ലഭ്യഃ തസ്സൈവ ആത്മാ വൃണതേ തനുസ്യാം. ഇത് യമരാജാവ് 5 വയസ്സുള്ള കുട്ടിയായ നചികേതസിനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഉള്ളിൽ കണ്ണു തുറക്കുമ്പോൾ നിനക്ക് യം യേഷ വൃണതേ തേന ലഭ്യഃ തസ്സൈവ ആത്മാ വൃണതേ തനുസ്യാം. അന്ന് നിനക്ക് ഉള്ളിലുള്ള ദേവനെ കാണാൻ സാധിക്കുന്നു. അതിന് നിന്റെ മനസ്സിനെ നീ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യപരാന്യബോധത
ക്ഷുരസ്യധാര നിശിതാ ദുരത്യ ദുർഗം പതസ്ഥൽ കവയോ വദന്തി. ഇതൊക്കെ കഠോപനിഷത്താണ്. യമരാജാവ് 5 വയസ്സുള്ള കുട്ടി നചികേതസിനോട് പറഞ്ഞു, ഉത്തിഷ്ഠത, ജാഗ്രത, നല്ലവണ്ണം നീ ദിവസവും കാലത്തെണീറ്റ് ജാഗ്രതയോടെ ബോധത്തോടെ ജപിക്കണം. അപ്പൊ നിനക്ക് എന്ത് കിട്ടും? തിഷ്ഠത ജാഗ്രത പ്രാപ്യപരനിബോധത ക്ഷുരസ്യധാര നിശിതാ ദുരത്യ ദുർഗം പതസ്തർക്കവയോ വദന്തി. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? ജീവിതം പൂർണ്ണതയിലേക്കുള്ളൊരു യാത്രയാണ്. എന്താണ് ജീവിതം? ഉറക്കെ പറയണ എല്ലാവരും. പൂർണ്ണതയിലേക്കുള്ളൊരു യാത്രയാണ്. ഇവിടെ ആർക്കു വേണ്ടിയും കരഞ്ഞോ വിഷമിച്ചോ ദുഃഖിച്ചോ ഇരിക്കേണ്ട യാതൊരു കാര്യമില്ല. അത് അനുഷ്ഠാനത്തിലൂടെ മാത്രമേ നേടിയെടുക്കാൻ. അതിന് ഉത്തിഷ്ഠത ജാഗ്രത, കാലത്ത് എണീക്കണം, ജപിക്കണം, മെനക്കെടണം, പണിയെടുക്കണം. ജീവിതം മാറ്റിയെടുക്കാൻ തയ്യാറുള്ളവർക്ക് ഇവിടെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ ദൈവ പ്രാക്ശരീര വിമോക്ഷണാൽ, ഈ ശരീരം വിടുന്നതിന് മുമ്പ് മോക്ഷം ലഭ്യതേ. എന്ത് കിട്ടും? ഏത് കിട്ടും? മോക്ഷം. ഈ ശരീരം പോകുന്നതിന് മുമ്പ്. പ്രാക് ശരീര വിമോക്ഷണാൽ, പ്രാക് എന്നാണ് മുമ്പ്, ശരീര വിമോക്ഷി, ശരീരം വിടുന്നതിന് മുമ്പ്. ഇഹൈവ, ഇഹ 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 ആണ് ഇവിടെ. മോക്ഷം ലഭ്യതേ. മോക്ഷം കിട്ടും. വേണോ? പണിയെടുക്കണം, മെനക്കെടണം, തിരി ബുദ്ധിമുട്ടണം. എളുപ്പത്തിൽ കിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും മോക്ഷത്തിന് യോഗ്യരാണ്. പക്ഷേ പണിയെടുക്കുന്നവർക്ക് കിട്ടും, അല്ലാത്തവര് പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീതരേശയനം. വീണ്ടും ജനിക്കണം, വീണ്ടും കടന്നു പോകണം. ഏത് കാലം വരെ? പൂർണ്ണതയിലേക്ക് എത്തുന്നത് വരെ. ആരാ തീരുമാനിക്കുന്നത് ഇതെല്ലാം? എങ്ങനെയാവണം ജീവിതം എന്ന് ആരാ തീരുമാനിക്കുന്നത്? ഭഗവാനാണോ? നിങ്ങളാണോ? പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിരിക്കില്ലേ, അല്ലേ? സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതൊന്ന് ക്ലിക്ക് ചെയ്താലല്ലോ, എൻ്റെ ജീവിതം എൻ്റെ സ്വാതന്ത്ര്യത്തിലാണ്. ഇതിനെ ഞാൻ തന്നെ വേണം ഉയർത്തി എടുക്കാൻ. അപ്പൊ അങ്ങനെ സാധിക്കട്ടെ നമുക്ക്. ഇനി കഥകളാണ് കൃഷ്ണന്റെ. നോക്കൂ, 2 കഥ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ സമയത്തിന്റെ കഥ തീർന്നു. അതേ ഞാൻ പറഞ്ഞത്, ഭാഗവതം അത്ര ഡെപ്തുള്ളൊരു സാധനമാണ്. ഭാഗവതത്തിന് കാലാനുസൃതമായ ഒരു വ്യാഖ്യാനം കൊണ്ടുവരാനുള്ള സാധ്യതയുള്ള പുസ്തകമാണ് ഇത്. അതുകൊണ്ടാണ് എന്നെപ്പോലുള്ളവർക്ക് ഭാഗവതം പറഞ്ഞു തീർക്കാൻ പറ്റാത്തത്. കാരണം അതിൻ്റെ ഒരു മോഡേൺ ഒരു സയന്റിഫിക് അപ്രോച്ച് ഉണ്ടല്ലോ, അതത്ര ഡെപ്ത് ഉണ്ട് അതിന്. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? ഇത് വെറുതെ ഉള്ളൊരു സാധനമല്ലത്. അതുകൊണ്ട് ദയവിചാരിച്ച് ഇതിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിച്ചെല്ലണം, ഇതൊക്കെ ഒന്ന് പഠിക്കണം, ഇതൊന്ന് മനസ്സിലാക്കണം. ഇത് ജീവിതത്തെ മാറ്റിമറിക്കും. അപ്പൊ ഇപ്പൊ നമുക്കിവിടെ നിർത്താം. ഇന്ന് വൈകുന്നേരം നമ്മൾ രുക്മിണീ സ്വയംവരം കാണും. രുക്മിണീ സ്വയംവരം എന്തിനാണ് കാണുന്നത്? ഒന്ന്, നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല വിവാഹമൊക്കെ വേണം, ഉള്ള വിവാഹമൊക്കെ നല്ല ബന്ധങ്ങളായി മാറണം എന്ന് മാത്രമല്ല, എന്താണ് വിവാഹം എന്നത് നമ്മൾ മനസ്സിലാക്കണം. കൃഷ്ണന്റെ ഒരു പ്രത്യേകത, ആദ്യം കല്യാണം കഴിക്കുന്ന രുക്മിണിയാണ്. പിന്നെ ഒരുപാട് കല്യാണമുണ്ട്, സത്യഭാമയുണ്ട്, ജാമ്പവതിയുണ്ട്, അതൊക്കെ നാളെ നമ്മൾ കാണും. ഒരു ദിവസം കൃഷ്ണൻ രുക്മിണിക്ക് ഡൈവേഴ്സ് നോട്ടീസ് കൊടുത്തു. കൃഷ്ണൻ രുക്മിണി ദേവിക്ക് ഡൈവേഴ്സ് നോട്ടീസ് കൊടുത്തു. വക്കീലില്ല, നേരിട്ട് കൊടുത്തിട്ടുണ്ടോ? കൃഷ്ണൻ രുക്മിണി ദേവിക്ക് ഡൈവേഴ്സ് നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവർ എത്ര പേരുണ്ട്? ആദ്യമായിട്ട് കേൾക്കുന്നവര് കേട്ടിട്ടില്ല. കൃഷ്ണൻ രുക്മിണി ദേവിക്ക് ഡൈവേഴ്സ് നോട്ടീസ് കൊടുക്കുന്നത് 60-ാമത്തെ പർഹിജിത് അധ്യായം. നാളെ കാണും, ഇപ്പൊ ഞാൻ പറയില്ല. അതിഗംഭീരം. അതിന് രുക്മിണി ദേവി കൊടുക്കുന്ന ഗംഭീരമായ മറുപടി ഉണ്ട്. തനിക്ക് കിട്ടിയ നോട്ടീസിന് മറുപടി കിട്ടിയോടുകൂടി കൃഷ്ണൻ പറഞ്ഞു,
ഞാൻ വിടുന്നില്ലേ ദേവിയെ എന്ന്, ഞാൻ ദേവിയെ ഉപേക്ഷിക്കുന്നില്ല എന്ന്. അപ്പൊ അങ്ങനെയുള്ള ഒരു മറുപടി ആര് കൊടുത്തു? നാളെ നിങ്ങൾ പെമ്പിള്ളേരെയൊക്കെ കൊണ്ടുവരണേ, കാരണം ഇങ്ങനെയൊക്കെയുള്ള നോട്ടീസിന് എങ്ങനെ മറുപടി കൊടുക്കേണ്ടത് എന്നുള്ളത് രുക്മിണി ദേവി പഠിപ്പിക്കുന്നുണ്ട്. അതിന് ഗംഭീരമായൊരു മറുപടി ആര് കൊടുത്തു? രുക്മിണി ദേവി. അപ്പൊ ഇന്ന് നിങ്ങൾ വൈകുന്നേരം ഇവിടെ കൃഷ്ണ രുക്മിണി സംഗമം, വിവാഹം കാണും. ലൈവായിട്ട് കാണാൻ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടോ? ഇവിടെ ഇന്നലെ കൃഷ്ണന്റെ ഒക്കെ കണ്ടില്ലേ? ഇന്ന് ഇവിടെ രുക്മിണിയും കൃഷ്ണനും വിവാഹം കഴിക്കുന്ന ചടങ്ങ് ലൈവായിട്ട് നിങ്ങൾ കണ്ടിരിക്കും. ഒന്ന് വൈകുന്നേരം അതൊക്കെ കാണും. പിന്നെ അത് കഴിഞ്ഞ് അമ്മമാരുടെ തിരുവാതിരക്കളി തുടങ്ങിയ ചടങ്ങുണ്ട്. അപ്പൊ ഇന്ന് വൈകുന്നേരം രുക്മിണി ദേവിയും കൊണ്ടൊക്കെയുള്ള പ്രൊസഷൻ ഉണ്ട്. അപ്പൊ അതൊക്കെ ഗംഭീരമായിട്ട് ഇവിടെ നടക്കും. പേര് കൊടുക്കേണ്ടവർ കൊടുക്കണം. എല്ലാവരും കുട്ടികളെ പങ്കെടുപ്പിക്കണം. അതൊരു ജീവിതം മാറ്റിമറയ്ക്കലായിരിക്കും. മനസ്സിലായില്ലേ? പെൺകുട്ടികളോടൊക്കെ നിർബന്ധമായിട്ട് വരാൻ പറയണം. പിന്നീട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത്. ഒരു കാര്യം, ഇന്നത്തെ കാര്യവും ഇവിടുത്തെ ടോക്കൺ വ്യവസ്ഥ അനുസരിച്ചേ പോവാവൂ. ആരും തിരക്ക് കൂട്ടരുത്. കാരണം അവിടെ സ്ഥലപരിമിതി ഉണ്ട്. നിങ്ങളാണെങ്കിൽ ഇത്രയും നല്ല അച്ചടക്കമുള്ള ഒരു പെരുമ്പാവൂരല്ലാതെ വേറെ കാണാനും പറ്റില്ല. ഒരുപക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇവിടെയായിരുന്നു വരേണ്ടിയിരുന്നത്. മനസ്സിലായില്ലേ? കാരണം ഇത്രയും നല്ലൊരു ജനതയെ കാണണമെങ്കിൽ, അല്ല തമാശയല്ല, ഞാൻ വെറുതെ പുകഴ്ത്തി പറയല്ല, ഇത്രയും ദിവസം സപ്താഹം നടന്ന് ഒരു കംപ്ലൈന്റും അവിടുന്ന് ഇല്ല. പറയുന്ന എന്തൊരു ഡിസിപ്ലിനാണ് ആൾക്കാരെന്നാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ എത്രമാത്രം ഹൈലി നിങ്ങൾ കൾച്ചേർഡ് ആണെന്ന്. നിൽക്കട്ടെ. അപ്പൊ ഒരു അനൗൺസ്മെന്റ് ഉള്ളത്, ഇത്രയും വലിയൊരു സപ്താഹം നടത്താൻ സംഘാടകർക്ക് നിങ്ങളുടെ എല്ലാം സഹായം ആവശ്യമാണ്. വേണ്ടേ? പലതുള്ളി, അല്ലെങ്കിൽ പിന്നെ എന്നെ ഈ വഴിക്കിനി വിളിക്കില്ല. കാരണം അവർക്ക് ഇത്രയും വലിയ സപ്താഹങ്ങളൊക്കെ നടത്താനുള്ള ചെലവില്ലെങ്കിൽ ഒന്നാമത് ദേവസ്വത്തിൽ നിന്നും അവർക്ക് കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പൊ പലതുള്ളി പെരുവെള്ളാണ്. അവനവനെ കൊണ്ട് കഴിയുന്ന സഹായ സഹകരണങ്ങൾ സംഘാടകർക്ക് കൊടുക്കണം. പിന്നെ രണ്ടാമത് നിങ്ങളോട് പറയാനുള്ളത്, ഈ വരുന്ന ഒക്ടോബറിൽ എന്നാണ് 13 മുതൽ 23 വരെ ഞങ്ങളൊരു യാത്ര പോകുന്നുണ്ട്. രാമായണ യാത്രയാണ്. അത് ഒരൊറ്റ ട്രെയിനിലാണ്. നല്ല ഫുൾ വെജിറ്റേറിയൻ ഫുഡ് നമ്മൾ തന്നെ ട്രെയിനിലുണ്ടാക്കും. ആ ട്രെയിൻ പോകുന്നത് രാമായണവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രം. അയോധ്യയിൽ പോവും. ചിത്രകൂടത്തിൽ രാമൻ താമസിച്ച സ്ഥലത്ത്, രാമൻ ആദ്യം താമസിക്കുന്ന ഒരു ഗുഹയിലാണ് ചിത്രകൂടത്തില്. അത് കഴിഞ്ഞിട്ട് സീതാദേവി ജനിക്കുന്ന സ്ഥലം സീതാമറി എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് സീതാദേവിയുടെ വിവാഹം നടക്കുന്നത് നേപ്പാളിലാണ്. അതിന് ജനക്പൂർ എന്ന് പറയും. ഇവിടെയൊക്കെ ട്രെയിനിൽ പോയിട്ട് പോരും. അത് കഴിഞ്ഞ് സീതാദേവി സമാധിയാവുന്നുണ്ട്, മണ്ണിലേക്ക് പോകുന്ന, ഭൂമിയിലേക്ക്. അത് ആ സ്ഥലത്തിന് പറയാം ബാദീഹി ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ UP-യിലാണ്. അവിടെ പോവും. അത് കഴിഞ്ഞിട്ട് ഗുഹനെ സംഗമിക്കില്ലേ രാമൻ, അതിന് പറയും ശൃംഗവേരപുരം. അവിടെ പോവും. അത് കഴിഞ്ഞ് ശ്രീരാമസ്വാമി വനത്തിൽ പോയി ഭരതൻ വന്ന് പാദകം വെച്ച് പൂജിച്ച സ്ഥലമാണ് നന്ദീഗ്രാമം. ഹനുമാൻ സ്വാമി ആദ്യമായി കാലുകുത്തുന്നത് നന്ദീഗ്രാമത്തിലാണ്. രാമൻ 14 വർഷം തപസ് കഴിഞ്ഞ് എത്തുന്നതും നന്ദീഗ്രാമത്തിലാണ്. കാരണം ഭരതൻ 14 വർഷം താമസിച്ചത് അവിടെയൊക്കെ പോയി, അയോധ്യയിലും പോയി. അത് കഴിഞ്ഞ് രാമന്റെ ഏറ്റവും അവസാനത്തെ താമസിച്ച സ്ഥലമായ പഞ്ചവടി പറയും. പഞ്ചവടിയിൽ വെച്ചിട്ടാണ് സീതാദേവിയെ രാവണൻ ഈ സ്ഥലങ്ങളിലൊക്കെ പോയി തിരിച്ചു വരും. അത് ഫുൾ ട്രെയിൻ AC ആണ്. ഫുൾ ട്രെയിനില് രാമായണം സ്പീക്കർ സിസ്റ്റങ്ങളുണ്ട്. വായിച്ചും കഥ പറഞ്ഞൊക്കെ പോകാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെയുള്ള ട്രെയിനാണ്. ഇത് സെൻട്രൽ ഗവൺമെന്റ് ഇതിനു വേണ്ടി, ടൂറിസത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ട്രെയിനാണ്. താല്പര്യമുള്ളവര് നിങ്ങൾ പേര് തരികയാണെങ്കിൽ നിങ്ങൾക്കും ആ ട്രെയിനിൽ യാത്ര ചെയ്ത് ഒരു സുഖം താമസാൽ ലഗേജ് ഏറ്റിക്കൊണ്ട് നടക്കണ്ട. ലഗേജ് ട്രെയിനിൽ വെച്ച് തന്നെ ഓരോ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോയി, അവിടെ നല്ല റൂമുകളാണ് അവർ ബുക്ക് ചെയ്യുന്നത്. ഇതെല്ലാം ഗവൺമെന്റായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ളൊരു യാത്രയാണ്. ഫുഡ് മാത്രം നമുക്ക് കുക്ക് ചെയ്യാനുള്ള
പാൻട്രി കാർ അനുവദിക്കും. അപ്പൊ നല്ല സാത്വിക് ഫുഡ് 5 നേരം അവിടെ തന്നിരിക്കും. അതും പ്ലേറ്റിലൊക്കെ അവർ വിളമ്പും. മനസ്സിലായില്ലേ? അത്ര ഒരു സൗകര്യങ്ങളൊക്കെ യാത്രയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താല്പര്യമുള്ളവര് അവിടെ ബുക്ക് സ്റ്റാൾ ഉണ്ട്, ഭാഗവതം വില്ലേജിന്റെ. താല്പര്യമുള്ളവർ പേര് കൊടുത്താൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. നിങ്ങൾക്കും ആ ട്രെയിനിൽ യാത്ര ചെയ്യാം. ഒക്ടോബർ 13 മുതൽ ഒക്ടോബർ 23 വരെ യാത്ര ചെയ്യാൻ ഒരു സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതും കൂടി അറിയിക്കാം. അപ്പൊ നമുക്ക് ചെറിയൊരു കീർത്തനം ചൊല്ലി നിർത്താം. എല്ലാവരും ഉഷാറായിട്ട് ചൊല്ലണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വാസുദേവായ നമോ വാസുദേവായ. വാസുദേവായ നമോ വാസുദേവായ. വാസുദേവായ നമോ വാസുദേവായ. വാസുദേവായ നമോ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ ഗോവിന്ദ വാസുദേവായ. ശ്രീകൃഷ്ണ ഗോവിന്ദ വാസുദേവായ. ശ്രീകൃഷ്ണ ഗോവിന്ദ വാസുദേവായ. ശ്രീകൃഷ്ണ ഗോവിന്ദ വാസുദേവായ. ആനന്ദ നന്ദന വാസുദേവായ. ആനന്ദ നന്ദന വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അച്യുതാ മാധവ വാസുദേവായ. അച്യുതാ മാധവ വാസുദേവായ. അച്യുതാ മാധവ വാസുദേവായ. അച്യുതാ മാധവ വാസുദേവായ. സച്ചിദാനന്ദ ഹേ വാസുദേവായ. സച്ചിദാനന്ദ ഹേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വാസുദേവായ നമോ വാസുദേവായ. വാസുദേവായ നമോ വാസുദേവായ. വാസുദേവായ നമോ വാസുദേവായ. വാസുദേവായ നമോ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വാസുദേവായ നമോ 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 വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിത വത്സല ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. 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 ശരണം മേ തവ ശരണയുഗം. എല്ലാവരും ഒന്നിരുന്ന് കാത്തിരിക്കുക. പ്ലീസ് റിക്വസ്റ്റ്. എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ തരും, നിർദ്ദേശം തരും. എന്നിട്ട് എണീക്കാവും. ആരും സടകുടഞ്ഞ് എണീറ്റ് അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. നിങ്ങളെക്കുറിച്ച് നല്ലൊരു പേര് നിങ്ങൾ കളയരുത്. എല്ലാവരും ഒന്ന് കോപ്പറേറ്റ് ചെയ്യുക. സ്വാമിയെ ശരണമയ്യപ്പ. ശ്രദ്ധിക്കുക, എല്ലാ ദിവസത്തെയും പോലെ ക്രമമായിട്ട് ക്യൂ ആയിട്ട് എല്ലാവരും മുന്നോട്ട് നീങ്ങുക. ദയവായി തിടുക്കം പിടിക്കാതിരിക്കുക. ഒന്ന് ക്യൂ പാലിക്കുക. ദയവ് ചെയ്ത് ക്യൂ പാലിക്കുക. അത്യപൂർവമായ തിരക്കാണ്. അതിനാൽ തിക്കും തിരക്കും കൂട്ടി എല്ലാവരും ക്യൂ പാലിക്കുക. ദയവായി ക്യൂ പാലിക്കുക. ഒന്ന് വെയിറ്റ് ചെയ്യുക. പുറകിലുള്ളവര് തള്ളാതിരിക്കുക. പുറകിലുള്ളവരുടെ ശ്രദ്ധയ്ക്ക് ഒന്ന് തള്ളി വരാതിരിക്കുക. ഒന്ന് വെയിറ്റ് ചെയ്യുക. 1 മിനിറ്റ് നിൽക്കുക. പുറകിലുള്ളവരൊന്ന് ശാന്തത പാലിക്കുക. ഒറ്റ ലൈനായിട്ട് വരിക. ഒന്ന് തള്ളു കുറയ്ക്കുക. ഒന്നും തള്ളു ഉണ്ടാക്കണ്ട. ദയവേത് ബഹളം വെക്കണ്ട. 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ. 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ. നിന്ന സ്ഥലത്ത് 1 മിനിറ്റ് നിൽക്കൂ. നിന്ന സ്ഥലത്ത് എല്ലാവരും 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ. മുന്നിലുള്ള ആളുകൾ മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയാണ്. 1 മിനിറ്റ് അവിടെ തന്നെ നിൽക്കൂ. എല്ലാവരും ഓരോരുത്തരാണ് കയറ്റിവിടുന്നത്. അതുകൊണ്ട് തള്ളാതിരിക്കുക. എല്ലാവരും നിന്ന സ്ഥലത്ത് തന്നെ ദയവായി ഒന്ന് ശാന്തത പാലിക്കുക.